Hello guys, good morning. Sorry. Hello guys, good evening. Good evening all. Good evening mom, good evening to everybody. So let us start this discussion here. So I know that you all were waiting for the past 30 minutes. അല്ലേ 30 മിനിറ്റായിട്ട് നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇല്ലേ 30 മിനിറ്റായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ്. റെഡി? സോ ഷാൽ വി സ്റ്റാർട്ട്? ഹലോ. സോ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ടോപ്പിക്ക് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചാണല്ലോ അല്ലേ, ഒരു ഓൾ ഇൻ വൺ റീപ്രൊഡക്ഷൻ ചാപ്റ്ററാണ്. സോ നമ്മൾക്ക് അറിയാൻ പറ്റും നമ്മുടെ ബയോളജിയിൽ ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട്. റീപ്രൊഡക്ഷൻ മെൻഷൻ ചെയ്തു പോകുന്നു. നമുക്കറിയാം ബയോളജി എന്ന് പറഞ്ഞാൽ തന്നെ സ്റ്റഡി ഓഫ് ലിവിങ് ആണ്. ആൻഡ് ലിവിങ് ഓർഗാനിസത്തിൻ്റെ ഒരു ബേസിക് നേച്ചറാണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന സാധനം. സോ നമ്മൾ ബയോളജിയിൽ ചാപ്റ്റേഴ്സ് വൈസ് എണ്ണാണെങ്കിൽ ലിവിങ് വേൾഡിൽ റീപ്രൊഡക്ഷനെ പറ്റി ചെറുതായിട്ട് പറയുന്നുണ്ട്. അതായത് റീപ്രൊഡക്ഷൻ ഒരു എക്സ്ക്ലൂസീവ് ഫീച്ചർ അല്ല, റീപ്രൊഡ്യൂസ് ചെയ്യാത്ത ആളുകൾ ലിവിങ് ആണ് എന്നുള്ള നിലയിൽ ലിവിങ് വേൾഡിൽ പറയുന്നുണ്ട്. അത് എക്സ്ക്ലൂഡ് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഈസ് ഫുൾ ഓഫ് റീപ്രൊഡക്ഷൻ. ഡിഫറെൻറ്റ് കിങ്ഡത്തിൻ്റെ ഉള്ളിലുള്ള റീപ്രൊഡക്ഷനെ പറ്റി പറയുന്നുണ്ട്. പ്ലാന്റ് കിങ്ഡത്തിൽ പ്ലാന്റിൻ്റെ ഉള്ളിലുള്ള ഓരോ ടൈപ്പ് ഓഫ് പ്ലാന്റ്സ്, ഓരോ ഡിവിഷൻ്റെ ഉള്ളിൽ ലൈക്ക് ആൽഗെ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ജിംനോസ്പേം, ആൻജിയോസ്പേം, ഇതിലെല്ലാത്തിലും റീപ്രൊഡക്ഷൻ പറയുന്നുണ്ട്. ആൻഡ് അനിമൽ കിങ്ഡത്തിൽ അനിമൽ വൈസിലുള്ള റീപ്രൊഡക്ഷൻ പറയുന്നുണ്ട്. സെക്കൻഡ് ഇയറിലുള്ള ആദ്യത്തെ 4 യൂണിറ്റ്സ് ദാറ്റ് ഈസ് എക്സ്ക്ലൂസീവ്ലി ഫോർ റീപ്രൊഡക്ഷൻ അല്ലേ. റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം, സെക്ഷൽ റീപ്രൊഡക്ഷൻ, ഫ്ലവറിംഗ് പ്ലാന്റ്സ്, ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ആൻഡ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. ഇത്ര സാധനങ്ങളാണ് നമുക്ക് റീപ്രൊഡക്ഷനെ പറ്റിയിട്ട് ഡയറക്റ്റ്ലി പറയുന്നത്. അതല്ലാത്ത ചാപ്റ്റേഴ്സ് ലൈക്ക് എവല്യൂഷൻ, മോളിക്കുലാർ ബേസിസ്, സെൽ സൈക്കിൾ, അങ്ങനത്തെ കുറേ ചാപ്റ്റേഴ്സിൽ എന്ത് പറയുന്നുണ്ട്, റീപ്രൊഡക്ഷൻ പ്രതിപാദിക്കുന്നുണ്ട്. സോ ബേസിക്കലി റീപ്രൊഡക്ഷൻ ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്, റൈറ്റ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. റീപ്രൊഡക്ഷൻ എല്ലാവർക്കും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. നമുക്ക് എന്താ പറയുക, ഒരുപാട് മനസ്സിലാക്കാനും കുറേ സാധനങ്ങൾ ഇതാക്കാനുള്ളൂ. പക്ഷേ ഇതിനകത്ത് കുറേ കോമൺ ഫീച്ചേഴ്സ് ഉണ്ട്. ഈ കോമൺ ഫീച്ചേഴ്സ് സാധനങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. ഐ വാസ് തിങ്കിങ് ലൈക്ക് നമ്മൾ ഫസ്റ്റത്തെ ചാപ്റ്റർ മുതൽ അങ്ങോട്ടൊരു ഓർഡറിൽ NCERT പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ മാത്രം പഠിച്ചു പോകുന്നുള്ളതാണ്. സോ നമ്മൾ ഈ ലാസ്റ്റ് മിനിറ്റിലെ പ്രിപ്പറേഷൻസിലേക്ക് വരുമ്പോൾ എനിക്കറിയാൻ പറ്റും നിങ്ങൾ എല്ലാവരും എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നിങ്ങൾ കറക്റ്റായിട്ട് നമ്മളുടെ ക്ലാസ്സുകൾ കേട്ട് നിങ്ങൾ നല്ലൊരു വിജയത്തിലേക്ക് നീറ്റിലേക്ക് വേണ്ടി വിചാരിച്ചിരിക്കുന്ന ആളുകളാണ്. സോ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ ഫാക്ടർ, വാട്ട് ഈസ് എ കീ ഫാക്ടർ ഇൻ സക്സസിങ് ഇൻ നീറ്റ് എക്സാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ആൻസറേ ഉള്ളൂ, NCERT ആണ്. NCERT എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരൊറ്റ പുസ്തകത്തിൻ്റെ ഉള്ളിലാണ് നിങ്ങളുടെ സക്സസ് ഇരിക്കുന്നത്. ഡെഫിനറ്റ് ആയിട്ടും പറയാം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ NCERTയുടെ ഉള്ളിൽ നിന്ന് ഡയറക്റ്റ്ലി ചോദിക്കാൻ പോകുന്ന ചോദ്യത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി സ്ട്രൈറ്റ് അവേ ഫ്രം NCERT ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ബയോളജിയിലെയും കെമിസ്ട്രിയിലെയും ഫിസിക്സിലെ കുറച്ച് ചാപ്റ്റേഴ്സിലെയും ക്വസ്റ്റ്യൻസ് ആണ്. ടോട്ടലി യു വിൽ ബി ഗെറ്റിംഗ് അറൌണ്ട് 600 മാർക്സ് ഫ്രം ഡയറക്റ്റ് NCERT ടെക്സ്റ്റ് ബുക്ക്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതെന്താണ്, വാട്ട് ഈസ് ദാറ്റ് ഓഫ് ദാറ്റ് എന്നൊക്കെ ചോദിച്ചിട്ട് കറക്റ്റായിട്ട് NCERT ഓറിയൻറ്റഡ് ആയിട്ട് ഐ ആം ഷുവർ ആട്ടോ. ഇതെൻ്റെ ഒരു പ്രഡിക്ഷനാണ്. നിങ്ങൾ നീറ്റ് എക്സാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യാനിരിക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കോ, ഐ വിൽ പ്രൂവ് ദിസ് തിങ് ഫോർ യു. ഡെഫിനറ്റ് ആയിട്ട് ഞാൻ പറയാം, നിങ്ങൾക്ക് ഉറപ്പ് തന്നിട്ട് ഞാൻ പറയാണ്, ഐ വിൽ പ്രൂവ് ദിസ് തിങ് ഫോർ യു. ബിക്കോസ് NCERTയുടെ ഉള്ളിൽ നിന്ന് 600 മാർക്ക് ഡയറക്റ്റ്ലി ചോദിക്കും. ആൻഡ് ഈ 600 മാർക്ക് ചോദിക്കുന്നതിൽ ഡയറക്റ്റ്ലി ഞാൻ പറയാണ്, ബയോളജിയുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്നത് 360 മാർക്ക് ഔട്ട് ഓഫ് ബയോളജിയിലുള്ളത് മുഴുവൻ NCERT ആയിരിക്കും. ഡെഫിനറ്റാ. സോ ഈ ലാസ്റ്റത്തെ ഇത്രയും ദിവസങ്ങളിൽ നിങ്ങളുടെ പ്രിപ്പറേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ വരുന്നത് NCERT ടെക്സ്റ്റ് ബുക്കാണ്. സോ ഇന്നത്തെ ഈ സെഷനിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സെഷൻ്റെ പേര് നിങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഓൾ ഇൻ വൺ റീപ്രൊഡക്ഷൻ എന്നുള്ള ഒരു സെഷനാണ്. സോ ഈ ഒരു സെഷനിൽ ഞാൻ നിങ്ങൾക്ക് NCERT എന്നുള്ള കുറച്ച് ഡയറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്. സോ ഇതൊരു ക്വസ്റ്റ്യൻ വഴിയിലുള്ള MCQ വഴിയിലുള്ള സാധനമൊന്നുമല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ തന്നെ പോയിട്ട് നിങ്ങളുടെ സ്വന്തം NCERT ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വയ്ക്കുക. എല്ലാവരോടും കൂടിയാണ് പറയുന്നത്. നിങ്ങൾ എന്താ ചെയ്യുക, നിങ്ങളുടെ സ്വന്തം NCERT ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വയ്ക്കുക. എന്നിട്ട് ഓരോരോ ചാപ്റ്റേഴ്സായിട്ട് നമ്മൾ പറയുന്ന സാധനങ്ങൾ കണക്ട് ചെയ്ത് വായിക്കുക. സോ എനിക്ക് തോന്നുന്നത് എല്ലാ ചാപ്റ്റേഴ്സും ഇന്ന് ഈ ഒരു സെഷനിൽ തീരും തോന്നില്ല. മാക്സിമം സാധനങ്ങൾ നമ്മൾ ഈ ഒരു സെഷനിൽ ഡെലിവറി ചെയ്യുന്നുണ്ടാവും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഫാസ്റ്റായി റിവൈസ് ചെയ്ത് പോവുക. എത്രത്തോളം റിവൈസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം റിവൈസ് ചെയ്യുക. സോ ഇത് എങ്ങനെയാണ് പഠിക്കേണ്ടത്, എന്തെല്ലാം ചെയ്യണം എന്നുള്ള കാര്യം നമ്മുടെ മെൻഡർ സ്റ്റോക്ക് സീരീസും സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് റെഗുലർലി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ മിസ്റ്റേക്കുകൾ ചെയ്യരുത്, എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. സോ എന്തെങ്കിലും സ്റ്റഡി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ പറയാണ്, മൈ പേഴ്സണൽ ഫോൺ നമ്പർ ഈസ് 8891916337 എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഫോൺ നമ്പർ. യു ക്യാൻ കോൺടാക്ട് മീ അറ്റ് എനി ടൈം. നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. പ്ലീസ് ഡോണ്ട് കോൾ. വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റണമെന്ന് നിർബന്ധമല്ല. യു ക്യാൻ ടെക്സ്റ്റ് മീ ഇൻ വാട്സാപ്പ്. ഐ വിൽ റെസ്പോണ്ട് വിത്തിൻ 24 hours. ഒരു 24 hour ഉള്ളിൽ ഉണ്ടാവും. സോ പഠിത്തത്തിലുള്ള എല്ലാ ഹെൽപ്പും നമ്മൾ ചെയ്തു തരുന്നുണ്ട്. സോ ഇത് വെച്ചിട്ട് നോക്കുക. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ NCERT ടെക്സ്റ്റ് ബുക്ക് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. എത്ര ഫാസ്റ്റായിട്ട് NCERT ടെക്സ്റ്റ് ബുക്ക് റിവൈസ് ചെയ്യുന്നുണ്ട് ലാസ്റ്റ് ലാപ്പിൽ എന്നുള്ളത് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സോ പഠിത്തത്തിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പോയിട്ട് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. ആൻഡ്
ആൻഡ് ഐ ഹാവ് ടു ബി ഫാസ്റ്റ്. നിങ്ങൾക്കറിയാലേ കുറച്ച് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തെങ്കിൽ മാത്രമേ ഞാനിന്ന് വിചാരിച്ചത്ര ടോപ്പിക്കുകൾ തീർക്കാൻ പറ്റുള്ളൂ. എനിക്കിന്നൊരു 3-4 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്വിക്ക് റിവിഷനിൽ പോകണം. ആൻഡ് റിഗാർഡിംഗ് ദ റീപ്രൊഡക്ഷൻ ഓൺലി. ആർ യു റെഡി? ക്യാൻ വി സ്റ്റാർട്ട്? തുടങ്ങാം. റെഡിയാണോ? ആർ യു റെഡി? സോ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ നമ്മുടെ കുറേ കുട്ടികളുണ്ട്, നമ്മുടെ ടോപ്പേഴ്സ് അടക്കമുള്ള എല്ലാ കുട്ടികളും നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് എല്ലാവർക്കും എൻ്റെ പേരറിയാൻ തോന്നുന്നുണ്ട്. മൈ നെയിം ഈസ് ഡോക്ടർ ആഷിഖ് ആൻഡ് എന്താ പറയുക, നിങ്ങളുടെ ബയോളജി ഫാക്കൽറ്റിയാണ്. സോ വി ആർ സ്റ്റാർട്ടിങ്. ഓക്കെ, സോ എന്താ പറയുക, നമ്മൾ കുറച്ച് കൺസെപ്ച്വലി കുറച്ച് രസകരമായ കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലേ. സോ ദർ ഈസ് എ നീഡ് ഓഫ് റീപ്രൊഡക്ഷൻ. നമ്മുടെ നെക്സ്റ്റ് ജനറേഷനെ ജനറേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? റീപ്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നെക്സ്റ്റ് ജനറേഷനെ റീപ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ വിച്ച് ഇസ് ദ ബെറ്റർ വേ ഓഫ് റീപ്രൊഡക്ഷൻ? നമ്മൾ ഒരുപാട് റീപ്രൊഡക്ഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഫ്രം ബാക്ടീരിയ ടു ദ ഹ്യൂമൻ, ലൈക്ക് മോസ്റ്റ് അഡ്വാൻസ്ഡ് ഓർഗാനിസം അല്ലെങ്കിൽ മോസ്റ്റ് അഡ്വാൻസ്ഡ് ലൈക്ക് എന്താ പറയുക ലിവിങ് ഓർഗാനിസം എന്നുള്ള നിലയിൽ ഹ്യൂമൻ വരെയുള്ള എല്ലാവരുടെയും റീപ്രൊഡക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ വിച്ച് ഇസ് ദ മോസ്റ്റ് ബെറ്റർ വേ ഓഫ് റീപ്രൊഡക്ഷൻ? ജസ്റ്റ് ഒരു തോട്ടാട്ടോ ഇത്, ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒരു ക്ലൂ തരാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ലിങ്ക് തരാൻ വേണ്ടിയിട്ട് തരാണ്. സോ വിച്ച് ഇസ് ദ ബെറ്റർ വേ ടു റീപ്രൊഡ്യൂസ്? ജസ്റ്റ് ആലോചിച്ച് നോക്കുക. ഒരുപാട് റീപ്രൊഡക്ഷൻ സാധനങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ള കുറേ സാധനങ്ങളുണ്ടാവും. സോ അതിനകത്ത് എൻ്റെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ് നിങ്ങളോട് ചോദിക്കാനുള്ളത്. വിച്ച് ഓർഗാനിസം റീപ്രൊഡ്യൂസസ് ഇൻ മോസ്റ്റ് അഡ്വാൻസ്ഡ് വേ? ഏറ്റവും അഡ്വാൻസ്ഡ് വേയിൽ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസംസ് എന്തെല്ലാമാണ്? ഏതാണ് വിച്ച് ഈസ് ദ ഓർഗാനിസം വിച്ച് ഈസ് റീപ്രൊഡ്യൂസിങ്? കുറച്ച് സ്പീഡാക്കാം. ഓക്കെ, സോ വിച്ച് ഈസ് ദ ഓർഗാനിസം വിച്ച് റീപ്രൊഡ്യൂസസ് ഇൻ മോസ്റ്റ് അഡ്വാൻസ്ഡ് വേ? MCQ അല്ല, ദിസ് ഈസ് യുവർ അണ്ടർസ്റ്റാൻഡിങ്. ഡെഫിനറ്റ്ലി ദിസ് ഈസ് യുവർ അണ്ടർസ്റ്റാൻഡിങ് ആണ്. സോ ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ്. മോസ്റ്റ് അഡ്വാൻസ്ഡ് വേയിൽ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണെന്നാണ്. ഹൂ ഈസ് ദ മോസ്റ്റ് അഡ്വാൻസ്ഡ് വേയിൽ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകൾ? ഡെഫിനറ്റ്ലി ഞാൻ കാണിച്ചു തരാം കേട്ടോ. സോ ദാറ്റ് ഈസ് ഹ്യൂമൻ ആണ്. ഡെഫിനറ്റ്ലി ഹ്യൂമൻസ് ആർ ദ വൺ ഹൂ റീപ്രൊഡ്യൂസസ് ഇൻ ദ മോസ്റ്റ് അഡ്വാൻസ്ഡ് വേ. ഹ്യൂമൻ ആണ് മോസ്റ്റ് അഡ്വാൻസ്ഡ് വേയിൽ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾ. ദ ആൻസർ ഈസ് ഹ്യൂമൻ ആണ് മോസ്റ്റ് അഡ്വാൻസ്ഡ് വേയിൽ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾ. ഓക്കെ, ദിസ് ഈസ് ദ മോസ്റ്റ് അഡ്വാൻസ്ഡ് വേ ഓഫ് റീപ്രൊഡക്ഷൻ. സോ അങ്ങനെയാണെങ്കിൽ ഞാൻ നേരെ തിരിക്കുകയാണ്. വിച്ച് ഈസ് ദ മോസ്റ്റ് അഡ്വാൻസ്ഡ് വേ എന്നുള്ളത് മാറ്റിയിട്ട് ഞാൻ ലീസ്റ്റ് അഡ്വാൻസ്ഡ് വേ എന്നാക്കുകയാണ്. ഇഫ് ഐ എം ചേഞ്ചിങ് ഇൻ ടു ലീസ്റ്റ്, വാട്ട് ഈസ് ദ ആൻസർ ഫോർ ദ ലീസ്റ്റ്? ലീസ്റ്റ് വണ്ണിൽ ഏതാണ്? മാമൽസ് ആൻസർ പറയുന്ന ആളുണ്ട്. എക്സാക്ട്ലി മാമൽസ് ഈസ് ഓക്കെ, ബട്ട് ഐ എം ജസ്റ്റ് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ഹ്യൂമൻ എക്സാമ്പിൾ, മാമലിൻ്റെ എക്സാമ്പിൾ ആയിട്ട് ഹ്യൂമൻ എടുത്താണ്. വിച്ച് ഇസ് ദ ലീസ്റ്റ് അഡ്വാൻസ്ഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും നമ്മുടെ ഏറ്റവും ബേസിക് ലിവിങ് ഓർഗാനിസം. വിച്ച് ഇസ് ദ ബേസിക് ലിവിങ് ഓർഗാനിസം? നമുക്കറിയാൻ പറ്റും ദാറ്റ് ഇസ് ബാക്ടീരിയാസ് ആണ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ലിവിങ് ഓർഗാനിസം ബാക്ടീരിയ ആണ്. ആൻഡ് നമുക്കറിയാം അതിനും താഴെ വൈറസുകളുണ്ട്. പക്ഷേ വൈറസുകൾ ലിവിങ് ആണോ നോൺ ലിവിങ് ആണോ എന്നുള്ള തർക്കങ്ങളൊന്നും ഇതുവരെ പരിഹരിച്ചിട്ടില്ല എന്നൊക്കെ NCERT ക്ലിയർ കട്ടായിട്ട് പറയുന്നുണ്ട്. സോ ലീസ്റ്റ് അഡ്വാൻസ്ഡ് ബാക്ടീരിയ ആണ്. അവിടെ നിന്ന് ഒരു പ്രോഗ്രഷനാണ് എവിടെയിലേക്ക്? ഹ്യൂമൻ റീപ്രൊഡക്ഷനിലേക്ക്. ബാക്ടീരിയാസിൻ്റെ റീപ്രൊഡക്ഷൻ മുതൽ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ വരെ ഒരു ഇതാണ്. സോ ബേസിക്കലി നമുക്ക് ഏറ്റവും അറിയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാൻ പറ്റും. ഹ്യൂമൻസിനെ പറ്റി പറയാനാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം. യു നോ ദാറ്റ് തിങ് ഹൗ ദ ഹ്യൂമൻസ് ആർ റീപ്രൊഡ്യൂസിങ്, റൈറ്റ്? എങ്ങനെയാണ് ഹ്യൂമൻസ്, മനുഷ്യന്മാർക്ക് എങ്ങനെയാണ് കുട്ടികൾ ഉണ്ടാവുന്നതെന്ന് അറിയാൻ പറ്റും അല്ലേ? കള്ളച്ചിരിച്ചിരിക്കേണ്ട, അതല്ല. സോ ഇവിടെ എന്താ പറയുന്നത്? സോ നമുക്കറിയാൻ പറ്റുമല്ലോ, നമുക്ക് ഹ്യൂമൻ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന വേരിയസ് വഴികൾ എന്തൊക്കെയാണ്? ഇതിൻ്റെ ബേസിക് സാധനങ്ങൾ കേട്ടോ. സോ ഈ ഒരു ഫിഗർ ഇത് ആക്ച്വലി എൻ്റെ ഫോട്ടോയാണ്. ഇതിൽ നിൽക്കുന്നത് ഞാനും ലൈക്ക് എൻ്റെ ബെറ്റർ ഹാഫ് ഫാത്തിമ, ഞങ്ങൾ രണ്ടുപേരും നിൽക്കുന്ന ഒരു ഫിഗറാണ്. സോ ബേസിക്കലി ഞാനിങ്ങനെ ആലോചിച്ചിരുന്നു ഹ്യൂമൻ റീപ്രൊഡക്ഷൻ കാണിക്കാൻ നേരത്ത് അല്ലെങ്കിൽ അതിൻ്റെ സ്പെഷ്യാലിറ്റീസ് പറയുമ്പോൾ എന്ത് ഫോട്ടോ ഇടണം എന്ന് ഞാൻ വിചാരിച്ചപ്പം ഞാനിങ്ങനെ ആദ്യം ഓർത്ത് ഏതെങ്കിലും കപ്പിളിൻ്റെ ഫോട്ടോ ഇടുന്നത്. കുറച്ച് ഗൂഗിളിലൊക്കെ കപ്പിൾസിൻ്റെ ഫോട്ടോ ഇങ്ങനെ തപ്പിപ്പം എന്തിനാ വേറെ കപ്പിളിൻ്റെ ഫോട്ടോ ഇടുന്നത്, നമുക്ക് തന്നെ നമ്മുടെ ഫോട്ടോ തന്നെ ഇട്ടുകൂടെ എന്നുള്ള നിലയിൽ ഞാനങ്ങ് ഇട്ടുപോയതാണ്. സോ ദിസ് ഈസ് ജസ്റ്റ് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാട്ടോ. സോ ഹ്യൂമൻ റീപ്രൊഡ്യൂസ് ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും ദർ ആർ 2 ഇൻഡിവിജ്വൽസ് അല്ലേ, രണ്ട് ഇൻഡിവിജ്വൽസ് ഉണ്ടാവും. സോ ഡെഫിനറ്റ്ലി ജസ്റ്റ് ഐ എം ഗോണ റൈറ്റ് ഹിയർ ദർ വിൽ ബി എ മെയിൽ ഉണ്ടാവും, ദർ വിൽ ബി എ ഫീമെയിൽ ഉണ്ടാവും, റൈറ്റ്? എ മെയിൽ ആൻഡ് എ ഫീമെയിൽ ബോത്ത് വിൽ ബി ദെയർ. ഓക്കെ, സോ ഞാൻ വെറുതെ എന്നെ തന്നെ എക്സാമ്പിളാക്കി എടുത്ത് വെച്ചതാട്ടോ. സോ ദിസ് ഈസ് ലൈക്ക് ഇതൊരു എന്താ പറയുക, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മറക്കാൻ പറ്റാത്ത യാത്രകളിലൊന്നായിരുന്നു. യാത്രകൾ ചെയ്യുക എന്നുള്ളത് നമ്മുടെ മനുഷ്യൻ്റെ എന്താ പറയുക, നമ്മൾ സ്വപ്നം കാണാത്ത രീതിയിലുള്ള സാധനങ്ങളാണ്. നിങ്ങൾ ഈ ഒരു ഫ്രെയിം, ഞാൻ ഈ ഒരു ഫ്രെയിമിൻ്റെ ഭംഗി എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞങ്ങൾ തമ്മിൽ അടി ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഞാൻ എടുത്ത് നോക്കാറുണ്ട്, എന്ത് രസമുണ്ട് ഈ ഒരു ഫ്രെയിമിനെന്നൊക്കെ പറഞ്ഞിട്ട്. ദിസ് ഈസ് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ്, ഭയങ്കര ബ്യൂട്ടിഫുൾ പ്ലേസ് ഓൺ എർത്താണ്, അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ എന്താ പറയുക, ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് കുറേ വർഷം ഇങ്ങനെ പ്രണയിച്ച് നടന്ന് ഞങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ഹണിമൂൺ ട്രിപ്പ് എന്ന് പറയാൻ പറ്റില്ല അല്ലേ,
കല്യാണം കഴിഞ്ഞ ഏകദേശം 1 വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ആൻഡമാനിലെത്തുന്നത്. സോ അവിടെ നിന്നുള്ള ഒരു മൊമെൻ്റാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ. ദിസ് വാസ് എ മോർണിംഗ് 6:30 6 o'clock ആ ഒരു സമയമാണിത്. സോ ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ മോർണിംഗ് ഇൻ മൈ ലൈഫ്. സോ വട്ടെവർ, അതിലേക്ക് പോട്ടെ. സോ ഇവിടെ എന്താ പറയുക, കം ടു ദ പോയിന്റ്. സോ ദിസ് ഈസ് മെയിൽ ആൻഡ് ഫീമെയിൽ. മെയിൽ ഉണ്ടാവും, ഒരു ഫീമെയിൽ ഉണ്ടാവും. ആൻഡ് മെയിൽ വിൽ ബി പ്രൊഡ്യൂസിങ് എ ഗ്യാമേറ്റ് ഉണ്ടാവും. ആൻഡ് യു നോ ദാറ്റ് തിങ്, ദാറ്റ് ഗ്യാമേറ്റ് ഈസ് നോൺ ആസ് വാട്ട്, സ്പേം എന്നാണ് മെയിൽ ഗ്യാമേറ്റിനെ വിളിക്കുക. ഫീമെയിൽ വിൽ ബി പ്രൊഡ്യൂസിങ് എ ഗ്യാമേറ്റ്, റൈറ്റ്, എ ഗ്യാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. ആൻഡ് ദിസ് ഈസ് ദ ഓവം ആണ് ഫീമെയിൽ ഗ്യാമേറ്റിൻ്റെ പേര്. ആൻഡ് ദർ ഇസ് എ പ്രോസസ് ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്, ഫ്യൂഷൻ ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്. ഈ പ്രോസസ്സിന് പറയുന്ന പേര് എന്താണ്? ദിസ് ഈസ് നോൺ ആസ് വാട്ട്, ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ് നടക്കും. ആൻഡ് ആഫ്റ്റർ ദ ഫെർട്ടിലൈസേഷൻ ദർ ഈസ് ഫോർമേഷൻ ഓഫ് എ സിംഗിൾ സെൽ ദാറ്റ് ഈസ് നോൺ ആസ് എ സൈഗോട്ട്. ആൻഡ് ദ സൈഗോട്ട് വിൽ ബി ഡെവലപ്പിംഗ് ഇൻ ടു എ ബേബി. ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്കൊരു ബേബി ഉണ്ട്, ബേബി ഹാമി. സോ ഇങ്ങനെ. സോ ദിസ് ഈസ് ദ സ്റ്റെപ്സ് ഇൻ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഈ സൈഗോട്ട് എംബ്രിയോ ബേബി ആയി പുറത്ത് വരുന്ന ഒരു സംഭവം. സോ ദിസ് ഈസ് ദ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. ദിസ് ഈസ് ദ സ്റ്റെപ്പ് ഓഫ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ദർ. സോ ദിസ് ഈസ് ടോപ്പിക്ക് ഡീവിയേറ്റ് ആവുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. സോ താങ്ക് യു ഫോർ ദ സപ്പോർട്ട്. അടിപൊളിയായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. സോ ദിസ് ഈസ് ജസ്റ്റ് ആൻ ഇൻട്രോ. ഇനി അങ്ങോട്ട് വരുന്ന കാര്യങ്ങൾ കുറച്ച് ഡ്രൈ ആയി പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങൾ ഈ ഒരു സപ്പോർട്ട്, ഈ ഒരു എനർജി കീപ്പ് ചെയ്ത് വെക്കണം. സോ ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഐ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ഇൻ യുവർ ലൈഫ് ഓൾസോ. ഓക്കെ. സോ നമ്മുടെ ലൈഫിൽ നമുക്ക് ലൈക്ക് സംതിങ് അച്ചീവബിൾ ആയിട്ട് തോന്നുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊരു കാര്യമാണിത്. നമുക്ക് ടു ഹാവ് എ ഓൺ ബേബി, നമ്മുടെ സ്വന്തം ബേബി ഉണ്ടാവുക, നമ്മുടെ സ്വന്തം ബേബിയുടെ കൂടെ നമ്മൾ കളിച്ചിരിക്കുക എന്നൊക്കെ പറയും. ഇപ്പോൾ ലൈക്ക് ഐ മിസ് മൈ ബേബി, ലൈക്ക് അങ്ങനെ പറയാൻ പറ്റില്ലേ. സോ എങ്ങനെയാണ്, ഞാൻ ഇപ്പോൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്കൊരു കൊതിയാണ്. നമ്മുടെ ഓഫീസിലെ ഡോപ്പയുടെ വർക്ക് സാധനങ്ങൾ എല്ലാം കഴിഞ്ഞിട്ട് ഭയങ്കര തിരക്കിട്ട് ഓടാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ റെസിഡൻഷ്യൽ ബാച്ചിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങളുടെ റിപ്പീറ്റേഴ്സിൻ്റെ നമ്മൾ പുതിയ ബാച്ച് തുടങ്ങുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഷെഡ്യൂളിങ് ഡോപ്പയുടെ പ്രത്യേകത കേട്ടോ. നമ്മൾ 1 വർഷത്തേക്കുള്ള ഷെഡ്യൂൾ നിങ്ങൾക്ക് അഡ്വാൻസ് തരും. വേറെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും തരാൻ പറ്റില്ല. നിങ്ങൾക്ക് 1 വർഷത്തേക്ക് ഓരോ മാസത്തിൽ എന്തൊക്കെ സാധനങ്ങൾ പഠിക്കണം എന്നുള്ള ഷെഡ്യൂൾ നമ്മൾ തരും. സോ ആ ഷെഡ്യൂളിങ്ങിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പല ക്ലാസ്സുകളുടെ റീഷൂട്ടിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. കുറച്ച് ക്ലാസ്സുകൾ റീഷൂട്ട് ചെയ്യാനുണ്ട്, അതിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. അങ്ങനെ കുറേ അധികം നോട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ടാബിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. കുറേ അധികം വർക്കുകൾ ഇൻവോൾവ് ആയിട്ട് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ടൈം എടുക്കും. പക്ഷേ വീട്ടിൽ പോകാൻ കൊതിയാണ്. കാരണം നമ്മുടെ സ്വന്തം ബേബീൻ്റെ കൂടെ കളിക്കാൻ പറ്റുക. ബേബി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ പപ്പാന്ന് വിളിച്ച് അവിടെ കളിച്ചിരിക്കാനുണ്ടാവും. സോ ദിസ് ഈസ് എ വണ്ടർഫുൾ ഫീലിംഗ് ആൻഡ് ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. സോ അതിലേക്ക് അങ്ങനെ പോട്ടെ. സോ എന്തോട്ടെ, അല്ലാതെ ഡീവിയേറ്റ് ആയി പോകുന്നുണ്ടെന്നുണ്ട്. സോ വാട്ട് എവർ, ദിസ് ഈസ് ദ തിങ്, ദിസ് ഈസ് ദ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, സമ്മറി ഓഫ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. സോ നമ്മളുടെ ഒരു തോട്ട് ഓഫ് ലൈൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹ്യൂമൻസ് എങ്ങനെയാണ് ഈ ഒരു റീപ്രൊഡക്റ്റിംഗ് കപ്പാസിറ്റിയിലേക്ക് എത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഹൗ ഹ്യൂമൻ റീപ്രൊഡ്യൂസസ്. ഒരു ആക്കിയ ചിരിച്ചിട്ട് തന്നെ നോക്കേണ്ട. ഹൗ ഹ്യൂമൻ റീപ്രൊഡ്യൂസ് എന്ന് ചോദിച്ചത് ഞാനൊരു ബയോളജിക്കൽ ടേമിൽ മാത്രം ചോദിച്ചതാണ്. ഫിസിക്കൽ ടേംസ് വിട്ടുകളയാനുള്ളതല്ല. ആക്ച്വലി ഐ തിങ്ക് ലൈക്ക് വി ഹാവ് ടു ഡിസ്കസ് ദാറ്റ് തിങ്. പക്ഷേ ഇപ്പോഴല്ല. അതായത് സെക്സ് എഡ്യൂക്കേഷൻ, സെക്സ്, അങ്ങനത്തെ ടോപ്പിക്കുകളെ പറ്റിയിട്ട് നമ്മൾ ഒരു മടിയുമില്ലാതെ സംസാരിക്കുന്ന പുതുതലമുറയായി മാറേണ്ടതുണ്ട്. സോ അതിനെ പറ്റിയിട്ടൊന്നും നമ്മൾ ഈ നീറ്റ് മൂക്കിൽ കയറി നിൽക്കുന്ന സമയത്തല്ല പറയേണ്ടത്. നിങ്ങൾ റിപ്പീറ്റേഴ്സിൽ വരുന്ന സമയത്ത്, നിങ്ങൾ ലോങ് ടൈം പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഐ എം വെരി ഓപ്പൺ. നമ്മൾ പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്ന ആളുകളാണ്. സോ വി ഹാവ് ടു ടോക്ക്, വി ഹാവ് ടു ഡിസ്കസ്. വി ആർ ദ പീപ്പിൾ ടു റീപ്രൊഡ്യൂസ് ഇൻ ദ നെക്സ്റ്റ് ജനറേഷൻ. സോ ഐ ആം മീനിങ് ദ ബയോളജിക്കൽ വൈസ് ഓൺലി, ഹൗ ഹ്യൂമൻ റീപ്രൊഡ്യൂസസ് എന്നുള്ള സാധനം. സോ ആരൊക്കെ പടച്ചോനെ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. സോ ബേസിക് തിങ് ആണ് ഇത്, വേറൊന്നുമല്ല, അതല്ല. സോ നമ്മുടെ ക്വസ്റ്റ്യൻ ആണിത്, ഹൗ ഹ്യൂമൻ റീപ്രൊഡ്യൂസസ്. നമുക്കറിയാം 2 ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ഉണ്ട്. ദാറ്റ് ഈസ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. സെക്ഷൽ എന്ന് പറഞ്ഞാൽ 2 പാരൻസ് ഉണ്ടാവും, അസെക്ഷൽ എന്ന് പറഞ്ഞാൽ 1 പാരന്റ് ഉണ്ടാവും. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. ഹ്യൂമൻ ഈസ് റീപ്രൊഡ്യൂസിങ് സെക്ഷലി. വി വിൽ ബി ഹാവിംഗ് 2 പാരൻസ്. ദർ വിൽ ബി എ മെയിൽ പാരന്റ് ആൻഡ് എ ഫീമെയിൽ പാരന്റ്. റെഡി അല്ലേ? സോ ദിസ് ഈസ് ഇറ്റ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് സെക്ഷൽ റീപ്രൊഡക്ഷനിൽ 2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഗ്യാമേറ്റ്സ് ഉണ്ടാവും. ഈ ഗ്യാമേറ്റ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു സ്പേം ഉണ്ടാവും. ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ ഒരു സ്പേം ഉണ്ടാവും. ആൻഡ് ദർ വിൽ ബി ആൻ ഓവം. ദിസ് ഈസ് എ ക്വിക്ക് റിവിഷൻ. ദിസ് ഈസ് നോട്ട് ആൻ MCQ ചലഞ്ച്. ദിസ് ഈസ് എ ക്വിക്ക് റിവിഷൻ. സ്പേം ഉണ്ടാവും, ഓവം ഉണ്ടാവും. ഓവം വിൽ ബി ഫ്യൂസിങ് ടുഗദർ. സ്പേം ആൻഡ് ഓവം വിൽ ബി ഫ്യൂസിങ് ടുഗദർ ആൻഡ് സൈഗോട്ട് വിൽ ബി ഫോംഡ്. ആൻഡ് എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ, സം ഓഫ് ദ ചില അനിമൽസ് ഈ സൈഗോട്ട് ഡെവലപ്പ് ചെയ്തിട്ട് embryo ആവും. സോ ഐ എം ജസ്റ്റ് ഡിവൈഡിങ് ഇൻ ടു ദാറ്റ് എംബ്രിയോ ഇൻ ടു 2 സ്റ്റേജസ്, റൈറ്റ്? 2 സ്റ്റേജസ് ആയിട്ട് എംബ്രിയോനെ ഡെവലപ്പ് ചെയ്യാണ്. സോ ആദ്യം ഫോം ചെയ്യുന്ന എംബ്രിയോ ഏർലി എംബ്രിയോ എന്ന് വിളിക്കാൻ പോവാണ്. ദർ വിൽ ബി ആദ്യം ഫോം ചെയ്യുന്ന കുറച്ച് എംബ്രിയോ ഉണ്ടാവും. സോ ചില അനിമൽസ് എന്ത് ചെയ്യും, ഈ ഏർലി എംബ്രിയോനെ ദാറ്റ് വിൽ ബി ട്രാൻസ്ഫേർഡ് ഇൻ ടു ദ എൻവിയോൺമെൻറ്റ്. ഒരു എൻവിയോൺമെൻറ്റിലേക്ക്, നമ്മുടെ പരിസരത്തിലേക്ക് നമ്മൾ പുറത്തേക്ക് വിടും. എങ്ങനെ പുറത്തേക്ക് വിടും എന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ അതിന് ചുറ്റും ഒരു ഷെല്ലൊക്കെ ഉണ്ടാക്കി, അതിനെ പ്രൊട്ടക്റ്റീവായിട്ട് ഒരു ഷെല്ലൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു മുട്ട എഗ്ഗ് ഫോം ചെയ്യും.
ലൈക്ക് ആക്ച്വലി മുട്ടയിടുന്ന ഓർഗാനിസംസ്. അവർ ഏർലി എംബ്രിയോനെ ഒരു ഷെല്ലൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു എഗ്ഗിൻ്റെ ഫോമിൽ ഇതിനെ പുറത്തേക്ക് ഇടും. സോ ഇങ്ങനത്തെ ഓർഗാനിസത്തിന് വിളിക്കുന്ന പേരാണെന്ത്? ഓവി പാരസ് അനിമൽസ് എന്ന് വിളിക്കും. ഓവി പാരസ് അനിമൽസ് എന്ന് വിളിക്കും. സോ അവരെന്ത് ചെയ്യില്ല, നമ്മുടെ ഈ ഏർലി എംബ്രിയോനെ പ്രൊട്ടക്ട് ചെയ്യാനോ അവരുടെ ബോഡിയുടെ ഉള്ളിൽ റീറ്റെയിൻ ചെയ്യാനോ ഒന്നും അവർ ശ്രമിക്കില്ല. അവർ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഒരു സൈഗോട്ട് വരെ ബോഡിയുടെ ഉള്ളിൽ ഫോം ചെയ്യും. ബോഡിയുടെ ഉള്ളിൽ ഫോം ചെയ്ത് കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്യും, ഈ ഇതിനെ പുറത്തേക്ക് ഇടും. ദാറ്റ് ഈസ് ഓവി പാരസ്. ആൻഡ് ചില അനിമൽസ് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ഏർലി എംബ്രിയോനെ അവരുടെ ബോഡിയുടെ ഉള്ളിൽ വെച്ച് തന്നെ ഡെവലപ്പ് ചെയ്തിട്ട് ദേ വിൽ ബി ഫോമിങ് എ ലേറ്റ് എംബ്രിയോ. അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. ആൻഡ് എംബ്രിയോ വിൽ ഫുള്ളി മെച്ചുവേർഡ് ആവും. എംബ്രിയോ വിൽ ബി ഗെറ്റിംഗ് ഫുള്ളി മെച്ചുവേർഡ് ആവും. ഫുള്ളി മെച്ചുവേർഡ് എംബ്രിയോനെ പുറത്തേക്ക് ഇടും. അങ്ങനത്തെ അനിമൽസിനെ നമ്മൾ എന്ത് വിളിക്കും? വിവി പാരസ് എന്ന് വിളിക്കും. ആൻഡ് നമുക്കറിയാം ഹ്യൂമൻസ് എങ്ങനെയാണ്? ഹ്യൂമൻസ് ആർ വിവി പാരസ്. അതായത് ഫുള്ളായിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് വിവി പാരസ് ആയിട്ട് പുറത്തേക്ക് വിടുന്നതാണ് ആര്? ഹ്യൂമൻസ്. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളല്ലേ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഹ്യൂമൻസ് ഓവി പാരസ് ആണോ വിവി പാരസ് ആണോ എന്നുള്ളതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇവിടെ എന്താണ്? വിവി പാരസ് ആണ്. സോ നമ്മൾ സെക്ഷുവലി റീപ്രൊഡ്യൂസിംഗ് ആണ്, നമ്മൾ വിവി പാരസ് ആണ്. ആൻഡ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ്, തേർഡ് ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് നമ്മൾ ഡയറക്റ്റ് ഡെവലപ്മെന്റ് ഓർ ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് എവിടെ പഠിക്കുന്നതാണ്? അനിമൽ കിങ്ഡത്തിൽ പഠിക്കുന്നതാണ്. അനിമൽസിൻ്റെ ഒരു ക്യാരക്ടറാണ് ഡെവലപ്മെന്റ് എങ്ങനെയാണെന്നാണ്. സോ സ്ട്രൈറ്റ് അവേ വിത്തൗട്ട് ഒരു ലാർവേ ഒന്നും ഇല്ലാതെ നേരെ വലുതാവുന്നത്, ഹ്യൂമൻ ബേബി വലുതാവുന്നത് പോലെ. എങ്ങനെയാണ് ഹ്യൂമൻ ബേബി വലുതാവുന്നത്? ഒരു സ്മോൾ ബേബി ഉണ്ടാവും, ബേബി ഡയറക്ട്ലി ഗ്രോ ചെയ്യും. ദർ വിൽ ബി ഗ്രോത്ത് ഓഫ് ദ ബേബി വിൽ ബി ഒക്കറിംഗ് ആൻഡ് ബേബി വിൽ ബിക്കം ആൻ അഡൾട്ട്. ബേബി ഡയറക്ട്ലി ഗ്രോ ചെയ്തിട്ട് അഡൾട്ടായി വരും. സോ ദിസ് ഈസ് ദ നോൺ ആസ് ഡയറക്റ്റ് ഡെവലപ്മെന്റ്. ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നതാണ് ഡയറക്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറയാം. പക്ഷേ ഇൻ കേസ് ഓഫ് എ ബട്ടർഫ്ലൈ നമുക്കറിയാം അല്ലേ, ആദ്യം ഒരു ലാർവയാണ് ഉണ്ടാവുക. ആ ലാർവ എന്ത് ചെയ്യും? ലാർവേ പോയിട്ട് പ്യൂപ്പേ ആവും. റൈറ്റ്, യു നോ ദാറ്റ് തിങ്. ലാർവേ വിൽ ബി ഗോയിങ് പ്യൂപ്പേ ആൻഡ് പ്യൂപ്പേ വിൽ ബി ഗോയിങ് ഇൻ ടു ആൻ അഡൾട്ട്. അത് ഒറ്റയടിക്ക് വളർന്നിട്ട് അഡൾട്ട് ആവുകയല്ല ചെയ്യുക, അതിന് ഒരു ഇൻഡയറക്റ്റ് സ്റ്റേജസ് ആണ്, ഡിഫറെൻറ്റ് സ്റ്റേജസ് ഉണ്ടാവും. സോ ദിസ് കൈൻഡ് ഓഫ് ഡെവലപ്മെന്റ് ഇൻ കേസ് ഓഫ് എ ബട്ടർഫ്ലൈൻ്റെ കാര്യത്തിലുള്ള പോലെ തന്നെയാണ് നമ്മൾ പറയുക ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് എന്ന് വിളിക്കുക. സോ ഹ്യൂമൻ്റെ കാര്യത്തിൽ എന്തുണ്ട്? ഡയറക്റ്റ് ഡെവലപ്മെന്റ് ഉണ്ട്. സോ നമുക്കറിയാം, ഇതൊക്കെ നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളാണ്. സോ മൈ ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് ഹൗ ദീസ് ക്യാരക്ടേഴ്സ് ഡെവലപ്ഡ് ഇൻ ഹ്യൂമൻ. അതാണ് ക്വസ്റ്റ്യൻ. ഈ ഒരു ക്യാരക്ടേഴ്സൊക്കെ, അതായത് ഞാൻ പറയുകയാണെങ്കിൽ ഒരു ക്യാരക്ടറും കൂടി ഞാൻ ആഡ് ചെയ്ത് തരാം. സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഫെർട്ടിലൈസേഷൻ നടക്കണം. ഫെർട്ടിലൈസേഷൻ ഇൻ ഹ്യൂമൻസിൽ നടക്കുന്നത് എവിടെയാണ്? ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ് നടക്കുന്നത്. ഇന്റേണൽ ഫെർട്ടിലൈസേഷന് ശേഷം ഹ്യൂമൻ ആ സൈഗോട്ടിനെ നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ തന്നെ വെച്ച് ഡെവലപ്പ് ചെയ്തിട്ട് ഒരു എംബ്രിയോ ഫുള്ളി മെച്ചുവേർഡ് ആയിട്ടുള്ള എംബ്രിയോനെ പുറത്തേക്ക് വിടുന്നുണ്ട്. ഹ്യൂമൻസ് ആർ വിവി പാരസ് ആണ്. റൈറ്റ്, യു നോ ദാറ്റ് തിങ്. റൈറ്റ്. ആൻഡ് ഹ്യൂമൻസ് ആർ ഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ്. സോ ഈ ഒരു സാധനങ്ങളെ എങ്ങനെയാണ് ഹ്യൂമൻസിൽ ഡെവലപ്പായി വന്നത്? ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ എങ്ങനെയാണ് ഡെവലപ്പായി വന്നത്? സോ ദിസ് ഈസ് ദ ആക്ച്വൽ ലോജിക് ഓഫ് റീപ്രൊഡക്ഷൻ. ഇതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. സോ നോക്ക്, എങ്ങനെയാണ് ഈ ക്യാരക്ടേഴ്സ് ഡെവലപ്പായി വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ദിസ് ഈസ് ദ സ്റ്റോറി ഹിയർ. ദാറ്റ് ഈസ് ദ സ്റ്റോറി ഓഫ് റീപ്രൊഡക്ഷൻ എവല്യൂഷൻ. നിങ്ങൾ ബേസിക്കലി മനസ്സിലാക്കിയിരിക്കുക, ഇതെല്ലാം ഇവോൾവ് ചെയ്തു വന്നതാണ്. ഇതെല്ലാം എങ്ങനെ വന്നതാണ്? ഇവോൾവ് ചെയ്തു വന്നതാണ്. നമ്മുടെ ഫസ്റ്റ് ലൈഫ് ഫോം ഇൻ എർത്ത്, നമ്മുടെ എർത്തിൽ, നമ്മുടെ ഭൂമിയിൽ ആദ്യം ഉണ്ടായിരുന്ന ലൈഫ് ഫോമിൽ ഇതുപോലെ അല്ല റീപ്രൊഡക്ഷൻ ഉണ്ടായിരുന്നത്. ദാറ്റ് ഈസ് വെരി ബേസിക് റീപ്രൊഡക്ഷൻ ആയിരുന്നു. പക്ഷെ അവിടെ നിന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മുടെ റീപ്രൊഡക്ഷൻ ഇങ്ങനെ ഇവോൾവ് ചെയ്തു വന്നതാണ്. സോ ഞാൻ ഇപ്പോൾ തരുന്ന ഐഡിയ നിങ്ങൾക്ക് ഇൻ ഫ്യൂച്ചർ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിലോ നെക്സ്റ്റ് ഇയറിൽ പഠിക്കുകയാണെങ്കിലോ ഒക്കെ നിങ്ങളുടെ മൈൻഡിൽ കീപ്പ് ചെയ്യേണ്ട ഒരു ഐഡിയ ആണ്. സോ ദിസ് ഈസ് ഓൾ എവല്യൂഷൻ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ നമുക്കറിയാൻ പറ്റും, ഫസ്റ്റ് ഫോം ചെയ്തിട്ടുള്ള ഓർഗാനിസം ദാറ്റ് വാസ് സിംപ്ലി ബാക്ടീരിയാസ് ആണ്. ഫസ്റ്റ് ആൻഡ് ബേസിക് ലിവിങ് ഓർഗാനിസംസ് ആർ ബാക്ടീരിയാസ്. നമുക്കറിയാലേ കിങ്ഡം മൊണിറ എന്ന് പറയുന്ന കിങ്ഡം. സോ ദിസ് ഈസ് ബാക്ടീരിയാസ്. ഈ ബാക്ടീരിയയുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് മില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ഇയേഴ്സിൻ്റെ എവല്യൂഷൻ കൊണ്ടാണ് ഹ്യൂമനിലേക്ക് എത്തിയിട്ടുള്ളത്, മാനിലേക്ക് എത്തിയിട്ടുള്ളത്. ആൻഡ് മാനിന് ഇപ്പോൾ ഉള്ള ഫീച്ചേഴ്സ്, ഞാൻ പറഞ്ഞ ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഡെവലപ്പ് ചെയ്തു വന്നതാണ്. ദാറ്റ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആയിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ബാക്ടീരിയ വാസ് ഹാവിങ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. ബാക്ടീരിയയിൽ ഉണ്ടായിരുന്ന അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ നിന്ന് സെക്ഷൽ റീപ്രൊഡക്ഷനിലേക്ക് ഡിഫറെൻറ്റ് സ്റ്റേജസിൽ പ്രോഗ്രസ് ചെയ്തു വന്നതാണ്. യു ഹൗ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് തിങ്. മനസ്സിലാവുന്നുണ്ടോ? അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്. സോ ഇതിൻ്റെ ഇടയിൽ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷനുള്ള അനിമൽസ് ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഇന്റേണൽ ഫെർട്ടിലൈസേഷനിലേക്ക് വന്നത്. ഇവിടെ നമ്മൾ വിവി പാരസ് ആണ്, ഹ്യൂമൻ എന്ന് പറയുന്ന ആൾ വിവി പാരസ് ആണ്. അപ്പോൾ അതിന് മുന്നേ ഓവി പാരസ് ആയിട്ടുള്ള ഓർഗാനിസംസ് ഉണ്ടായിരുന്നു. ആൻഡ് വി ആർ ഹാവിങ് ഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ്. സോ അതിൻ്റെ ഇടയിൽ ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് ഉള്ള ഓർഗാനിസംസ് ഉണ്ടായിരുന്നു. സോ ദിസ് ഈസ് ഓൾ ദ സ്റ്റോറി ഓഫ് എവല്യൂഷൻ ആണ്. സോ ഐ വിൽ ബി ടെല്ലിംഗ് ദ ഫസ്റ്റ് ലെസൺസ് ഓഫ് ദ സ്റ്റോറി ഓഫ് എവല്യൂഷൻ. ഈ താരത്തിലുള്ള തുടക്കത്തിലുള്ള കുറച്ച് ലെസൺസ് ആണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാൻ പോകുന്നത്. സോ ലൈക്ക് ആർ യു റെഡി? സോ നമ്മൾ അതിലേക്ക് അങ്ങോട്ട് ഇറങ്ങുകയാണ്. ഒരു ക്വിക്ക് റിവിഷൻ ആണ്. സോ നമ്മൾ തുടക്കത്തിലുള്ള ആ കാര്യത്തിലേക്ക് പോവാണ്. സോ നമുക്കറിയാം അല്ലേ, ടോട്ടൽ ബയോളജിക്കൽ വേൾഡിൽ എത്ര ഓർഗാനിസംസ് ഉണ്ട്? ബയോളജിക്കൽ വേൾഡ്, ഹൗ മെനി ഓർഗാനിസംസ് ആർ പ്രസൻറ്റ്? എത്ര ഓർഗാനിസംസ് ഉണ്ട്? ക്യാൻ യു ടെൽ മീ? ബയോളജിക്കൽ വേൾഡിൽ എത്ര ഓർഗാനിസംസ് ഉണ്ട് ടോട്ടൽ? ഹൗ മെനി ഓർഗാനിസംസ് ആർ ദെയർ?
സോ ഇത് NCERT-യിലുള്ള ആൻസർ ആട്ടോ. നിങ്ങൾ ആൻസർ എന്ന് പറഞ്ഞാൽ 1.7 to 1.8 മില്യൺ എന്നാണ് ആൻസർ. 1.8 to 1.8 മില്യൺ എന്നാണ് ആൻസർ. ഏത് ചാപ്റ്ററിലാണ് 1.7 to 1.8 മില്യൺ ആണ് ടോട്ടൽ ഓർഗാനിസത്തിൻ്റെ എണ്ണം എന്ന് പറയുന്നത്? നമ്മുടെ ഫസ്റ്റത്തെ ചാപ്റ്ററിൽ ലിവിംഗ് വേൾഡിൽ പറയുന്നുണ്ട് അല്ലേ? ഫസ്റ്റത്തെ ചാപ്റ്ററിൽ ലിവിംഗ് വേൾഡിൽ പറയുന്നുണ്ട്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ഓർഗാനിസം അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് സ്പീഷ്യസ് ഇൻ അവർ ലിവിംഗ് സിസ്റ്റം ഈസ് 1.7 to 1.8 മില്യൺ. യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. സോ ഇത്ര ഓർഗാനിസംസ് ഉണ്ട്. ഈ ഓർഗാനിസത്തിനെ നമ്മൾ പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ? സോ ഇത് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് R.H. വിറ്റാക്കറിൻ്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ്. റൈറ്റ്, യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. നമ്മൾ പറയാൻ പോകുന്നത് R.H. വിറ്റാക്കറിൻ്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ദാറ്റ് ഈസ് ഓൾ അബൌട്ട് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അതിൽ ഒന്നാമത്തെ ക്ലാസ് ആയിട്ട്, ഒന്നാമത്തെ കിങ്ഡം ആയിട്ട് നമ്മൾ തിരിച്ചിരിക്കുന്നത് ബാക്ടീരിയാസിനെയാണ്. വി വിൽ കോൾ ദിസ് ആസ് വാട്ട്? കിങ്ഡം മൊണീറ എന്ന് വിളിക്കും. കിങ്ഡം മൊണീറ എന്ന് വിളിക്കും. സോ എന്താണ് ഇതിൻ്റെ ബേസിക്സ്? നിങ്ങൾ നോക്ക്. രണ്ടാമത്തെ കിങ്ഡത്തിൽ നമ്മൾ വരുന്നത്, രണ്ടാമത്തെ കിങ്ഡത്തിൽ നമ്മൾ രണ്ടാമത്തെ കിങ്ഡം ദാ ഇവിടെയുണ്ട്. സോ യു ക്യാൻ സീ ദാറ്റ് തിങ്. രണ്ടാമത്തെ കിങ്ഡത്തിനെ നമ്മൾ വിളിക്കുന്നത് കിങ്ഡം പ്രൊട്ടിസ്റ്റ എന്ന് വിളിക്കും. വി വിൽ ബി കോളിംഗ് ഇറ്റ് ആസ് വാട്ട്? കിങ്ഡം പ്രൊട്ടിസ്റ്റ എന്ന് വിളിക്കും. മൂന്നാമത്തതിനെ വിളിക്കുന്ന പേര് കിങ്ഡം ഫഞ്ചൈ എന്നാണ്. ഞാൻ ഇതിലേക്ക് പോകുന്നില്ല, ഫംഗൈ എന്നാണ് വിളിക്കുക. നാലാമത്തേതെന്ന് പറഞ്ഞാൽ പ്ലാന്റ് ആണ്. കിങ്ഡം പ്ലാന്റേ എന്ന് വിളിക്കുന്ന കിങ്ഡം ആണിത്. ആൻഡ് അഞ്ചാമത്തേതാണ് കിങ്ഡം അനിമേലിയ. ആൻഡ് ഞാൻ ഈ പറയുന്ന ഹ്യൂമൻസ് ഉള്ളത് കിങ്ഡം അനിമേലിയ ആണ്. സോ നമ്മൾ ടോട്ടൽ 1.7 to 1.8 മില്യൺ ആൾക്കാരെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ തരത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. മൊണീറ ടു പ്രൊട്ടിസ്റ്റ ടു പ്ലാന്റേ ടു അനിമേലിയ. സോ ഈ ഒരു ഓർഡർ എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? നിങ്ങൾ നോക്കി. ഈ ഓർഡർ എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? മൊണീറയിൽ നിന്ന് ആണ് പ്രൊട്ടിസ്റ്റകൾ ഉണ്ടായത്. ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, മൊണീറകളിൽ നിന്ന്, അതായത് ബാക്ടീരിയകളിൽ നിന്ന് പ്രൊട്ടിസ്റ്റ വിഭാഗത്തിൽ വരുന്ന ഓർഗാനിസംസ് ഉണ്ടായി. പ്രൊട്ടിസ്റ്റയിൽ നിന്ന് ഫംഗൈകൾ ഉണ്ടായി. ഫംഗൈകളിൽ നിന്ന് പ്ലാന്റ്സ് ഉണ്ടായി. പ്ലാന്റ്സിൽ നിന്ന് അനിമൽസ് ഉണ്ടായി. സോ ദാറ്റ് ഈസ് ദാറ്റ് ഓർഡർ ദെയർ. സോ ആക്ച്വലി ഒന്നിൽ നിന്ന് ഒന്നിലേക്കല്ല, ഡൈവേർജന്റ് എവല്യൂഷൻ ആണ്. സോ അതിൻ്റെ ഡീറ്റെയിൽസിലേക്കല്ല ഞാൻ പോകുന്നത്. ഞാൻ നിങ്ങൾക്ക് ഒരു ബേസിക് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ തരാണ്. നമുക്ക് ലാസ്റ്റ് മിനിറ്റിലേക്ക് നിങ്ങൾക്ക് കുറച്ച് മാർക്കുകൾ സ്കോർ ചെയ്യണം അല്ലേ? ആ സ്കോർ ചെയ്യാനുള്ള ടിപ്പുകളാണ് നിങ്ങൾക്ക് ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നത്. സോ ഞാൻ ഈ പറയുന്നത് മൊണീറയാണ് ആദ്യം ഉണ്ടായത്. മൊണീറയുടെ ഉള്ളിൽ നിന്ന് പ്രൊട്ടിസ്റ്റ വന്നു. പ്രൊട്ടിസ്റ്റേൻ്റെ ഉള്ളിൽ നിന്ന് ഫംഗൈ വന്നു. ഫംഗൈൻ്റെ ഉള്ളിൽ നിന്ന് പ്ലാന്റേ വന്നു. പ്ലാന്റേൻ്റെ ഉള്ളിൽ നിന്ന് അനിമേലിയ വന്നു. ദിസ് ഈസ് ആൻ ഓർഡർ ദെയർ. സോ അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു, ആ തുടക്കത്തിലേ പറഞ്ഞു, എങ്ങനെയാണ് റീപ്രൊഡക്ഷൻ പോവുക? അനിമൽസിൽ എത്തുമ്പോൾ ദർ ഈസ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. അനിമൽസിൽ എത്തുമ്പോൾ ദർ ഈസ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് ഉണ്ടാവുക. നോക്ക്, സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് അനിമൽസിൽ ഏറ്റവും പ്രിഡോമിനൻ്റ് ആയിട്ടുള്ളത്. അനിമൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് റോൾ മോഡലായിട്ട് അല്ലെങ്കിൽ പ്രോട്ടോടൈപ്പ് ആയിട്ട് എടുക്കേണ്ട സാധനം എന്ന് പറഞ്ഞാൽ ഹ്യൂമൻസിനെ തന്നെയാണ്. ഹ്യൂമൻ ഈസ് ആൻ അനിമൽ. സോ അനിമൽസിൽ എങ്ങനെയാണെന്ന് നോക്കാം. സോ അങ്ങനെയാണെങ്കിൽ മൊണീറയിൽ എങ്ങനെയായിരിക്കും റീപ്രൊഡക്ഷൻ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, പെട്ടെന്ന് ആലോചിക്കുക, ക്വിക്കായിട്ട് ലോജിക്ക് വെച്ചിട്ട് ആലോചിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. അനിമൽസിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെങ്കിൽ മൊണീറയിൽ എങ്ങനെയായിരിക്കും റീപ്രൊഡക്ഷൻ ഉണ്ടാവുക? മൊണീറയിൽ ഡെഫിനറ്റ്ലി അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. അസെക്ഷൽ റീപ്രൊഡക്ഷൻ മൊണീറയിൽ ഉണ്ടാവുന്നത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആയിരിക്കും. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നോക്കിക്കോ, ഒരറ്റത്ത് സെക്ഷൽ റീപ്രൊഡക്ഷൻ, മറ്റേ അറ്റത്ത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. സോ വാട്ട് വിൽ ബി ദ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഇൻ പ്രൊട്ടിസ്റ്റ? നിങ്ങൾ നോക്കി, ജസ്റ്റ് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് ലോജിക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. വാട്ട് വിൽ ബി ദ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഇൻ പ്രൊട്ടിസ്റ്റ? ഡെഫിനറ്റ്ലി ഇതും ദാറ്റ് വിൽ ബി ഓൾസോ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആയിരിക്കും. പ്രിഡോമിനന്റ് മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ അസെക്ഷൽ ആയിരിക്കും. പക്ഷേ ഇവിടെ എത്തുമ്പോഴത്തേക്കും കുറച്ച് സെക്ഷൽ വരും, കുറച്ച് സെക്ഷൽ. അതായത് ഏറ്റവും കൂടുതൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഉള്ളത് അസെക്ഷൽ ആയിരിക്കും, കുറഞ്ഞ അളവിൽ സെക്ഷൽ വരും. ഫംഗയിലേക്ക് എത്തുമ്പോൾ എന്ത് പറ്റും? ഫംഗയിലേക്ക് എത്തുമ്പോഴത്തേക്കും 50% ആവും. 50% അസെക്ഷൽ, 50% സെക്ഷൽ. 50% അസെക്ഷൽ, 50% സെക്ഷൽ എന്നാവും. പ്ലാന്റിലേക്ക് എത്തുമ്പോഴത്തേക്കും ഒരു 75% എന്താവും? സെക്ഷുവലായി മാറും. ആൻഡ് ഒരു 25% മാത്രം അസെക്ഷുവലായി മാറും. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇതൊരു പാറ്റേണാണ്. ആൻഡ് അനിമൽസിലേക്ക് എത്തുമ്പോഴത്തേക്കും ഏകദേശം 100% സെക്ഷുവലായി മാറും. ജസ്റ്റ് നോക്ക്, സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഉണ്ടായിരുന്ന ഓർഗാനിസത്തിൽ നിന്ന് ഒരു പാറ്റേൺഡ് എവല്യൂഷനാണ്, ഒരു പാറ്റേൺഡ് എവല്യൂഷനിലാണ് അസെക്ഷുവൽ റീപ്രൊഡക്ഷനിലേക്ക് എത്തുന്നത്. സോ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു സ്ഥലമാണ് ഫംഗൈ എന്ന് പറയുന്ന സാധനം. ഫംഗൈയിൽ കാരണം ബോത്ത് സെക്ഷുവൽ ആൻഡ് അസെക്ഷുവൽ ആർ ഓക്കെ. സെക്ഷുവൽ ആൻഡ് അസെക്ഷലും ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ട് പഠിക്കാനുണ്ട്, ഈക്വൽ ഇമ്പോർട്ടൻസിൽ പഠിക്കാനുണ്ട്. പ്ലാന്റ്സിൽ എത്തുമ്പോഴത്തേക്കും കൂടുതലായിട്ട് നമുക്ക് സെക്ഷുവൽ ആണ് പഠിക്കാനുള്ളത്. പ്ലാന്റ്സിൽ എത്തുമ്പോഴത്തേക്കും കൂടുതലായിട്ട് സെക്ഷുവൽ ആണ് പഠിക്കാനുള്ളത്. അനിമൽസിൽ നമുക്ക് സെക്ഷുവൽ മാത്രമേ പഠിക്കാനുള്ളൂ. ആ സെക്ഷുവൽ പഠിക്കാനുള്ളത് ഒരേ ഒരു ഫൈലത്തിൽ മാത്രമേ ഉള്ളൂ, പോരിഫെറയിൽ മാത്രം. നിങ്ങൾ അവിടേക്കൊക്കെ നമുക്ക് എത്താൻ പറ്റുമെന്ന് വിചാരിക്കാൻ ക്വിക്ക് റിവിഷൻ തരാം. സോ ദിസ് ടോപ്പിക് ഈസ് ഓൾ ഇൻ വൺ റീപ്രൊഡക്ഷൻ. നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററിലെയും റീപ്രൊഡക്ഷനെ കോർത്തിണക്കിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ് തിങ്. സോ ദിസ് ഈസ് ഹൗ ദ റീപ്രൊഡക്ഷൻ ഈസ് ഗ്രോയിങ് ഓൺ. ഓക്കെ, സോ നമുക്ക് ഓരോന്നിലേക്ക് പോയി നോക്കാം. സോ ഒരുപാട് സമയം ഞാൻ ഇതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നില്ല. സോ ലെറ്റ് us ഡിസ്കസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ കിങ്ഡം മൊണീറ. ആൻഡ് ഐ എം ഒരിക്കൽ കൂടി ഞാൻ പറയാണ്, ഐ ആം സ്റ്റിക്കിംഗ് ഓൺ ടു NCERT ടെക്സ്റ്റ് ബുക്ക്. NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ഡയറക്ട്ലി സ്റ്റേറ്റ്മെൻറ്റുകളിലും സാധനങ്ങളിലാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. വേറെ ഒരു സാധനം പോലും ഡിസ്കസ് ചെയ്യുന്നില്ല. വേറെ ഒന്നും ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള സെൻറ്റൻസുകൾ മാത്രമേ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ, വേറെ സാധനങ്ങളൊന്നുമില്ല. ആൻഡ് ഓൾസോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് തിങ്. ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാനിരിക്കുമ്പോൾ എൻ്റെ കയ്യിൽ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി പോട്ടോ, എൻ്റെ കയ്യിൽ ഞാനിവിടെ NCERT ടെക്സ്റ്റ് ബുക്ക് തുറന്നു വെച്ചിട്ടായിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ NCERT ടെക്സ്റ്റ് ബുക്ക് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതെന്ന് അറിയോ?
എന്തിനു വേണ്ടിയിട്ടാണ് കാണിച്ചു തരുന്നത്? നിങ്ങളും ഇരിക്കുമ്പോൾ ഇതുപോലെ NCERT ടെക്സ്റ്റ് ബുക്ക് തുറന്നിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ആക്ച്വലി സാറ് ബുക്ക് നോക്കിയാൽ പഠിപ്പിക്കുന്നത്. അതാണ് ബുക്ക് നോക്കി തന്നെ പഠിപ്പിക്കണം. NCERT ടെക്സ്റ്റ് ബുക്കിലില്ലാത്ത ഒരു വരി പോലും പറയാൻ പാടില്ല ക്ലാസ്സിൽ. സോ അത്രയും പ്രിസൈസ് ആയിട്ട് പഠിപ്പിച്ച, കാരണം ബയോളജിൻ്റെ ഉള്ളിൽ 100% ക്വസ്റ്റ്യൻ വിൽ ബി NCERT. സോ ഇപ്പോഴും ഈ ലാസ്റ്റ് ടൈം റിവിഷനിൽ ആരെങ്കിലും നോട്ടുകൾ വായിക്കുന്നുണ്ടെങ്കിൽ നോട്ട് കീറി കളഞ്ഞോ, ഞാൻ അങ്ങനെ പറയുന്നത്, നോട്ട് കത്തിച്ച് കളഞ്ഞോ, നോട്ട് നിങ്ങൾക്ക് ഇനി വേണ്ട. നിങ്ങളെ റിവിഷൻ ലാസ്റ്റ് റൗണ്ട് എത്തി. ലാസ്റ്റ് റൗണ്ട് റിവിഷനിൽ ബയോളജിയിൽ നെവർ എവർ യൂസ് നോട്ട്സ്. ക്ലാസ് നോട്ട്സ് എന്ന് പറഞ്ഞ സാധനമേ നോക്കരുത്. NCERT മാത്രം വായിച്ചു നോക്കുക. NCERTയുടെ അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലും കുറിച്ചൊക്കെ പണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വായിക്കുക, ഇല്ലെങ്കിൽ അത് വായിക്കാൻ നിൽക്കണ്ട. ഓക്കെ, സോ അതല്ലാതെ വേറെ ഒരു സാധനം പോലും വായിക്കരുത്. NCERT മാത്രം വായിക്കണം. സോ അവർ ഫസ്റ്റ് കിങ്ഡം ഈസ് കമ്മിങ്, ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്? കിങ്ഡം മൊണീറ, റൈറ്റ്? ഫസ്റ്റ് കിങ്ഡം വരെയാണ്. ഫസ്റ്റ് കിങ്ഡം ഈസ് കിങ്ഡം മൊണീറ. മൊണീറയിൽ ആരാ ഉള്ളത്? മൊണീറയിൽ ദർ ഈസ് ഓൺലി ബാക്ടീരിയാസ്. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. ബേസിക്കലി പറയുകയാണെങ്കിൽ ഇതിനകത്ത് ബാക്ടീരിയ മാത്രമേ ഉള്ളൂ. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബാക്ടീരിയ, ഏർലിയർ ബാക്ടീരിയ, ആർക്കിയ ബാക്ടീരിയ മുതൽ യു ബാക്ടീരിയ എന്നൊക്കെ പറഞ്ഞിട്ട് അഡ്വാൻസ്ഡ് ബാക്ടീരിയ, ഏർലിയർ ബാക്ടീരിയ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തിരിക്കുന്നുണ്ട്. ഇതിനകത്ത് ബാക്ടീരിയ മാത്രമേ ഉള്ളൂ. സോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിനകത്ത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള റീപ്രൊഡക്ഷൻ മെത്തേഡാണ് ഉണ്ടാവുക. ഇതിനകത്ത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. ദർ ഈസ് ഓൺലി അസെക്ഷൽ റീപ്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. എക്സെപ്ഷൻ ഉണ്ട്, ഞാൻ എക്സെപ്ഷൻ പറയാം. പക്ഷേ ഇതിനകത്ത് എന്തുണ്ട്? അസെക്ഷൽ റീപ്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ, വേറെ സാധനങ്ങളേ ഉള്ളൂ. NCERTയിലെ ചില ചാപ്റ്റേഴ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ ടാക്ടിക്സും സാധനങ്ങളൊക്കെ നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യാം. ഞാനിപ്പോൾ പറയുന്നത് ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് കുറച്ച് സ്കോർ, നമ്മൾ ഇനീഷ്യലി കുറച്ച് ചാപ്റ്റേഴ്സ്, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, പ്ലാന്റ് കിങ്ഡം, അനിമൽ കിങ്ഡം പോലെയുള്ള സ്ഥലത്ത് നിന്ന് ഈസി ആയിട്ട് സ്കോർ ചെയ്യാനുള്ള റീപ്രൊഡക്ഷൻ റിലേറ്റഡ് സാധനങ്ങൾ ഈ ഒരു 1.5 മണിക്കൂറിൽ ഡിസ്കസ് ചെയ്യാൻ നോക്കാം, മാക്സിമം സ്പീഡിൽ പോയിട്ട് കേട്ടോ. സോ ബാക്കി ടെക്നിക്സ് സാധനങ്ങളൊക്കെ പിന്നെ പറയാം. എൻ്റെ കയ്യിൽ ഒരുപാട് ടെക്നിക്സ്, ഒരുപാട് സാധനങ്ങളുണ്ട്. പക്ഷേ നമുക്ക് ടൈം ഇല്ല മക്കളെ. നമ്മൾ ലാസ്റ്റ് റൗണ്ടാണ്, ക്വിക്കായിട്ട് റിവൈസ് ചെയ്യുക, ഏറ്റവും സ്പീഡ് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. സോ അസെക്ഷൽ റീപ്രൊഡക്ഷൻ മാത്രമേ നടക്കാം. സോ ഇവിടെ നോക്ക്, ഈ ഒരു ഫിഗർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ദിസ് ഈസ് ദ NCERT ഡയഗ്രാം ആണ്. വാട്ട് ഈസ് ദിസ് NCERT ഡയഗ്രാം? ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ കാരണം എന്താ വെച്ചാൽ ഈ നീറ്റ് എക്സാമിന് ക്വസ്റ്റ്യൻ ഇടുന്ന ആളുകൾ ചെയ്യുന്ന ഒരു പരിപാടി ഞാൻ കാണിച്ചു തരാം. അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ അവരൊരു എറേസർ എടുക്കും. എറേസർ എടുത്തിട്ട് അതിനത് ഇങ്ങനെ മാച്ച് കളയും. ഇവിടെയുള്ള ഒരു മാർക്കിങ്ങിനെ ഇങ്ങനെ മായ്ക്കും. ഇവിടെയുള്ള ഒരു മാർക്കിങ്ങിനെ മാച്ച് കളഞ്ഞിട്ട് അവരിവിടെ A എന്ന് മാർക്ക് ചെയ്യും. എന്നിട്ട് ദേ വിൽ ബി ആസ്കിങ് വാട്ട് ഈസ് A എന്ന് ചോദിക്കും. അവർ A എന്താണെന്ന് നമുക്ക് ഒരു ഐഡിയ പോലും കിട്ടില്ല. Aയിൽ സൈറ്റോപ്ലാസം, ന്യൂക്ലിയസ്, റൈബോസോം എന്നൊക്കെ ഓപ്ഷൻ വരും. പക്ഷേ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഈ ഞാനിവിടെ മാച്ച് കളഞ്ഞ A DNA ആണ്. സോ അതുകൊണ്ട് DNA എന്നുള്ള ആൻസർ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെയാണ് നീറ്റ് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാറ്. ഡയറക്റ്റ്ലി ഉള്ള എല്ലാ മാർക്കിങ്ങുകളും ചോദിക്കും. സോ ഇതിന് അടിയിലുണ്ടായിരുന്ന മാർക്കിംഗ് എന്തായിരുന്നു എന്നുള്ള കാര്യം ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? യെസ്, വെരി ഗുഡ്. ഇതിന് അടിയിലുണ്ടായിരുന്ന മാർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്? ബൈനറി ഫിഷൻ എന്നുള്ളതായിരുന്നു അല്ലേ? എന്തായിരുന്നു ഇതിൻ്റെ അടിയിലുണ്ടായിരുന്ന മാർക്കിംഗ്? എന്തായിരുന്നു? ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്? ബൈനറി ഫിഷൻ, അല്ലെങ്കിൽ ഡിവൈഡിങ് ബാക്ടീരിയം എന്നുള്ളതായിരുന്നു ഇതിൻ്റെ അടിയിൽ NCERTയിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന സാധനം. സോ നമുക്കറിയാൻ പറ്റും ബാക്ടീരിയ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യാന്ന്. വളരെ സിമ്പിൾ അല്ലേ? നമ്മൾ പണ്ട് പഠിച്ചതല്ലേ? എങ്ങനെയായിരുന്നു? ഒരു സിംഗിൾ ബാക്ടീരിയ എങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ബാക്ടീരിയ വിൽ ബി ഗ്രോയിങ് അല്ലേ? ബാക്ടീരിയ ഇങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവാൻ തുടങ്ങും. ആൻഡ് ബാക്ടീരിയ വിൽ ബി ഡിവൈഡിങ് ഇൻ ടു 2 ഡിഫറെൻറ്റ് ബാക്ടീരിയാസ്, 2 ഇതായിട്ട് മാറും. സോ ദിസ് ടൈപ്പ് ഓഫ് ഡിവിഷൻ ഈസ് സിംപ്ലി നോൺ ആസ് വാട്ട്? ബൈനറി ഫിഷൻ എന്നാണ് വിളിക്കുക. ദിസ് ഈസ് നോൺ ആസ് ബൈനറി ഫിഷൻ ആൻഡ് ദിസ് ഈസ് ദ മോസ്റ്റ് കോമൺ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഇൻ ബാക്ടീരിയ. മോസ്റ്റ് കോമൺ മെത്തേഡ് ഈസ് റീപ്രൊഡക്ഷൻ ഇൻ ബാക്ടീരിയ. കണ്ടോ? ഈ സ്റ്റേറ്റ്മെന്റുകൾ നിങ്ങൾ വായിച്ചോ? നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഇത് കണ്ടുപിടിച്ചോ. ഇത് കറക്റ്റ് NCERT സ്റ്റേറ്റ്മെന്റ് ആണ്. ഞാൻ NCERTയിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത സ്റ്റേറ്റ്മെന്റ് ആണ്. ബാക്ടീരിയ റീപ്രൊഡ്യൂസസ് മെയിൻലി ബൈ ഫിഷൻ. ദിസ് വാസ് 1 ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു, കഴിഞ്ഞ ഒരു വർഷത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ദ മോസ്റ്റ് കോമൺ മെത്തേഡ് ഓഫ് ബാക്ടീരിയൽ റീപ്രൊഡക്ഷൻ ഈസ്, വാട്ട് ഈസ് ദാറ്റ് തിങ്? ദ ആൻസർ ഈസ് ഫിഷൻ. ഫിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിട്ട് മുറിഞ്ഞു എന്നുള്ളതാണ്. മോസ്റ്റ് കോമൺ ബാക്ടീരിയ മെത്തേഡ് ഈസ് ഫിഷൻ ആണ്. NCERTയിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ദിസ് വാസ് എ പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഞാൻ കാണിച്ചു തരാം, എത്ര പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇതിനകത്ത് വേണമെങ്കിലും ഞാൻ കാണിച്ചു തരാം. ആൻഡ് ഇതിനകത്ത് സംഭവിക്കുന്ന ഒരു കാര്യം, ഈ ഫിഷൻ ആണ് ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് ബാക്ടീരിയയ്ക്ക് ഭയങ്കര ഫേവറബിൾ കണ്ടീഷനാണ്. സപ്പോസ് ഇഫ് അൺഫേവറബിൾ കണ്ടീഷൻ വരികയാണ്, അൺഫേവറബിൾ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥകൾ വരികയാണ്. സോ നമ്മളിപ്പോൾ ആലോചിച്ചു അഫ്ഗാനിസ്ഥാനിലെ മനുഷ്യന്മാർ ആ കാര്യം ആലോചിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ അൺഫേവറബിൾ കണ്ടീഷൻ. ഫേവറബിൾ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് ഫുഡ്, ആവശ്യത്തിന് എയർ, ആവശ്യത്തിന് സാധനങ്ങൾ, എല്ലാ ഫ്രീഡം ഒക്കെ ഉള്ള ഒരു കണ്ടീഷൻ, അതാണ് ഫേവറബിൾ. പക്ഷേ അതല്ലാത്ത യുദ്ധവും പരിപാടി സാധനങ്ങളൊക്കെ വരുന്ന ഒരു കണ്ടീഷൻ, അതിനാണ് അൺഫേവറബിൾ. അതുപോലെ ബാക്ടീരിയക്ക് ജീവിക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ വരികയാണെങ്കിൽ ബാക്ടീരിയ എന്ത് ചെയ്യുന്നു വെച്ചാൽ ബാക്ടീരിയ വിൽ ഫോം സ്പോർസ് എന്ന് പറഞ്ഞ സാധനം. സോ നിങ്ങൾ ഇത് ബേസിക്കലി മനസ്സിലാക്കിയിരിക്കണം എന്താണ് ഒരു സ്പോർ എന്ന് മനസ്സിലാക്കിയിരിക്കണം. സോ ഇതിനകത്ത് അവർ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ അവരുടെ DNA ജസ്റ്റ് ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കണം. അവരുടെ DNA എന്ത് ചെയ്യണം? DNA ഇങ്ങനെ ഭയങ്കര ചെറുതാക്കി എന്താക്കി വയ്ക്കും? ഭയങ്കര ചെറുതാക്കി കണ്ടൻസ് ചെയ്ത് വെക്കും. സോ ദാറ്റ് ഈസ് എ ജനറ്റിക് മെറ്റീരിയൽ. ഇതെന്ത് ചെയ്യും? ജനറ്റിക് മെറ്റീരിയൽ ഇങ്ങനെ ചെയ്യും. ഈ ജനറ്റിക് മെറ്റീരിയലിൻ്റെ ചുറ്റും എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നല്ലൊരു തിക്ക് വാൾ ഫോം ചെയ്യും. എന്ത് ഫോം ചെയ്യും? തിക്ക് വാൾ. ചെറിയ വാളല്ല, തിക്ക് വാൾ ഫോം ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ് തിക്ക് വാൾ ഫോം ചെയ്യുന്നത്? വൈ ദർ ഇസ് എ തിക്ക് വാൾ?
എന്തിനാണ് കട്ടിയുള്ള വാൾ ഫോം ചെയ്യുന്നത്? കട്ടിയുള്ള വാൾ ഫോം ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരൊരു കോട്ട കെട്ടുകയാണ്. അവരുടെ ജനറ്റിക് മെറ്റീരിയലിൻ്റെ ചുറ്റും അവരൊരു കോട്ട കെട്ടി വെക്കുക, ഭയങ്കര ഒരു ഫോർട്രസ് ബിൽഡ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? ചുറ്റും വരുന്ന അൺഫേവറബിൾ കണ്ടീഷൻസ് ഒന്നും ഇവരുടെ ജനറ്റിക് മെറ്റീരിയലിനെ അഫക്റ്റ് ചെയ്യരുത്. ദേ ഹാവ് ടു സർവൈവ്. അവർക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ജനറ്റിക് മെറ്റീരിയലിൻ്റെ ചുറ്റും അവരൊരു തിക്ക് വാള് ചെറ്റിയിട്ട് അങ്ങനെ വെക്കുകയാണ്. ആ ഒരു സാധനത്തിന് വിളിക്കുന്ന പേരാണ് സ്പോർ. നിങ്ങൾ കേട്ടോ? ഇനി അങ്ങോട്ട് കുറേ കിങ്ഡംസിൽ നമ്മൾ ഈ സാധനം ഡിസ്കസ് ചെയ്യാനുണ്ട്. വാട്ട് ഈസ് എ സ്പോർ എന്നുള്ളത് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇത് പറയുന്ന പേരാണ് സ്പോർ എന്ന് പറയും. ദാറ്റ് വിൽ ബി ഫോമിങ് എ സ്പോർ. സോ എപ്പോഴാണ് സ്പോർ ഒരാൾ സ്പോർ ഫോം ചെയ്യാന്ന് വെച്ചാൽ സ്പോർസ് വിൽ ബി ഫോംഡ് ഇൻ അൺഫേവറബിൾ കണ്ടീഷൻ. ആൻഡ് ഈ ഒരു തിക്ക് വാളുള്ളത് കൊണ്ട് എത്ര രീതിയിലുള്ള എതിർത്ത് പറയാൻ വേണ്ടിയുള്ള സാധനങ്ങൾ, ലൈക്ക് അസിഡിറ്റി കൂടാണ്, ടെമ്പറേച്ചർ കൂടാണ്, അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറയാണ്, വെള്ളം മൊത്തം നഷ്ടപ്പെടുകയാണ്, എന്തായാലും ഈ തിക്ക് വാളുള്ളതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ജനറ്റിക് മെറ്റീരിയലിന് അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ചുരുങ്ങിപ്പോയ ആ ഓർഗാനിസത്തിന് സർവൈവ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് ദ കണ്ടീഷൻ. ദിസ് ഈസ് നോൺ ആസ് വാട്ട്? സ്പോർ എന്ന് വിളിക്കും. ഇതാണ് സ്പോർ ഉണ്ടാവുക. സോ നോക്ക്, കിങ്ഡം മോണിറയിലെ NCERT എന്നുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്, ശ്രദ്ധിക്കേണ്ട സാധനമാണ്. നിങ്ങൾ നോക്കിയോ, സംടൈംസ് അണ്ടർ അൺഫേവറബിൾ കണ്ടീഷൻ ദേ പ്രൊഡ്യൂസ് സ്പോർസ്. അവർ സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യും. NCERT സ്റ്റേറ്റ്മെൻറ്റുകളാണ്, ഡയറക്റ്റ്ലി NCERT സ്റ്റേറ്റ്മെൻറ്റ് മാത്രം ഡിസ്കസ് ചെയ്യുകയാണേ. സോ ദേ ഓൾസോ പ്രൊഡ്യൂസ്ഡ് ബൈ എ ഷോർട്ട് സെക്ഷൽ റീപ്രൊഡക്ഷൻ. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. സോ ഞാൻ പറഞ്ഞു, മോണിറയിലെ ഏറ്റവും പ്രിഡോമിനൻ്റ്ലി കാണുന്നത് മെയിൻലി ബൈ ഫിഷൻ ആണ്, എസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണുള്ളത്. പക്ഷേ ബാക്ടീരിയ ഈസ് ഓൾസോ ഹാവിങ് എ ചെറിയ സെക്ഷൽ റീപ്രൊഡക്ഷൻ പോലത്തെ ഒരു സാധനം. ഓക്കെ, സോ വാട്ട് ഈസ് സെക്ഷൽ റീപ്രൊഡക്ഷൻ? നിങ്ങൾ പറഞ്ഞേ, സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ഇൻഡിവിജ്വൽസ് തമ്മിൽ ജനറ്റിക് മെറ്റീരിയലിനെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തിട്ടുള്ള സാധനമാണ്. സോ ബാക്ടീരിയ എങ്ങനെയാണ് ഈ സെക്ഷൽ റീപ്രൊഡക്ഷൻ ചെയ്യാമെന്നറിയാം. സോ ഞാൻ ഒരു ബാക്ടീരിയ എന്ന് വരയ്ക്കാം കേട്ടോ. സോ ജസ്റ്റ് ഒരു ബാക്ടീരിയ വരയ്ക്കുകയാണ്. ദിസ് ഈസ് ബാക്ടീരിയ നമ്പർ 1. സോ തൊട്ടപ്പുറത്ത് ബാക്ടീരിയ വേറൊരു ബാക്ടീരിയനെ കാണുകയാണ്. ഇതിൽ ആണും പെണ്ണൊന്നും ഇല്ല കേട്ടോ, രണ്ട് ബാക്ടീരിയ. ഞാൻ പറഞ്ഞില്ല ഏറ്റവും ചെറുതാണ്, ഇതിനകത്ത് ആണും പെണ്ണൊന്നും ഇല്ല, ഇതെല്ലാം ഒരുപോലത്തെ ആൾക്കാർ തന്നെയാണ്. ദർ ഇസ് നോ മെയിൽസ് ആൻഡ് ഫീമെയിൽസ്. സോ ഇതൊരു ബാക്ടീരിയ നമ്പർ 2 കാണുകയാണ്. സോ എന്ത് ചെയ്യാണ്? ബാക്ടീരിയ നമ്പർ 1 കുറച്ച് ജനറ്റിക് മെറ്റീരിയൽസ് ഉണ്ട്, DNA ഉണ്ട്. ബാക്ടീരിയ നമ്പർ 2 വേറെ കുറച്ച് ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്. സോ വാട്ട് ദേ വിൽ ബി ഫോമിങ് ഇസ് ദാറ്റ് തിങ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇവരുടെ ഉള്ളിൽ ദേ വിൽ ബി ഫോമിങ് ഒരു പ്രൊജക്ഷൻ ഇങ്ങനെ ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ വരും. വാട്ട് ഈസ് ദിസ് പ്രൊജക്ഷൻ ഈസ് നോൺ ആസ് പൈലൈ എന്ന് വിളിക്കും. ദിസ് ഈസ് നോൺ ആസ് വാട്ട്? പൈലൈ എന്ന് വിളിക്കും. ആൻഡ് നമുക്ക് ഈ എന്താ പറയുക, സെക്ഷൽ റീപ്രൊഡക്ഷന് വേണ്ടി ഫോം ചെയ്യുന്ന പൈലൈനെ വീൽ കോൾ ക്യാൻ സെക്സ് പൈലൈ എന്ന് വിളിക്കാൻ പറ്റും. വി ക്യാൻ കോൾ ഇറ്റ് സെക്സ് പൈലൈ എന്ന് വിളിക്കാൻ പറ്റും. ആൻഡ് വാട്ട് ഹാപ്പൻ ടു ദ സെക്സ് പൈലൈ എന്നറിയോ? സെക്സ് പൈലൈ പതുക്കെ നീണ്ട് പോയിട്ട് മറ്റേ ബാക്ടീരിയൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ആവും. യു ക്യാൻ സീ ദാറ്റ് തിങ്. സെക്കൻഡ് ബാക്ടീരിയൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ആവും. ഈ സെക്കൻഡ് ബാക്ടീരിയൻ്റെ ഉള്ളിലേക്ക് ഈ സെക്സ് പൈലേ പോയി ഇൻസേർട്ട് ആയി കഴിഞ്ഞാൽ ദർ ഇസ് എ ട്യൂബ് പോലെ ഈ രണ്ട് ബാക്ടീരിയകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ആവും. സോ എന്ത് ചെയ്യും? ഇതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഈ ഒരു ജനറ്റിക് മെറ്റീരിയൽ പതുക്കെ രണ്ടാമത്തെ ബാക്ടീരിയൻ്റെ ഉള്ളിലേക്ക് കടക്കും. അത് കഴിഞ്ഞതിന് ശേഷം എന്ത് സംഭവിക്കും? അതിന് കഴിഞ്ഞതിന് ശേഷം ഈ സെക്സ് പൈല ഡിറ്റാച്ച് ആയി പോകും. സോ നോക്ക്, ഒരു ബാക്ടീരിയയിൽ ഉണ്ടായിരുന്ന ജനറ്റിക് മെറ്റീരിയൽ അടുത്ത ബാക്ടീരിയയിലേക്ക് എത്തി. കണ്ടോ? സോ ഇങ്ങനെ ബാക്ടീരിയ ചെയ്യുന്ന ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് കോൺജുഗേഷൻ. ദിസ് ഈസ് നോൺ ആസ് വാട്ട്? കോൺജുഗേഷൻ. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ദിസ് ഈസ് നോൺ ആസ് കോൺജുഗേഷൻ. കോൺജുഗേഷൻ ഒക്കേഴ്സ് ത്രൂ സെക്സ് പൈലേ ആണ്. സോ ദിസ് ഈസ് എ മോഡ് ഓഫ്, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ദിസ് ഈസ് എ സാമ്പിൾ ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ബാക്ടീരിയ. മനസ്സിലാക്കിയിരിക്കുക, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം. ദിസ് ഈസ് ദ കോൺജുഗേഷൻ. റെഡി അല്ലേ? വെർ ഈസ് ബാക്ടീരിയ, അല്ലെങ്കിൽ മെയിൽ ബാക്ടീരിയ ഫീമെയിൽ ബാക്ടീരിയ എന്നൊന്നുമില്ല. ബാക്ടീരിയാസിന് ഒറ്റ ബാക്ടീരിയ ഉള്ളൂ. മെയിൽ ഫീമെയിലൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ബൈസെക്ഷൽ ആയിട്ട് ഡൈഷ്യസ് ആയിട്ടുള്ള ഓർഗാനിസംസ് വരുന്നത് അനിമൽ കിങ്ഡത്തിലാണ്, പ്ലാന്റ് കിങ്ഡത്തിലാണ്. അതിന് മുന്നേ അങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നില്ല. നമ്മൾ പറഞ്ഞുതരാം. പ്ലാന്റ്സ് എത്തി കഴിയുമ്പോഴത്തേക്കും പ്ലാന്റ്സിൽ ഞാനത് പറഞ്ഞുതരാം എവിടെ വെച്ചിട്ടാണെന്ന്. സോ ഇത് ഇവിടെ കാണാൻ പറ്റും. ബാക്ടീരിയൻ്റെ റീപ്രൊഡക്ഷൻ എന്താ? ബാക്ടീരിയൻ്റെ റീപ്രൊഡക്ഷൻ പറ കിങ്ഡം മോണിറ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. സോ ഇവിടെ എന്താ ചെയ്യുന്നത്? മെയിൻലി റീപ്രൊഡക്ഷൻ ബൈ ഫിഷൻ. അൺഫേവറബിൾ കണ്ടീഷനിൽ ദേ വിൽ ബി ഫോമിംഗ് സ്പോർസ്. ദേ ഓൾസോ ഫോം സെക്ഷൽ റീപ്രൊഡക്ഷൻ ബൈ അഡോപ്റ്റിംഗ് എ പ്രിമിറ്റീവ് ടൈപ്പ് ഓഫ് DNA ട്രാൻസ്ഫർ ഫ്രം വൺ ബാക്ടീരിയം ടു അതർ. NCERT പറയുന്നത് ഇതാണ്. ദ വേർഡ് ഈസ് കോൺജുഗേഷൻ. കോൺജുഗേഷൻ എന്ന് പറഞ്ഞ മെത്തേഡാണ് അവിടെ നടക്കുന്നത്. ഈ ഒരു സ്ലൈഡുകൾ ഞാൻ നിങ്ങൾക്ക് അവൈലബിൾ ആക്കി തരാം. പക്ഷേ ഒരു യൂസും ഇല്ല. NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള സെൻറ്റൻസ് തന്നെയാണ് കേട്ടോ. സോ സെക്കൻഡ് സ്ഥാനത്തിലേക്ക് പോകാം. കിങ്ഡം പ്രൊട്ടിസ്റ്റ. ക്യാൻ വി ഗോ ടു ദ കിങ്ഡം പ്രൊട്ടിസ്റ്റ? റെഡിയാണോ? കിങ്ഡം പ്രൊട്ടിസ്റ്റ. കിങ്ഡം മോണിറയിൽ ഞാൻ പറഞ്ഞു ഓർക്കാനുള്ള സാധനം കോൺജുഗേഷനാണ്. കിങ്ഡം പ്രൊട്ടിസ്റ്റയിലും ഓൾസോ ദർ വിൽ ബി മേജർ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഈസ് അസെക്ഷൽ തന്നെയാണ്. ദർ ഇസ് നോ ഡൗട്ട് ഇൻ ദാറ്റ് തിങ്. സംശയം വേണ്ട, അസെക്ഷൽ റീപ്രൊഡക്ഷൻ തന്നെയാണ് കിങ്ഡം പ്രൊട്ടിസ്റ്റയിലുള്ളത്. പക്ഷേ കിങ്ഡം പ്രൊട്ടിസ്റ്റ നമുക്കറിയാം ദർ വിൽ ബി ഡിവൈഡിങ് ഇൻ ടു 5 ഗ്രൂപ്പ്സ്. കിങ്ഡം പ്രൊട്ടിസ്റ്റനെ നമ്മൾ എത്രയായിട്ട് 5 ഗ്രൂപ്പുകളായി തിരിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ? ഏതൊക്കെയാണ് 5 ഗ്രൂപ്പുകൾ? ഇവിടെ നോക്കിക്കോ. നമ്മൾ NCERTയിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വെച്ചിട്ടുള്ള 5 ഗ്രൂപ്പുകളാണ്. സോ ഇത് NCERT നോക്കണം. ഒന്നാമത്തെ ഗ്രൂപ്പിൻ്റെ പേര് ക്രിസോഫൈറ്റ്സ്, രണ്ടാമത്തെ പേര്
ഡൈനോഫ്ലജെല്ലേറ്റ്സ്, മൂന്നാമത്തെ പേര് യുഗ്ലിനോയിഡ്സ്, നാലാമത്തെ പേര് സ്ലൈം മോൾസ് ആൻഡ് അഞ്ചാമത്തെ പേര് പ്രോട്ടോസോവൻസ്. 5 ആൾക്കാരായിട്ട് ക്രിസോഫൈറ്റ്സ്, ഡൈനോഫ്ലജെല്ലേറ്റ്സ്, യുഗ്ലിനോയിഡ്സ്, സ്ലൈം മോൾസ് ആൻഡ് പ്രോട്ടോസോവൻസ്, ഇങ്ങനെ 5 ഗ്രൂപ്പായിട്ടാണ് നമ്മൾ എന്തിനെ തിരിച്ചു വെച്ചിട്ടുള്ളത്? കിങ്ഡം പ്രൊട്ടിസ്റ്റയെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. കിങ്ഡം പ്രൊട്ടിസ്റ്റ ഇസ് ഡിവൈഡഡ് ഇൻ ടു ഈ 5 ഗ്രൂപ്പുകൾ. ആൻഡ് ഇതിനകത്ത് NCERT അവർ പറയുന്നുണ്ട് ദിസ് ഈസ് മെയിൻലി റീപ്രൊഡ്യൂസിംഗ് ബൈ അസെക്ഷൽ മീൻസ്. NCERT സ്റ്റേറ്റ്മെന്റ് ആണ് മെയിൻലി പ്രൊട്ടിസ്റ്റ റീപ്രൊഡ്യൂസിംഗ് ബൈ അസെക്ഷൽ മീൻസ്. ബട്ട് ഒരേ ഒരു സ്ഥലത്ത് ഒരാൾക്ക് ഇതിനകത്ത് എക്സെപ്ഷൻ, ഒരു എക്സ്ട്രാ സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട് അബൌട്ട് സ്ലൈം മോൾസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ സ്ലൈം മോൾസ്. സ്ലൈം മോൾസിനുള്ള എക്സാമ്പിൾ ആരായിരുന്നു? ഹു വാസ് ദ എക്സാമ്പിൾ ഫോർ ദ സ്ലൈം മോൾ? ദ പ്ലാസ്മോഡിയം എന്ന് പറഞ്ഞൊരു ഓർഗാൻസ് അല്ലേ. പ്ലാസ്മോഡിയത്തിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്ലാസ്മോഡിയം ആണ് സ്ലൈം മോൾസിനുള്ള എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പ്ലാസ്മോഡിയം എന്ത് ചെയ്യുന്നുണ്ട്? NCERT സ്റ്റേറ്റ്മെന്റ് നോക്കിക്കോ. യു ക്യാൻ റീഡ് ദാറ്റ് NCERT സ്റ്റേറ്റ്മെന്റ്. യു ക്യാൻ റീഡ് ദ NCERT സ്റ്റേറ്റ്മെന്റ്. NCERT പറഞ്ഞിട്ടുള്ള ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് പ്രൊട്ടിസ്റ്റ് റീപ്രൊഡ്യൂസ് അസെക്ഷലി ആൻഡ് സെക്ഷലി ബൈ എ പ്രോസസ് ഇൻവോൾവിംഗ് സെൽ ഫ്യൂഷൻ ആൻഡ് സൈഗോട്ട് ഫോർമേഷൻ. 2 ടൈപ്പ് ഉണ്ട്. അസെക്ഷൽ ആണ് മേജർ ടൈപ്പ്, ദിസ് ഈസ് ദ മൈനർ ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ. അതിനകത്ത് സെൽ ഫ്യൂഷനും സാധനങ്ങളൊക്കെ വരുന്നുണ്ട് എന്നുള്ള കാര്യം അവരവിടെ NCERT പറയുന്നുണ്ട്. ആൻഡ് അബൌട്ട് സ്ലൈം മോൾസ് നിങ്ങൾ നോക്ക്, ബാക്കി 4 ഗ്രൂപ്പിനെ പറ്റി റീപ്രൊഡക്ഷനിൽ ഒന്നും പറയുന്നില്ല. സിൻസ് ഇറ്റ് ഈസ് എ ക്ലാസ് ഓഫ് റീപ്രൊഡക്ഷൻ ഞാൻ ഇത് മാത്രം പറഞ്ഞു പോവാണ്. ഈ സ്ലൈം മോൾസ് എന്ന് പറയുന്ന സാധനങ്ങൾ ഡ്യൂറിങ് അൺഫേവറബിൾ കണ്ടീഷൻ, നോക്ക് അൺഫേവറബിൾ കണ്ടീഷൻ. സോ എവിടെയെങ്കിലും അൺഫേവറബിൾ കണ്ടീഷൻ നിങ്ങൾ ക്വസ്റ്റനിൽ കാണുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു വാക്കുണ്ട്, ദാറ്റ് ഈസ് സ്പോർ. എവിടെയെങ്കിലും അൺഫേവറബിൾ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? സ്പോറുകൾ ഫോം ചെയ്യും. ദ പ്ലാസ്മോഡിയം ഡിഫറൻഷിയേറ്റ് ആൻഡ് ഫോംസ് ഫ്രൂട്ടിംഗ് ബോഡീസ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഫ്രൂട്ടിംഗ് ബോഡീസ്. ഫ്രൂട്ടിംഗ് ബോഡീസ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഫ്രൂട്ടിംഗ് ബോഡീസ്, ഫ്രൂട്ട് ഉണ്ടാവുന്ന ബോഡി എന്ന് ആലോചിച്ചാൽ മതി. ഫ്രൂട്ട് ഉണ്ടാവുന്ന ബോഡി, പഴം ഉണ്ടാവുന്ന ബോഡി എന്ന് ആലോചിച്ചാൽ മതി. പക്ഷേ ഈ പ്ലാസ്മോഡിയത്തിൽ പഴം ഉണ്ടാവില്ല. പഴം ഉണ്ടാവുന്നത് പ്ലാന്റ്സിൽ മാത്രമാണ്. ഇവിടെ ഫ്രൂട്ടിംഗ് ബോഡീസിൽ അവരെന്ത് ചെയ്യാണ്? അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്പോർസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ നിങ്ങൾ ആലോചിച്ച് നോക്കുക, സ്ലൈം മോഡ്സ് അൺഫേവറബിൾ കണ്ടീഷനിൽ ഫ്രൂട്ടിംഗ് ബോഡീസ് ഉണ്ടാവും. അതുണ്ടായി കഴിഞ്ഞിട്ട് അതിൻ്റെ അറ്റത്ത് എന്ത് ചെയ്യും? സ്പോറുകൾ ഫോം ചെയ്യും. ഈ സ്പോർ പ്രോസസ് ട്രൂ വാൾസ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തിക്ക് വാൾസ് ആണ് സ്പോർട്സിന് ഉണ്ടാവുക. ആൻഡ് ദേ ആർ എക്സ്ട്രീംലി റെസിസ്റ്റൻറ്റ്. ഭയങ്കരമായിട്ട് നോക്ക് റെസിസ്റ്റൻറ്റ് ആൻഡ് സർവൈവ് ഫോർ മെനി ഇയേഴ്സ്. എത്ര വർഷം വേണമെങ്കിലും അത് ഒരു പ്രശ്നമില്ലാതെ നിൽക്കും. അൺഫേവറബിൾ കണ്ടീഷൻ ആണെങ്കിൽ മെനി ഇയേഴ്സിലേക്ക് അത് നിൽക്കും. അണ്ടർ അഡ്വേഴ്സ് കണ്ടീഷൻ ദീസ് സ്പോർസ് ആർ ഡിസ്പേസ്ഡ് ബൈ എയർ കറൻസ്. കാറ്റിൽ പറന്ന് നടക്കുന്ന രീതിയിലുണ്ടാവും. സോ ദിസ് ഈസ് ദാറ്റ് ഇമ്പോർട്ടൻസ് ഇയർ സ്ലൈം മോൾസിൻ്റെ റീപ്രൊഡക്ഷൻ. സോ ഇതും വൺ ഇയറിൽ ക്വസ്റ്റ്യൻ ആയിരുന്നു. അബൌട്ട് ഫ്രൂട്ടിംഗ് ബോഡി ആയിരുന്നു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. സ്ലൈം മോൾസ് എന്നുള്ള ക്വസ്റ്റ്യൻ, റീപ്രൊഡക്ഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ, അബൌട്ട് എന്താണ്? ഫ്രൂട്ടിംഗ് ബോഡീസ് ആണ്. ഫ്രൂട്ടിംഗ് ബോഡീസ് ആയിരുന്നു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. സോ യു ഹാവ് ടു റിമെമ്പർ ദിസ് തിങ്. ക്ലിയർ? സോ ഫസ്റ്റത്തെ 2 കിങ്ഡം നമ്മൾ കവർ ചെയ്തു. ദർ ഈസ് നോ മച്ച് പ്രശ്നങ്ങളില്ല. നമ്മൾ മൊണിറ കവർ ചെയ്തു. മൊണിറേൻ്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. മൊണിറയിൽ സെക്ഷൽ ഉണ്ട്. ഫിഷനെ പറ്റിയിട്ടാണ് കൂടുതൽ പഠിക്കാനുള്ളത്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് കോൺജുഗേഷനെ പറ്റിയിട്ടാണ്. പിന്നെ സ്പോർട്സിനെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്. ആൻഡ് പ്രൊട്ടിസ്റ്റയിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? ബേസിക്കലി അസെക്ഷൽ ആണ് എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഇൻ കേസ് ഓഫ് സ്ലൈം മോഡ്സിൽ 2 വാക്കുകൾ ഫ്രൂട്ടിംഗ് ബോഡി ആൻഡ് സ്പോർട്സ്, ഈ ഒരു കാര്യത്തിനെ പറ്റി മാത്രം പഠിക്കാനുണ്ട്. വേറെ ഒരു സാധനവും നമുക്ക് പഠിക്കാനില്ല. പക്ഷേ 3ാമത്തെ കിങ്ഡം, സോ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ 2ാമത്തെ ചാപ്റ്ററിൽ ഏറ്റവും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കിങ്ഡമാണ് കിങ്ഡം ഫഞ്ചൈ. റൈറ്റ്? എല്ലാവർക്കും കൺഫ്യൂസിംഗ് അല്ല. എനിക്ക് ഭയങ്കര കൺഫ്യൂസിംഗ് ആയിരുന്നു. ബേസിക്കലി പറയാം കേട്ടോ, ഞാൻ പറയാലോ, ഞാൻ പഠിച്ചിരുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കിയ സ്ഥലമായിരുന്നു കിങ്ഡം ഫഞ്ചൈ. എനിക്ക് ഇന്നും അത് ശരിക്കും മനസ്സിലായിട്ടില്ല എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റും. കാരണം ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമുക്ക് ഒരുപാട് എക്സാമ്പിൾസും ഒരുപാട് സാധനങ്ങളൊക്കെ ആയിട്ടുണ്ടാവും. സോ യു ഹാവ് ടു ബി കെയർഫുൾ ബിക്കോസ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വെരി ഹൈ ചാൻസ് ഈ 2ാമത്തെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിലെ VIP ടോപ്പിക്കാണ് കിങ്ഡം ഫംഗൈ. ആ കിങ്ഡം ഫംഗൈയിലെ ഏറ്റവും VIP ടോപ്പിക്കാണ് റീപ്രൊഡക്ഷൻ ഓഫ് ഫംഗൈ. ഫംഗൈൻ്റെ റീപ്രൊഡക്ഷൻ എങ്ങനെയാണ് ഫംഗൈൻ്റെ റീപ്രൊഡക്ഷൻ നടക്കുക എന്നുള്ള കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കണേ. സോ ഇതിനകത്ത് എന്താ പറയുക, ഫംഗൈൻ്റെ റീപ്രൊഡക്ഷൻ പറയുമ്പോൾ അതിനേക്ക് മുന്നേ ജസ്റ്റ് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ NCERT പറഞ്ഞിട്ടുള്ള അതേ കാര്യങ്ങളിലേക്ക് പോവാണ്. റീപ്രൊഡക്ഷൻ ഫംഗൈ ക്യാൻ ടേക്ക് പ്ലേസ് ബൈ വെജിറ്റേറ്റീവ് മീൻസ്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഇസ് അനദർ ടൈം ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. അസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ വേറൊരു പേരാണ് വെജിറ്റേറ്റീവ് മീൻസ്. നിങ്ങൾ NCERT വായിച്ച് നോക്കുക. NCERT വായിച്ച് നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവും കേട്ടോ. ഒട്ടും ഈ ഒരു സെഷൻ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾക്ക് ഫംഗൈൽ ഡൗട്ട് ഉണ്ടാവില്ല. ഡെഫിനറ്റ്ലി ഫംഗൈൻ്റെ റീപ്രൊഡക്ഷൻ നമ്മൾ ക്ലിയർ ചെയ്ത് പോകും. ഓക്കെ, സോ ഈ അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന 2 മെത്തേഡ്സ് ആണ്. ഒന്ന് ഫ്രാഗ്മെൻറ്റേഷൻ, ഫിഷൻ ആൻഡ് ബഡ്ഡിങ്. ഓക്കെ, അസെക്ഷൽ റീപ്രൊഡക്ഷന് 3 മെത്തേഡ്സ് ആണ്. ജനറലി പറയുകയാണ്, എല്ലാ ഫംഗസിനെ പറ്റി പറയുകയാണ്. ഫ്രാഗ്മെൻറ്റേഷൻ, ഫിഷൻ ആൻഡ് ബഡ്ഡിങ്. സോ നമ്മൾ ജസ്റ്റ് ഫംഗൈൻ്റെ ഫ്രാഗ്മെൻറ്റേഷനെ പറ്റിയിട്ട് ഞാനൊന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. സോ നമ്മൾ നോക്കി നോക്ക്, ഫംഗൈ എന്ന് പറഞ്ഞ സാധനം ദാറ്റ് ഈസ് ദ ഫിലമെൻ്റസ് സ്ട്രക്ചറാണ്. ഈ ഫിലമെൻ്റസ് സ്ട്രക്ചർ എന്ന് പറയുന്ന പേരെന്താണ്? ദാറ്റ് ഈസ് നോൺ ആസ് ഹൈഫേ എന്ന് വിളിക്കും അല്ലേ? ഹൈഫേ എന്നാണ് വിളിക്കുക. ഫിലമെൻ്റസ്, ഒരു ഫിലമെൻറ്റിൻ്റെ പറയുന്ന പേരാണ് ഹൈഫേ എന്ന് വിളിക്കും. ഇങ്ങനെ കുറേ ഫിലമെൻറ്റുകൾ ചേർന്ന് കഴിഞ്ഞാൽ, മൾട്ടിപ്പിൾ ഫിലമെൻറ്റ്, കുറേ ഹൈഫകൾ ഇങ്ങനെ ചേർന്ന് കഴിഞ്ഞാൽ വി വിൽ ബി കോളിംഗ് ഇറ്റ് ആസ് മൈസീലിയം
മൈസീലിയം എന്ന് വിളിക്കും. വിൽ ബി കോളിംഗ് ഇറ്റ് ആസ് വാട്ട് മൈസീലിയം എന്ന് വിളിക്കും. കുറേ ഹൈഫകൾ കൂടി ചേർന്നിട്ടുള്ള ബോഡിനെയാണ് മൈസീലിയം എന്ന് വിളിക്കുക. സോ ഹൈഫ ഉണ്ട്, ഹൈഫ 2 ടൈപ്പ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഹൈഫകൾ കൂടി ചേർന്നിട്ട് എന്തുണ്ടാവും? മൈസീലിയം ഉണ്ടാവും. ഹൈഫകൾ കൂടി ചേർന്നിട്ടുണ്ടാവും മൈസീലിയം ഫോം ചെയ്യും. ഇസ് ദാറ്റ് ക്ലിയർ? റെഡി അല്ലേ ആലോചിച്ച് നോക്ക്. സോ ഹൈഫകൾ കൂടി ചേർന്നിട്ട് മൈസീലിയം ഉണ്ടാകും. ദിസ് ഈസ് ഓക്കെ. ആൻഡ് ഇവർക്ക് എങ്ങനെ ഫ്രാഗ്മെന്റേഷൻ നടക്കുന്നു വെച്ചാൽ, സോ ഈ ഒരു ഹൈഫ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഹൈഫ ഇങ്ങനെ പൊട്ടും. 1 2 3 4 കഷ്ണമായിട്ട് പൊട്ടി. ഇപ്പോൾ നോക്ക് 1 പീസ്, രണ്ടാമത്തെ പീസ്, മൂന്നാമത്തെ പീസ്, നാലാമത്തെ പീസ്, 4 പീസായിട്ട് പൊട്ടും. ആൻഡ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഈ ഓരോ പീസും ഓരോ പുതിയ ഹൈഫയായി മാറും. ഓരോ പീസും ഓരോ പുതിയ, ഇനീഷ്യലി ഒറ്റ ഹൈഫ ഉണ്ടായിരുന്നുള്ളൂ. ആ ഹൈഫ ഇത് H1 ഒന്നാമത്തെ ഹൈഫ, ഇത് രണ്ടാമത്തെ ഹൈഫ, ഇത് മൂന്നാമത്തെ ഹൈഫ, നാലാമത്തെ ഹൈഫ. നമുക്കൊരു ഹൈഫ എന്ന് പറഞ്ഞ സ്റ്റുഡൻറ്റ് ഉണ്ട് അല്ലേ, അവൾ വിചാരിക്കുന്നുണ്ട് ഇവളെ പറ്റിയിട്ടാണ് പറയുന്നത്. അതല്ല, ഇത് വേറെ ഹൈഫ. സോ ദിസ് ഈസ് എന്താണ്? ഹൈഫയാണ് ഇതിൻ്റെ ഏറ്റവും ബേസിക് യൂണിറ്റ്. ഒരു ഫിലമെൻ്റ് ആണ് ഉണ്ടാവുക, നാര് പോലെ ഉണ്ടാവുക. ഈ നാര് ഇങ്ങനെ പൊട്ടി പീസായിട്ട് അങ്ങ് പൊട്ടി പോകും. ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്? ഫ്രാഗ്മെൻറ്റേഷൻ. ഭയങ്കര സിമ്പിൾ അല്ലേ? അടുത്തത് നോക്കിക്കോ, രണ്ടാമത്തെ നോക്കിക്കോ, ഫിഷൻ. രണ്ടാമത്തെ മെത്തേഡ് എന്താ? ഫിഷനിൽ എന്താ സംഭവിക്കുന്നത്? ഇതുപോലെ ഹൈഫ ഉണ്ടാവും, ഹൈഫ ഇങ്ങനെ രണ്ടായിട്ട് മുറിഞ്ഞു പോകും. ബാക്ടീരിയ മുറിയുന്ന പോലെ രണ്ടായിട്ട് അങ്ങ് മുറിയും. ദാറ്റ് ഈസ് നോൺ ആസ് ഫിഷൻ. സിമ്പിൾ ദാൻ ഒത്തിരി. ഇനി മൂന്നാമത്തെ മെത്തേഡ്, ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്? ബഡ്ഡിങ്. ബഡ്ഡിങ് എന്ന് പറഞ്ഞാൽ എങ്ങനെ മക്കളെ? നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ചെറിയൊരു ബഡ് ഫോം ചെയ്യും, ബഡ്ഡിങ്ങനെ വളരും. അവസാനം ബഡ് ഒരു വലിയൊരു ഹൈഫയായി മാറിയതിന് ശേഷം എന്ത് ചെയ്യും? ബഡ് ഇവിടെ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് മാറിയിട്ട് അതൊരു സെപ്പറേറ്റ് ഹൈഫയായിട്ട് മാറും. ദാറ്റ് ഈസ് നോൺ ആസ് ബഡ്ഡിങ്. സിമ്പിൾ അല്ലേ? ദിസ് ഈസ് ഓക്കെ. സോ ഹൈഫ എന്താണ്? മൈസീലിയം എന്താണ്? ഈ 3 ടൈപ്പ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്താണ്? ഇത്ര കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. മാൻഡേറ്ററി ആണ്, നിർബന്ധമാണ്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട സാധനമാണ്. ഓക്കെ അല്ലേ? റെഡി അല്ലേ? ലൈക്ക് ഇൻ ബ്രെഡ് മൗൾഡ്. എക്സാക്ട്ലി അതാണ് സാധനം. സോ ഇതാണ് റീപ്രൊഡക്ഷൻ ഇൻ ഫംഗൈ ക്യാൻ ബി ടേക്സ് പ്ലേസ് ബൈ വെജിറ്റേറ്റീവ് മീൻസ് ഫ്രാഗ്മെന്റേഷൻ, ഫിഷൻ ആൻഡ് ബഡ്ഡിങ്. 3 കാര്യങ്ങളാണ്. ആൻഡ് ഇതിനകത്ത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ, സോ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ബോഡി ഉപയോഗിച്ചിട്ടുള്ള റീപ്രൊഡക്ഷൻ ആണ്, ഒരു മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ്. ഫ്രാഗ്മെന്റേഷൻ, ഫിഷൻ, ബഡ്ഡിങ് ബോർഡാണ്. ആൻഡ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് നോൺ ആസ് സ്പോർസ് വഴിയാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുക. ആൻഡ് ഇതിന് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്പോർസ് ഉണ്ട്. ആ സ്പോർസിൻ്റെ പേര് കൊനിഡിയ, സ്പൊറാഞ്ചിയോഫോർസ് ആൻഡ് സൂസ്പോർസ് ആണ്. ഞാൻ അതിലേക്ക് വരാം, വെയിറ്റ് ചെയ്യുക. ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷനെ പറ്റിയിട്ട് പറയാനാണെങ്കിൽ ഇവിടെ 3 സ്റ്റെപ്സ് ഉണ്ട് ഫംഗയുടെ സെക്ഷൽ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ശ്രദ്ധിച്ച് നോക്കണേ. ഫംഗയുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ, ഫംഗ എങ്ങനെയാണ് സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുക? ഞാൻ പറഞ്ഞു നടുക്കിൽ, അതായത് ഒന്നാമത്തെയും രണ്ടാമത്തെയും കിങ്ഡം മൊണിറയും പ്രൊട്ടിസ്റ്റയും പ്രിഡോമിനൻ്റ്ലി ദേ ആർ സെക്ഷലി റീപ്രൊഡ്യൂസിങ് ആണ്. മൂന്നാമത്തത് ദാറ്റ് ഈസ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ഫംഗൈ, അവർക്ക് 50% സെക്ഷലും 50% അസെക്ഷൽ റീപ്രൊഡക്ഷനുമാണ് ഉള്ളത്. പകുതിയാണ്. പപ്പാതി സെക്ഷൽ, പപ്പാതി അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഉള്ള ആൾക്കാരാണ്. സോ ഇവർ അസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. ഫ്രാഗ്മെന്റേഷൻ, ബഡ്ഡിങ്, ഫിഷൻ ആൻഡ് സ്പോർ ഫോർമേഷൻ, ഇതാണ് സാധനങ്ങൾ. ഇനി അങ്ങോട്ടേക്ക് ഇവർ സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഭയങ്കര സിമ്പിളാണ്. ഒരു ഹൈഫേ വരും. ദിസ് ഈസ് 1 ഹൈഫേ. ഒരു ഫംഗസിൻ്റെ ഒരു ഹൈഫയാണ് കേട്ടോ. സോ ഒരു ഹൈഫയാണ്. ഇതിൻ്റെ ഉള്ളിൽ ന്യൂക്ലിയസ് ഉണ്ടായിരുന്നു. ഞാൻ ഒരൊറ്റ ന്യൂക്ലിയസ് മാത്രമേ വരയ്ക്കുന്നുള്ളൂ. സോ ഇതിനകത്ത് ഒരുപാട് ന്യൂക്ലിയസ് ഉള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്, പക്ഷേ ഞാൻ ഒരൊറ്റ ന്യൂക്ലിയസ് മാത്രമേ വരയ്ക്കുന്നുള്ളൂ. ഇതാണ് ഹൈഫേ നമ്പർ 1, ഒന്നാമത്തെ ഹൈഫയാണ്. ഇനി രണ്ടാമത് വേറൊരു ഹൈഫേ വരും, രണ്ടാമതൊരു ഹൈഫേ വരും. സോ ദിസ് ഈസ് ദ സെക്കൻഡ് ഹൈഫേ. രണ്ടാമത്തെ ഹൈഫേ വന്നു. ദിസ് ഈസ് ഹൈഫേ നമ്പർ 2. ദിസ് ഈസ് ദാറ്റ് തിങ്. ഓക്കെ, സോ ഇവർ രണ്ടുപേരും വന്നു. ഇനി സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഇവരെന്ത് ചെയ്യണം? വാട്ട് ദേ ഹൗ ടു ഡു എന്താ ചെയ്യേണ്ടത്? ഇവർ രണ്ടുപേരും കൂടെ കൂടിച്ചേരണം അല്ലേ? ഒരുമിച്ചാവുന്ന സമയത്ത് നടക്കുന്ന ആദ്യത്തെ പ്രോസസ്സ് നിങ്ങൾ കണ്ടോട്ടോ. ഇവർ രണ്ടുപേരും കൂടെ ഒന്നിച്ചായി കഴിഞ്ഞിട്ട് പുതിയൊരു ഹൈഫേ ഫോം ചെയ്യുകയാണെങ്കിൽ അവരിങ്ങനെ പുതിയൊരു ഹൈഫേ ഫോം ചെയ്യും. പുതിയ ഹൈഫേ ഫോം ചെയ്യുന്ന സമയത്ത് ആദ്യം ഉണ്ടായിരുന്ന ഈ വയലറ്റ് ന്യൂക്ലിയസ് അവിടെ ഇങ്ങനെ കിടക്കും. ദർ വിൽ ബി ദാറ്റ് വയലറ്റ് ന്യൂക്ലിയസ്. ഇവിടെ ഒരു വയലറ്റ് ന്യൂക്ലിയസ് ഉണ്ടാവും. റെഡി? യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ഇനി രണ്ടാമത്തതിൽ നമ്മുടെ ഓറഞ്ച് ന്യൂക്ലിയസ് അതും അവിടെ തന്നെ കിടക്കും. സോ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താണ് കൂടിച്ചേർന്നത്? ഇവരുടെ ഉള്ളിലുണ്ടായിരുന്ന ഈ സൈറ്റോപ്ലാസം മാത്രമാണ് കൂടിച്ചേർന്നത്. നോക്ക്, ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന സൈറ്റോപ്ലാസവും ന്യൂക്ലിയസും ഉണ്ടല്ലോ. ഈ സൈറ്റോപ്ലാസം, ഞാൻ ഈ യെല്ലോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള സൈറ്റോപ്ലാസങ്ങൾ മാത്രമാണ് ഒന്നാമത്തെ സ്റ്റെപ്പിൽ കൂടിച്ചേർന്നത്. ഇവരുടെ റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഡിഫറെൻറ്റ് സ്റ്റെപ്പുകളിലൂടെയാണ്. ഒന്നാമത്തെ സ്റ്റെപ്പിൽ എന്ത് നടന്നു? ഒന്നാമത്തെ സ്റ്റെപ്പിൽ സൈറ്റോപ്ലാസങ്ങൾ മാത്രം കൂടിച്ചേർന്നു. സൈറ്റോപ്ലാസങ്ങൾ മാത്രം കൂടിച്ചേർന്നതിനെ വിളിക്കുന്ന പേരാണ് പ്ലാസ്മോഗമി. ഇവിടെ നോക്ക്, ഈ ഗമി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം കൂടിച്ചേരുക എന്നുള്ളതാണ്. പ്ലാസ്മോഗമി എന്ന് പറഞ്ഞാൽ സൈറ്റോപ്ലാസം കൂടിച്ചേർന്നു എന്നാണ്. പ്ലാസ്മോഗമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടോപ്ലാസം അല്ലെങ്കിൽ സൈറ്റോപ്ലാസങ്ങൾ കൂടിച്ചേർന്നു. പ്ലാസ്മോഗമി നടക്കും. റെഡിയാണോ? ഇനി ഇത് നോക്ക്, ഇതിനകത്ത് എത്ര ക്രോമസോം ഉണ്ടായിരുന്നു? ഇതിനകത്ത് n നമ്പർ ഓഫ് ക്രോമസോം ഉണ്ടാവും. ഇതിനകത്തും n നമ്പർ ഓഫ് ക്രോമസോം ഉണ്ടാവും. അതിനാണ് ഈ പ്ലാസ്മോഗമി കഴിഞ്ഞാൽ ഈ ബോഡിക്കകത്ത് എത്ര ഉണ്ടാവും? 2n നമ്പർ ഓഫ് ക്രോമസോം ഉണ്ടാവും. അപ്പോഴാണ് ഡിപ്ലോയിഡ് ആയത്. സോ ഇവനും ഹാപ്ലോയിഡ് ആയിരുന്നു. ഇവർ രണ്ടും കൂടെ ചേർന്നിട്ട് ഇവിടെ ഡിപ്ലോയിഡ് ആയിട്ടുണ്ട്. പ്ലാസ്മോഗമി കഴിഞ്ഞപ്പോൾ ഡിപ്ലോയിഡ് ആയിട്ടുണ്ട്. പക്ഷേ ന്യൂക്ലിയസുകൾ കൂടി ചേർന്നിട്ടില്ല. ന്യൂക്ലിയസ് ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. ഇനി അടുത്ത സ്റ്റേജ്, നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ? നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകുമ്പോൾ ഈ രണ്ട് ന്യൂക്ലിയസുകളും കൂടി ചേർന്നിട്ട് ദാറ്റ് വിൽ ഫോം എ സിംഗിൾ ന്യൂക്ലിയസ് ആയി മാറും. സോ ആ ഒരു പ്രോസസ്സിനെ, സിംഗിൾ ന്യൂക്ലിയസ് ആയി മാറുന്ന
ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് കാരിയോഗമി എന്ന് വിളിക്കും. കാരിയോഗമി. സോ നോക്ക്, ഞാൻ പറഞ്ഞു ഗമ്മി എന്ന് പറഞ്ഞ വാക്കിനർത്ഥം കൂടിച്ചേരുക എന്നുള്ളത്. കാരിയോ എന്ന് പറഞ്ഞാൽ എവിടെയാണെങ്കിലും ന്യൂക്ലിയസ് എന്നാണ്. കാരിയോ എന്ന് പറഞ്ഞാൽ എവിടെയാണെങ്കിലും എന്താണ്? ന്യൂക്ലിയസ് എന്നാണ്. നമ്മൾ ജനറ്റിക്സിൽ കാരിയോ ടൈപ്പിംഗ് പഠിക്കുന്നുണ്ട് അല്ലേ? സോ അതുപോലെ കാരിയോ ടൈപ്പിംഗ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിന്റെ ടൈപ്പ് കണ്ടുപിടിക്കുക എന്നല്ല. പ്രോ കാരിയോട്ട് എന്ന് പഠിക്കുന്നുണ്ട്, യു കാരിയോട്ട് എന്നുണ്ട്. പ്രോ എന്ന് പറഞ്ഞാൽ പ്രിമിറ്റീവ്, കാരിയോ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ്, പ്രിമിറ്റീവ് ന്യൂക്ലിയസ് ആണ്. കാരിയോഗമി എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിന്റെ കൂടിച്ചേരലാണ്. റെഡിയാണോ? സോ ദിസ് ഈസ് ഹൗ ദാറ്റ് ഇവർ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് വാട്ട് വിൽ ഹാപ്പൻ ഈസ് ദാറ്റ് തിങ്, ഈ ഒരു ഫോം ചെയ്യുന്ന സാധനം അല്ലേ. സോ ദ കാരിയോഗമി ചേർന്നിട്ട് ഇവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് ഡിപ്ലോയിഡ് ആണോ ഹാപ്ലോയിഡ് ആണോ? കാരിയോഗമി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദിസ് ഈസ് ഡിപ്ലോയിഡ് ഓർഗാനിസം. ദിസ് ഈസ് വാട്ട്? ഡിപ്ലോയിഡ് ഓർഗാനിസം ആണ്. ആൻഡ് ഈ ഓർഗാനിസം വാട്ട് ഇറ്റ് വിൽ ബി ഫോമിങ് ഈസ് ദാറ്റ് തിങ്, ഇതിൻ്റെ ഉള്ളിൽ ദേ വിൽ ബി അണ്ടർഗോയിങ് മിയോസിസ് നടക്കും. ഇതിൻ്റെ ഉള്ളിൽ എന്ത് നടക്കും? മിയോസിസ് നടക്കും. മിയോസിസ് നടന്നു കഴിഞ്ഞാൽ ദേ വിൽ ബി ഫോമിങ് വാട്ട്? ദേ വിൽ ബി ഫോമിങ് ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്പോർ ഉണ്ടാവും. ഹാപ്ലോയിഡ് സ്പോർ ഉണ്ടാവും. ദാറ്റ് വിൽ ബി ഫോമിങ് ഹാപ്ലോയിഡ് സ്പോർസ് ഉണ്ടാവും. സോ രണ്ട് സ്പോർ, കുഞ്ഞ് രണ്ട് സ്പോറായിട്ട് മാറും. ഈ രണ്ട് സ്പോറുകൾ എന്ത് ചെയ്യും? രണ്ട് പുതിയ ഹൈഫെ H1 ആൻഡ് H2 ആയിട്ട് ഡെവലപ്പ് ചെയ്യും. നോക്ക്, ആർ യു അണ്ടർസ്റ്റാൻഡിങ്? സോ ഇങ്ങോട്ട് നോക്ക്, ഇതാണ് ഇതിൻ്റെ നടക്കുന്നത്. സോ കാരിയോഗമി കഴിഞ്ഞിട്ടാണ് മിയോസിസ് നടക്കുന്നത്. മിക്കവാറും എല്ലാ സ്ഥലത്തും പ്ലാസ്മോഗമ്മിയും കാരിയോഗമ്മിയും ഒരുമിച്ച് നടക്കും. പ്ലാസ്മോഗമ്മി കഴിഞ്ഞ് തൊട്ടുടനെ കാരിയോഗമ്മി ചെയ്യും. കാരിയോഗമ്മി ചെയ്ത് കഴിഞ്ഞിട്ട് അവരുണ്ടാവുന്ന അതിൻ്റെ ഉള്ളിൽ പിന്നെ എന്ത് നടക്കും? മിയോസിസ് നടന്നു കഴിഞ്ഞിട്ട് ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറുകൾ ഫോം ചെയ്യുകയാണ് അവർ ചെയ്യുന്നത്. ഈസ് ദാറ്റ് ക്ലിയർ? ഇത്ര കാര്യങ്ങൾ ക്ലിയർ ആണോ നോക്ക്. ഇനി ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ പഠിക്കാനുള്ള ഒരൊറ്റ വാക്കിലേക്ക് ഞാൻ പറഞ്ഞോട്ടെ, ഒരൊറ്റ കാര്യങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ. സോ ഇതിനകത്ത് ഇവിടെ നോക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ചില ഫംഗസുകളിൽ അത് ഏത് ഫംഗസ് എന്നുള്ള കാര്യം നിങ്ങൾ NCERT നോക്കുക. NCERT നോക്കുമ്പോൾ NCERTയിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് എവിടെയാണ് ആ ഒരു സാധനം വരുന്നതെന്ന് അല്ലേ. സോ ചില ഫംഗസുകളിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഏതിലാണ് ചില ഫംഗസുകളിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ രണ്ട് ന്യൂക്ലിയസ് ഉള്ള ഈ സ്റ്റേജില്ലേ, പ്ലാസ്മോഗമ്മി കഴിഞ്ഞിട്ടുള്ള രണ്ട് ന്യൂക്ലിയസ് ഉള്ള ഈ സ്റ്റേജില്ലേ, ഈ സ്റ്റേജ് കുറേ കാലം പ്രിഡോമിനേറ്റ് ചെയ്ത് നിൽക്കും. സോ രണ്ട് ന്യൂക്ലിയസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഇവനെ എന്ത് വിളിക്കും? ഡൈ കാരിയോൺ എന്ന് വിളിക്കും. വി വിൽ ബി കോളിംഗ് ഇറ്റ് ആസ് വാട്ട്? ഡൈ കാരിയോൺ എന്ന് വിളിക്കും. ഈ ഡൈ കാരിയോൺ ഫേസ് എന്ന് പറഞ്ഞൊരു സാധനം ചില സ്ഥലങ്ങളിൽ ഉണ്ടാവും. സോ അതിനെയാണ് ഡൈ കാരിയോട്ടിക് ഫേസ് ഓഫ് ഫംഗൈ എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡൈ കാരിയോട്ടിക് ഫേസ് എന്ന് വിളിക്കും. സോ ദിസ് ഈസ് സീൻ ഇൻ അസ്കോമൈസൈറ്റ്സ്. ഞാൻ അതിലേക്ക് വരാം. അസ്കോമൈസൈറ്റ്സിലേക്കും ബസിഡിയോമൈസൈറ്റ്സിലും ഉള്ള രണ്ട് സ്റ്റേജാണ്. ബസിഡിയോമൈസൈറ്റ്സിലുള്ള രണ്ട് ക്ലാസ്സുകളാണ് കേട്ടോ. ഫംഗസിൻ്റെ രണ്ട് ക്ലാസ്സുകളാണ് അസ്കോമൈസൈറ്റ്സ് ആൻഡ് ബസിഡിയോമൈസൈറ്റ്സ്. ടോട്ടൽ ഫംഗസിന് 4 ഡിവിഷൻസ് ഉണ്ട്. അതിനകത്ത് നടുവിൽ 2 അസ്കോ ആൻഡ് ബസിഡിയോയിൽ ഡൈ കാരിയോട്ടിക് ഫേസ് ഉണ്ടാവും. കുറച്ച് സമയത്തിലേക്ക് ഇങ്ങനെ ഡൈ കാരിയോട്ടിക് ഫേസ് ഉണ്ടാവും. അതിനെ നമ്മൾ ഡൈ കാരിയോൺ എന്ന് വിളിക്കും. അതായത് ഈ ഫ്യൂഷൻ നടന്നു കഴിഞ്ഞിട്ട് രണ്ട് ന്യൂക്ലിയസ് ഉള്ള ഫേസിനെയാണ് നമ്മൾ ഡൈ കാരിയോൺ എന്ന് വിളിക്കുന്നത്. റെഡി അല്ലേ? അസ്കോമൈസൈറ്റ്സ് ആൻഡ് ബസിഡിയോമൈസൈറ്റ്സ് ആണ്. സോ ഇതാണ് ജനറൽ റീപ്രൊഡക്ഷൻ ഇൻ ഫംഗൈ. ഓക്കെ, സോ ഫംഗസിൻ്റെ റീപ്രൊഡക്ഷൻ ഒന്ന് ജനറലൈസ് ചെയ്തേ പെട്ടെന്ന് പറഞ്ഞേ. നമ്മൾക്ക് ആ ഡൗട്ടുകൾ, നമ്മുടെ കൺഫ്യൂഷൻസ് ഒഴിവാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഫംഗസ് റീപ്രൊഡക്ഷൻ. പെട്ടെന്ന് പറഞ്ഞോ ഫംഗസ് റീപ്രൊഡക്ഷൻ. ആര് പറഞ്ഞു തരും? നിങ്ങൾക്ക് അറിയാവുന്ന നോക്കട്ടെ. ഫംഗസ് റീപ്രൊഡക്ഷൻ 2 തരത്തിൽ റീപ്രൊഡ്യൂസ് ചെയ്യും. എങ്ങനെയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുക? അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. രണ്ടും ഏകദേശം ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് ഫംഗസുകളിൽ വരുന്നത്. അസെക്ഷൽ റീപ്രൊഡക്ഷനകത്ത് വെജിറ്റേറ്റീവ് മെത്തേഡ്സ് ഉണ്ട്. അവരുടെ ബോഡി ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന വെജിറ്റേറ്റീവ് മെത്തേഡ്സ് 3 പഠിക്കാനുള്ളത്. ഫിഷൻ ഉണ്ട്, ഫ്രാഗ്മെൻറ്റേഷൻ ഉണ്ട് ഇല്ലേ? ഫിഷനുണ്ട്, ഫ്രാഗ്മെൻറ്റേഷൻ ഉണ്ട്, ബഡ്ഡിങ് ഉണ്ട്. ഫിഷനും ഫ്രാഗ്മെൻറ്റേഷനും ബഡ്ഡിങ്ങും ഉണ്ട്. പിന്നെ അവർ സ്പോറുകൾ ഫോം ചെയ്യും. സ്പോർ ഫോം ചെയ്തിട്ട് അതും അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. റെഡി? സെക്ഷുവലിലാണെങ്കിൽ എന്തുണ്ടാവും? അത് നമുക്കറിയാൻ പറ്റും. 2 ഹൈഫെ കൂടിച്ചേർന്നിട്ട് എന്തുണ്ടാവും? ആദ്യം പ്ലാസ്മോഗമ്മി നടക്കും. പ്ലാസ്മോഗമ്മി കഴിഞ്ഞിട്ട് കാരിയോഗമ്മി നടക്കും. പ്ലാസ്മോഗമ്മി നടന്നിട്ട് ന്യൂക്ലിയസുകൾ കൂടിച്ചേർന്ന ഫേസിനെ കാരിയോഗമ്മി നടക്കും. ഇത് കഴിഞ്ഞിട്ട് എന്ത് നടക്കും? മിയോസിസ് നടന്നിട്ട് ദാറ്റ് വിൽ ബി ഫോമിങ് സെക്ഷൽ സ്പോർസ് ഫോം ചെയ്യും. ഈ സ്പോർ വിൽ ബി ഫോമിങ് ഇൻ ടു നെക്സ്റ്റ് ഹൈഫെ ആയിട്ട് മാറും. ദിസ് ഈസ് എ സെക്ഷൽ റീപ്രൊഡക്ഷൻ. ആൻഡ് ഇതിനകത്ത് ഓർത്തിരിക്കേണ്ട ഒരു വാക്ക്, പ്ലാസ്മോഗമ്മിക്കും കാരിയോഗമ്മിക്കും ഇടയ്ക്ക് 2 ന്യൂക്ലിയസ് ഉള്ള സ്റ്റേജ് ഉണ്ടാവും. ദാറ്റ് ഈസ് നോൺ ആസ് ഡൈകാരിയോൺ. വെരി ഇമ്പോർട്ടൻറ്റ്. പ്രസന്റ് ഇൻ നടുവിലത്തെ 2 സ്റ്റേജുകളിൽ ദാറ്റ് ഈസ് അസ്കോമൈസൈറ്റ്സ് ആൻഡ് ബസിഡിയോമൈസൈറ്റ്സ്. അസ്കോമൈസൈറ്റ്സിലും ബസിഡിയോമൈസൈറ്റ്സിലും ഉണ്ടാവുക. സോ ദിസ് ഈസ് ജനറൽ ഓഫ് ഫംഗൽ റീപ്രൊഡക്ഷൻ. റെഡിയാണോ? ജനറൽ ഓഫ് ഫംഗൽ റീപ്രൊഡക്ഷൻ തീർക്കണം. ഇവിടെ കൊണ്ട് എന്താ പറയുക, കൺഫ്യൂഷൻ തീർക്കണം. ദിസ് ഈസ് ദ VIP ടോപ്പിക് ഫ്രം ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. നിങ്ങൾ എടുത്തോ, ബയോളജി ക്ലാസിഫിക്കേഷൻ എന്നുള്ള VIP ടോപ്പിക്കാണ്. ക്വസ്റ്റ്യൻ വന്നിരിക്കും. ധൈര്യമായിട്ടിരുന്നോ? സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് ഒക്കറിങ്, ദാറ്റ് ഈസ് ഹിയർ. ആൻഡ് നമ്മൾ ഇവരുടെ ഡിവിഷനിലേക്ക് പോവാണ്. സോ എങ്ങനെയാണ് ഫംഗസുകളെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? ഫംഗസിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് 3 ആയിട്ടാണ്. ഫസ്റ്റത്തേതിനെ ഫൈക്കോമൈസൈറ്റ്സ് എന്ന് വിളിക്കും. ഫൈക്കോമൈസൈറ്റ്സ്. ഞാൻ മൈസൈറ്റ്സ് പറയുന്നില്ല. മൈസൈറ്റ്സ് ഞാൻ പറയുന്നില്ല, മൈസീലിയം എന്നുള്ള വാക്കിനാണ്. മൈസീലിയം ഉള്ള ആളുകളെ നമ്മൾ മൈസൈറ്റ്സ് എന്ന് വിളിക്കും. മൈസീലിയം ഉള്ള ആളുകളെ, ഫംഗസിൻ്റെ ബോഡീനെ വിളിക്കുന്ന പേരെന്താ? മൈസീലിയം ഉള്ള ആൾക്കാരെ നമ്മൾ എന്ത് വിളിക്കും? മൈസൈറ്റ് എന്ന് വിളിക്കും. ഓക്കെ, മൈസൈറ്റ്. സോ ഒന്നാമത്തെ ആളുടെ പേര് ഫൈക്കോമൈസൈറ്റ്സ് എന്നാണ്. രണ്ടാമത്തെ ആളുടെ പേര് എന്താണ്? വാട്ട് ഈസ് ദ സെക്കൻഡ് ആളുടെ പേര് എന്താണ്? അസ്കോമൈസൈറ്റ് എന്നാണ് വിളിക്കുക. മൈസൈറ്റ് എന്നാണ് വിളിക്കുക. മൂന്നാമത്തെ ആളുടെ പേര് ബസിഡിയോമൈസൈറ്റ്സ് എന്നാണ് വിളിക്കുക. അടുത്ത ആളുടെ പേര്
പേര് ഡ്യൂട്ടറോ എന്നാണ് വിളിക്കുക, ഡ്യൂട്ടറോമൈസൈറ്റ്സ് എന്നാണ് വിളിക്കുക. സോ എത്ര ക്ലാസ് ഉണ്ട് ഫംഗസിൽ മക്കളെ പറഞ്ഞേ? എത്ര ക്ലാസ് ഉണ്ട് ഫംഗസിൽ? 4 ക്ലാസ്സുകളാണ് ഉള്ളത്. ഫൈക്കോ, അസ്കോ, ബസിഡിയോ ആൻഡ് ഡ്യൂട്ടറോ. ഓർഡർ ഈസ് ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ ഹീ ഈസ് ദ പ്രിമിറ്റീവ് ഫംഗൈ, ഇതാണ് ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള ഫംഗസ്. ആൻഡ് ഹീ ഈസ് ദ അഡ്വാൻസ്ഡ് ഫംഗൈ, ഇതാണ് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫംഗസ്. നിങ്ങൾ സിമ്പിളായിട്ട് മനസ്സിലാക്കിയാൽ മതി. ഒരെണ്ണം എന്താണ് പ്രിമിറ്റീവ് ആണ്, അങ്ങോട്ട് അഡ്വാൻസ്ഡ് ആണ്. സോ പ്രിമിറ്റീവ് കഴിഞ്ഞിട്ട് അസ്കോ ആണ്, അസ്കോ കഴിഞ്ഞിട്ടാണ് ബെസിഡിയോ, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡ്യൂട്ടേറിയോയിലേക്ക് എത്തുന്നത്. അത് കഴിഞ്ഞിട്ടാണ് എന്തെന്നത് നമ്മൾ ഡ്യൂട്ടേറിയോ. അവരുടെ ഫീച്ചേഴ്സ് നോക്കിയിട്ടാണ് പറയുന്നത്, അവരുടെ ഫീച്ചേഴ്സ് നോക്കിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. സോ ഇവരിൽ ഓരോരുത്തരിലും റീപ്രൊഡക്ഷൻ എങ്ങനെ പോകുന്നു എന്നുള്ള കാര്യം, റീപ്രൊഡക്ഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു അഡ്വാൻസ്മെൻറ്റ് എങ്ങനെയാണ് വരിക എന്നുള്ള കാര്യം. സോ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക, കണക്ട് ചെയ്ത് പഠിക്കണം, കണക്ട് ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ നമ്മൾ ഓർത്തിരിക്കുകയുള്ളൂ. സോ ദിസ് ഈസ് എ സിമ്പിൾ സ്റ്റഡി മെത്തേഡ് ആട്ടോ, സ്റ്റഡി ട്രിക്കാണ്. എല്ലാം നമ്മൾ കണക്ട് ഓരോന്ന് ബൈ ഹാർട്ട് ചെയ്യുന്നതിന് പകരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യുക. സോ ഐ വിൽ ഗിവ് യു എ ടേബിൾ അറ്റ് ദ എൻഡ്. ഇതിൻ്റെ എൻഡിൽ നമ്മൾ ടേബിൾ തരാം. സോ ഭയങ്കര സിമ്പിളാണ്. സോ 2-3 ടേംസ് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. സോ ഫസ്റ്റ് ഐ എം ഗോയിങ് ടു ടേക്ക് അബൌട്ട് ദാറ്റ് ഫൈക്കോമൈസൈറ്റ്സിനെ പറ്റിയിട്ട് ആദ്യം പറയാൻ പോവാണ്. ഫൈക്കോമൈസൈറ്റ്സിൽ ഫസ്റ്റത്തെ സാധനം ദാറ്റ് ഈസ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. നമുക്കറിയാൻ പറ്റുമല്ലോ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഒരു മേജർ മെത്തേഡ് സ്പോർസ് ആണ്. സോ സ്പോർട്സിനെ പറ്റിയിട്ട് 2-3 വാക്കുകൾ ഞാനിവിടെ പറഞ്ഞോട്ടെ. സോ ഇവിടെ നോക്കൂ, ഒന്ന് സൂസ്പോർ എന്നൊരു വാക്കുണ്ട്, അപ്ലാനോസ്പോർ എന്നൊരു വാക്കുണ്ട്. സൂസ്പോർസ് ഉണ്ട്, അപ്ലാനോസ്പോർസ് ഉണ്ട്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 വാക്കുകളാണ്. സൂസ്പോർ, ഇവിടെ നോക്ക് മക്കളെ, സൂ എവിടെയൊക്കെ വാക്കുകൾ ഇട്ടുണ്ട്? സൂ എന്നൊരു വാക്ക്, സൂവോളജി എന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? നമ്മൾ അറിയുന്ന സാധനമാണ് സൂവോളജി. ഓളജി എന്ന് പറഞ്ഞ സ്റ്റഡിയാണ്. സൂ എന്ന് പറഞ്ഞാൽ എന്താണ്? സൂ എന്ന് പറഞ്ഞാൽ അനിമൽസ് ആണ്. നമുക്കറിയാം അനിമൽസിനെയൊക്കെ കീപ്പ് ചെയ്യുന്ന സ്ഥലം, മൃഗശാലയ്ക്കല്ലേ സൂ എന്ന് പറയുന്നത്. പക്ഷേ ആക്ച്വലി നിങ്ങൾ അനിമൽസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എവിടെയെങ്കിലും നിങ്ങൾ സൂ എന്ന് കാണുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈസ് ഇമ്പോർട്ടിങ് ദാറ്റ് അവരുടെ മൂവ്മെൻറ്റ് എന്നുള്ള ഒരു കാര്യത്തിനാണ് കാണിക്കുക. മൂവ്മെൻറ്റ്. സൂ എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് അർത്ഥം. സൂ എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. സൂ സ്പോർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് മോട്ടൈൽ സ്പോർ. എല്ലായിടത്തും ആലോചിച്ച് നോക്കിക്കോ. സൂ സ്പോർ എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യാൻ പറ്റുന്ന സ്പോറുകളാണ്. പറക്കാൻ പറ്റും. ഇവർക്ക് എന്താണ്ടാവും? ചെറിയ പറക്കാനുള്ള അപ്പാരറ്റസുകൾ ഇതിനകത്തുണ്ടാവും. ദാറ്റ് ഈസ് സൂ സ്പോർ. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ആൻഡ് അപ്ലാനോസ്പോർ എന്ന് പറഞ്ഞാൽ ദേ ആർ നോൺ മോട്ടൈൽ സ്പോർ. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കുകളാണ്, ഓർത്ത് വയ്ക്കുക. ആൻഡ് ദീസ് സ്പോർസ് ആർ എൻഡോജീനിയസ്ലി പ്രൊഡ്യൂസ്ഡ് ഇൻ സ്പൊറാഞ്ചിയം. ദിസ് ഈസ് ഓൾസോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ദേ ആർ പ്രൊഡ്യൂസ്ഡ് എൻഡോജീനിയസ്ലി ഇൻ സ്പൊറാഞ്ചിയം. സോ ഇവിടെ നോക്ക്, സ്പൊറാഞ്ചിയം എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? സ്പൊറാഞ്ചിയം എന്ന് പറഞ്ഞാൽ സ്പൊറാഞ്ചിയം ഈസ് സ്ട്രക്ചർ വിച്ച് ഈസ് ഫോമിങ് സ്പോം. ഈ ലൈക്ക് എന്താണ്, സ്പോർ ഫോം ചെയ്യുന്ന സ്ഥലമാണ്. സ്പോർ ഫോം ചെയ്യുന്ന സ്ഥലത്തിനാണ് സ്പൊറാഞ്ചിയം എന്ന് പറയുന്നത്. സോ സ്പൊറാഞ്ചിയത്തിൻ്റെ ഉള്ളിലാണ് ഈ സ്പോർസ് ഫോം ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഒരു ഡയഗ്രമാറ്റിക്കലി വരയ്ക്കുകയാണെങ്കിൽ ഈ ഒരു വട്ടം, ദിസ് ഈസ് എ സ്പൊറാഞ്ചിയം, ഇതൊരു സ്പൊറാഞ്ചിയം ആണെങ്കിൽ ഈ സ്പോർസ് ഇതിൻ്റെ ഉള്ളിൽ ഫോം ചെയ്യും. അതിനാണ് എൻഡോ എന്ന് പറയുക. ഇതിൻ്റെ ഉള്ളിലാണ് ഈ സ്പോർസ് ഫോം ചെയ്യുന്നത്. 2 ടൈപ്പ് സ്പോർസ് ഉണ്ട്. സൂ സ്പോർസ് ഉണ്ട്, എപ്ലാനോസ്പോർസ് ഉണ്ട്. സൂ സ്പോർസ് ഈസ് ദെയർ ആൻഡ് എപ്ലാനോസ്പോർസ് ഉണ്ട്. 2 ടൈപ്പ് ഉണ്ട്. സോ ദിസ് ഈസ് ദ സ്പൊറാഞ്ചിയത്തിൻ്റെ ഉള്ളിലാണ് ഇവർ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് വി വിൽ ബി കോളിംഗ് ദിസ് സ്പോർസ് ആസ് സ്പൊറാഞ്ചിയോഫോർ എന്ന് കൂടി വിളിക്കാറുണ്ട്. ദിസ് ഈസ് ഈ സ്പോറുകളെ വിളിക്കുന്ന വേറെ പേരാണ് സ്പൊറാഞ്ചിയോഫോർ എന്നുള്ള കാര്യം. സോ NCERT എന്നുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഞാൻ ഡയറക്റ്റ്ലി എടുത്തതാണ്. സോ ഇതിവിടെ നിൽക്കട്ടെ, ഇത് ഞാൻ എഴുതി തരാം കേട്ടോ. ആൻഡ് ഫൈക്കോമൈസൈറ്റിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ, ഞാൻ അസെക്ഷൽ കഴിഞ്ഞു. സെക്ഷൽ റീപ്രൊഡക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും ദർ ഇസ് എ സൈഗോസ്പോർ ഈസ് ഫോംഡ് ബൈ ഫ്യൂഷൻ ഓഫ് 2 ഗ്യാമേറ്റ്. ഇവർ 2 ഗ്യാമേറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യും. ഫൈക്കോമൈസൈറ്റ് എന്ത് ചെയ്യും? 2 ഗ്യാമേറ്റുകളെ പ്രൊഡ്യൂസ് ചെയ്യും. സോ സപ്പോസ് ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഗ്യാമേറ്റ് നമ്പർ 1 പ്രൊഡ്യൂസ് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ 2 ഗ്യാമേറ്റ് നമ്പർ 2, 2 ഗ്യാമേറ്റുകൾ ഒന്ന് കൂടി ചേർന്ന്. മെയിൽ ഗ്യാമേറ്റ് ഫീമെയിൽ ഗ്യാമേറ്റ് എന്നില്ല. കാരണം എന്താണ്? ഈ ഫംഗസിനകത്ത് മെയിൽ ഫംഗസ് ഫീമെയിൽ ഫംഗസ് എന്നില്ല. അതുകൊണ്ടാണ് ഗ്യാമേറ്റ് നമ്പർ 1 ആൻഡ് ഗ്യാമേറ്റ് നമ്പർ 2 ഇവർ 2 പേരും കൂടി ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തുണ്ടാക്കും? നമ്മൾ സാധാരണ അറിയാലോ സൈഗോട്ടാണ് ഫോം ചെയ്യുക എന്നുള്ള കാര്യം നമുക്കറിയാം. ഇവിടെ സൈഗോട്ടല്ല ഫോം ചെയ്യുന്നത്, സൈഗോട്ട് പോലത്തെ ഒരു സ്പോറാണ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് വിളിക്കും? സൈഗോസ്പോർ എന്ന് വിളിക്കും. വിൽ ബി കോളിംഗ് ഇറ്റ് ആസ് സൈഗോസ്പോർ. സോ മനസ്സിലാക്കുക, 2 സൈഗോസ്പോർ ഫോം ചെയ്യും. ഈ സൈഗോസ്പോർ വലുതായിട്ട് പുതിയൊരു ഫംഗസ് ആവും. സൈഗോസ്പോർ വലുതായിട്ട് എന്ത് ചെയ്യും? ഒരു ഫംഗസായി മാറും. സോ ഇതിനകത്ത് ഗ്യാമേറ്റ്സുകളെ പറ്റി പറയുന്നില്ല. ഗ്യാമേറ്റ് നമ്പർ 1 ആൻഡ് ഗ്യാമേറ്റ് നമ്പർ 2 ഇതിൽ 2 ടൈപ്പ് ഗ്യാമേറ്റ്സ് ആവാം. നോക്ക്. സോ രണ്ടും ഒരുപോലത്തെ ഗ്യാമേറ്റ്സ് ആവാം, സെയിം ഗ്യാമേറ്റ്സ് ആവാം. സെയിം ഗ്യാമേറ്റ്സ് ആണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? ഐസോഗ്യാമസ് എന്ന് വിളിക്കും. ഡിസ്സിമിലർ ഗ്യാമസ് ആണെങ്കിൽ, 2 ഡിഫറൻ്റ് ആണെങ്കിൽ 2 വാക്കുകളാണ്. ഐസോക്ക് പകരം അനൈസോ എന്ന് വിചാരിക്കും. ഇവിടെ നമ്മൾ എന്ന് വിളിക്കും, ഗ്യാമസ് എന്ന് വിളിക്കും. സോ ഇവിടെ കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് 2 വാക്കുകളാണ്. നിങ്ങൾ 2 കൃത്യമായിട്ട് മനസ്സിലാക്കിയിടണം. അനൈസോ എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ അർത്ഥമേ ഉള്ളൂ. ഐസോൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഐസോ എന്ന് പറഞ്ഞാൽ സിമിലർ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഐസോ സിമിലർ, എല്ലായിടത്തും ഐസോ സിമിലർ. അതിൻ്റെ അപ്പുറത്തൊരു എ ചേർത്ത് കഴിഞ്ഞാൽ അനൈസോ എന്ന് പറഞ്ഞാൽ ഡിസിമിലർ. സിമ്പിൾ അല്ലേ? ഐസോ എന്ന് പറഞ്ഞാൽ സിമിലർ ആണ്, ആൻഡ് ഐസോ എന്ന് പറഞ്ഞാൽ ഡിസ്സിമിലർ ആണ്. ഡിസ്സിമിലർ ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഇതിനകത്ത് ഡിസ്സിമിലർ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ കേട്ടോ. ഡിസ്സിമിലർ ആയിട്ടുള്ള 2 സ്പോറുകൾ വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് അനൈസോ. ആൻഡ് ഊഗ്യാമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. നമ്മൾ ഊജനസിസ് ഒക്കെ പഠിച്ചിട്ടില്ലേ? ഊജനസിസ്
ഊജനസിസ് പഠിച്ചിട്ടില്ലേ, ഊസൈറ്റ് പഠിച്ചിട്ടില്ലേ, എവിടെ പഠിച്ചിട്ടുണ്ട്, ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ പഠിച്ചിട്ടുണ്ട്. അതുപോലെയാണ് കാര്യങ്ങൾ ഉണ്ടാവുക. ഗ്യാമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ നോൺ മോട്ടൈൽ ആയിട്ടുള്ള ഓവം പോലത്തെ ഒരു സാധനം ഉണ്ടാവും, ഒരു എഗ്ഗ് ഉണ്ടാവും, ദർ വിൽ ബി ആൻ എഗ്ഗ് ഉണ്ടാവും, ടിപ്പിക്കലി പറയുകയാണെങ്കിൽ ദർ വിൽ ബി ആൻ എഗ്ഗ് ഉണ്ടാവും. ആൻഡ് ഒരു ചെറിയ മോട്ടൈൽ ആയിട്ടുള്ള ഒരു സ്പേം പോലത്തെ ഒരു സാധനം ഉണ്ടാവും. ആൻഡ് ഈ ചെറിയവൻ വന്നിട്ട് വലിയവനിൽ ഫ്യൂസ് ആവും. സോ ഈ ഒരു ടൈപ്പിനെയാണ് നമ്മൾ എന്ന് വിളിക്കുക ഗ്യാമസ് എന്ന് വിളിക്കുക. അതായത് ഹ്യൂമൻസിലുള്ള പോലെ ഇങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ ഗ്യാമസ് എന്ന് വിളിക്കുക. സോ ഗ്യാമസ് എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് അനൈസോ ആണ്. കാരണം നോക്ക്, രണ്ട് ഡിഫറെൻ്റ് അല്ലേ. നോക്ക്, ഒരാൾ ചെറുത്, ചെറിയ ആൾ മോട്ടൈൽ, രണ്ടാമത്തെ ആൾ വലുത്, വലിയ ആൾ നോൺ മോട്ടൈൽ, ഡിഫറെൻ്റ് ആണ്. സോ ദേ ആർ അനൈസോഗ്യാമസ്, ദേ ആർ വാട്ട് അനൈസോഗ്യാമസ്. പക്ഷേ ഒരു ഫീമെയിൽ അല്ലെങ്കിൽ ഒരെണ്ണം വലുത് നോൺ മോട്ടൈൽ, ഒരെണ്ണം ചെറുത് മോട്ടൈൽ, ആ ഒരു പെർട്ടിക്കുലർ ടൈപ്പിനെ വിളിക്കുന്ന പേരാണ് ഗ്യാമസ് എന്ന് വിളിക്കുന്നത്. ലൈക്ക് ഹ്യൂമൻസിലെ പോലെ നമ്മൾ ഊജനസിസും ഓവം ഒക്കെ ഓർത്തിരുന്നാൽ മതി. ഓവം പോലത്തെ ഒരാൾ, ഓവം നമുക്ക് ഹ്യൂമൻസിൽ അറിയാം, ഹ്യൂമൻസിൽ ഓവം മൂവ് ചെയ്യാത്ത സാധനമാണ്. സോ അതുപോലത്തെ ഉണ്ട്. സോ ഇതിനെയാണ് നമ്മൾ വിളിക്കുക എന്താ പറയുക ഗ്യാമസ് എന്ന് വിളിക്കുക. റെഡി അല്ലേ ഗൈസ്, റെഡി അല്ലേ നോക്ക്, രണ്ട് ടേംസ് നോക്കിയിരിക്കുക. ഫൈക്കോമൈസൈറ്റ്സിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ കാര്യങ്ങൾ ഇതാണ് ഉണ്ടാവുക. സോ ഞാൻ ഇതിൻ്റെ ലാസ്റ്റിലേക്ക് ഞാനൊരു ടേബിൾ ഉണ്ടാക്കുന്നുണ്ട്. സോ ഈ ടേബിളിലേക്ക് നമുക്ക് ആ കാര്യങ്ങൾ എഴുതി കൊടുക്കാം. സോ എങ്ങനെയായിരുന്നു ഫൈക്കോമൈറ്റ്സിൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻസ് എങ്ങനെയായിരുന്നു പറഞ്ഞോ? നമ്മളിപ്പോൾ പറഞ്ഞില്ലേ ഫൈക്കോമൈസൈറ്റ്സിൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻസ് ഇവിടെ പറഞ്ഞിട്ടില്ലേ? എങ്ങനെയാണ് നമ്മൾ പറഞ്ഞ അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ സൂ സ്പോർസ് ആൻഡ് എപ്ലാനോ സ്പോർസ് ഉണ്ടാവും, എൻഡോജനസ്ലി പ്രൊഡ്യൂസ്ഡ് ഇൻ സ്പൊറാഞ്ചിയം. ഓക്കെ, സോ ഈ സാധനങ്ങൾ ഞാൻ അങ്ങോട്ട് എഴുതാൻ പോവാണേ. ഞാനൊരു ടേബിൾ ഇവിടെ ഞാൻ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്, ആ ടേബിളിലേക്ക് എഴുതാൻ വേണ്ടി പോവാണ്. നിങ്ങളും ഇതുപോലൊരു ടേബിൾ നിങ്ങളുടെ ബുക്കിലേക്ക് വരച്ചോ, ഇപ്പം തന്നെ വരച്ചോ, നിങ്ങൾക്ക് കഴിയാൻ പറ്റും. അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് സ്പോറുകളാണുള്ളത്. ഒന്ന് സൂ സ്പോർ എന്ന് പറഞ്ഞാൽ മോട്ടയിലാണ്. രണ്ടാമത്തെ എപ്ലാനോസ്പോറാണ്. എപ്ലാനോസ്പോർ ഈസ് നോൺ മോട്ടൈൽ. സോ ഇത് നിങ്ങൾ നോക്കി വെക്കുക. സോ ദിസ് ഈസ് മോട്ടൈൽ സ്പേം, ദിസ് ഈസ് നോൺ മോട്ടൈൽ സ്പേം ആണ്. സോ ദിസ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ സ്പൊറാഞ്ചിയമാണ്. സ്പൊറാഞ്ചിയത്തിൻ്റെ ഉള്ളിലാണ് പ്രൊഡ്യൂസ് ചെയ്യുക. സോ ദിസ് ഈസ് നോൺ ആസ് സ്പൊറാഞ്ചിയോഫോംസ്. ഇത്ര മാത്രം എഴുതി വെച്ചാൽ മതി, കീ ഹോൾസ് മാത്രം. ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷനിൽ എങ്ങനെയാണ് നടക്കുക പറഞ്ഞോ? സൂ സ്പോർ ഫോം ചെയ്യും, സൂ സ്പോർ വരും. ആൻഡ് സൂ സ്പോർ ഈസ് ഫോംഡ് ബൈ രണ്ട് മെത്തേഡ്സിലുണ്ട്. ഐസോഗ്യാമസ് ഉണ്ട്, ഐസോഗ്യാമസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അനൈസോഗ്യാമസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പോറുകൾ ഫോം ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ഇതിൻ്റെ ഉള്ളിൽ അനൈസോഗ്യാമസിൻ്റെ ഉള്ളിലൊരു ടൈപ്പാണ് ഊഗ്യാമസ് ആയിട്ടുള്ള ടൈപ്പും ഉണ്ടാവാറുണ്ട്. ഊഗ്യാമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലുതൊന്ന് ചെറുതൊന്നാണ്. സോ ഇതവിടെ എഴുതി വെച്ചു, നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവും. അറ്റ് ദ എൻഡ് നമുക്ക് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സാധനം റെഡി ആവും. സോ ദിസ് ഈസ് ഇറ്റ്. ആൻഡ് സെക്കൻഡ് ക്ലാസ്സിലേക്ക് നമുക്ക് പോകാം. അസ്കോമൈസൈറ്റ്സ് കേട്ടോ. സോ അസ്കോമൈസൈറ്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ അസ്കോയും ബെസിഡിയോയും ഒരുപോലെയാണ് കേട്ടോ. നമുക്ക് എളുപ്പമാണ് അസ്കോയും ബെസിഡിയോയും പഠിക്കാൻ വേണ്ടിയിട്ട്. സോ ഫസ്റ്റ് തന്നെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഞാൻ പറഞ്ഞു, അസെക്ഷലും സെക്ഷലും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻ്റ്. എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഈ ലൈവിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇതായിരിക്കും, അസ്കോമൈസൈറ്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. സോ ഇവിടെ നോക്ക്, ഈ ഫംഗസിൻ്റെ റീപ്രൊഡക്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ സ്പോർസ് ആർ നോൺ ആസ് കൊനിഡിയ എന്നാണ് ഈ സ്പോർട്സിൻ്റെ പേര്. എന്താ വിളിക്കുക? കൊനിഡിയ. ഈ സ്പോർട്സിൻ്റെ പേര് കൊനിഡിയ സ്പോർട്സ് എന്നാണ് വിളിക്കുക. കൊനിഡിയ. ആൻഡ് പ്രൊഡ്യൂസ്ഡ് എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് എക്സോജീനിയസ്ലി ആൻഡ് സ്പെഷ്യൽ മൈസീലിയം കോൾഡ് കൊനിഡിയോഫോർ. അതായത് കൊനിഡിയ ഉണ്ടാക്കുന്ന മൈസീലിയം ഉണ്ട്. സോ ദാറ്റ് ഈസ് നോൺ ആസ് കൊനിഡിയോഫോർസ് എന്നാണ്. സോ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. സോ ഒരു മൈസീലിയം അല്ലെങ്കിൽ ഒരു ഹൈഫ ഉണ്ടാകും. ഈ ഹൈഫയുടെ പുറത്ത് എക്സ്റ്റേർണലി പുറത്തേക്ക് ഇങ്ങനെ പുറത്താണ് ഉണ്ടാവുക, ഒരു സ്ട്രക്ചറിൻ്റെ ഉള്ളിലല്ല ഉണ്ടാവുക, ഇങ്ങനെ ഉണ്ടായി വരും. സോ ഈ ഒരു ഇങ്ങനെ ഉണ്ടാവുന്ന ഈ സ്പോർട്സിനെ വിളിക്കുന്ന പേരെന്താ മക്കളെ? ഈ സ്പോർട്സിനെ വിളിക്കുന്ന പേര് കൊനിഡിയ എന്നാണ്. കൊനിഡിയ ഉണ്ടാക്കുന്ന ഈ ഒരു സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് കൊനിഡിയോഫോർ എന്ന് വിളിക്കും. ദിസ് ഈസ് നോൺ ആസ് കൊനിഡിയോഫോർ. ഈ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് കൊനിഡിയോഫോർ എന്ന് വിളിക്കും. അറിവ് അണ്ടർസ്റ്റാൻഡിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സാർ എക്സാമ്പിൾസ് വേണം. എക്സാമ്പിൾസിലേക്ക് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ അത് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുന്നതിനേക്കാൾ ഇപ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് റിവൈസ് ചെയ്ത് പഠിക്കുന്നതാണ്. സോ ജസ്റ്റ് ഐ എം സ്കിപ്പിംഗ് ദ എക്സാമ്പിൾ. ഞാൻ ഇതിൻ്റെ ഐഡിയ നിങ്ങൾക്ക് കൃത്യമായിട്ട് തരാമെന്ന് വിചാരിക്കുകയാണ്. എക്സാമ്പിൾസ് ആർക്കും വേണമെങ്കിലും പഠിക്കാൻ പറ്റും, പക്ഷേ ഐഡിയ കുറച്ചിട്ട് ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്ത് പോകുന്നതാണ് കുറച്ച് ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്. സോ കൊനിഡിയ എന്ത് ചെയ്യും? ഈ കൊനിഡിയ അതായത് ഈ ഓരോ സ്പോറും ഇവിടെ നിന്ന് പൊഴിഞ്ഞ് നിലത്തേക്ക് വീഴും. ഓരോന്ന് പൊഴിഞ്ഞ് നിലത്ത് വീണ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുതിയ ഒരു മൈസീലിയം ഉണ്ടായി വരും. ദാറ്റ് വിൽ ബി പ്രൊഡ്യൂസിങ് എ നെക്സ്റ്റ് മൈസീലിയം ഉണ്ടായി വരും. സോ ദിസ് ഈസ് ദ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ കേസ് ഓഫ് വാട്ട് അസ്കോമൈസൈറ്റ്സിൻ്റെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് ഇങ്ങനെ നടക്കുക. സോ എങ്ങനെയാണ് കൊനിഡിയ ഉണ്ടാവുക? കൊനിഡിയോഫോർ ആണ്, എക്സോജീനസ് ആണെന്നുള്ള കാര്യം. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ നിങ്ങൾക്ക് നെക്സ്റ്റ് ക്ലാസ് പഠിച്ചു തരാം. ബെസിഡിയോ പറഞ്ഞു തരാം. ബെസിഡിയോൻ്റെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ കണ്ടോ?
സോ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തില്ല സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ടാവാറില്ല എന്നുള്ളതാണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് നോട്ട് ഫൗണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ബെസിഡിയോമൈസൈറ്റ്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ ഇങ്ങോട്ട് വാ, നിങ്ങൾ നോക്കി ഇവിടെ എഴുതിക്കോ അസ്കോമൈസൈറ്റ്സിൽ നിങ്ങൾക്ക് എന്തുണ്ടാവും? കൊനിഡിയോസ്പോർസ് ആണ് ഉണ്ടാവുക. ഇതിൻ്റെ പേര് കൊനിഡിയ എന്നാണ്, കൊനിഡിയോസ്പോർസ് ആണ്. ബെസിഡിയോമൈസൈറ്റ്സിൽ നോട്ട് ഫൗണ്ട്, ഇങ്ങനൊരു സാധനം ഇല്ല. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് യൂഷ്വലി നോട്ട് ഫൗണ്ട് ആണ്, ഇങ്ങനൊരു സാധനം ഇല്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ ഇത് മാത്രം നിങ്ങൾ എഴുതി വയ്ക്കുക, മാത്രം എഴുതി വെച്ചിട്ട് മുന്നോട്ട് പോവുക. അടുത്തത് നോക്ക്, അടുത്ത എന്താണ്? അസ്കോമൈസൈറ്റ്സിൻ്റെ സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇതിനെ വിളിക്കുന്ന പേരാണ് അസ്കോമൈസൈറ്റ്സിനെ വിളിക്കുന്ന പേരാണ് അസ്കോസ്പോറുകൾ ഉണ്ടാവുകയാണ് ചെയ്യുക. പ്രൊഡ്യൂസ്ഡ് എൻഡോജീനിയസ്ലി ഇൻ സാക്ക് ലൈക്ക് അസ്കൈ. ഇതിന് സാക്ക് ലൈക്ക് അസ്കൈ, ഒരു എന്താ പറയുക, അസ്കോ എന്ന് പറയുന്നത് തന്നെ സാക്കിൻ്റെ ഒരു അർത്ഥാണ്. ഒരു ചാക്ക് പോലത്തെ ഒരു സാധനം ഉണ്ടാവും, അതിൻ്റെ ഉള്ളിലാണ് എന്തുണ്ടാവുന്നത്? അസ്കോസ്പോർസ് ഉണ്ടാവുന്നത്. ദീസ് അസ്കൈ ആർ അറേഞ്ച്ഡ് ഇൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രൂട്ടിംഗ് ബോഡീസ് കോൾഡ് അസ്കോ കാർപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉണ്ടാവുക. സോ ഭയങ്കര സിമ്പിളാണ്. ഇവർക്ക് എങ്ങനെ ഉണ്ടാവുക എന്ന് വെച്ചാൽ, നമ്മുടെ ഒരു മൈസീലിയം ഉണ്ടെങ്കിൽ, ഇതിൻ്റെ പുറത്ത് എന്തുണ്ടാവും? ഒരു സാക്ക് ഉണ്ടാവും. സാക്കിനെ വിളിക്കുന്ന പേരാണ് അസ്കൈ എന്ന് വിളിക്കും. ദിസ് ഈസ് ദ അസ്കൈ. അസ്കൈൻ്റെ ഉള്ളിൽ കുറച്ച് സ്പോർസ് ഫോം ചെയ്യും. ഇതിൻ്റെ ഉള്ളിലാണ് സ്പോർസ് ഫോം ചെയ്യുന്നത്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത് വിളിക്കുന്നത്? അസ്കോസ്പോർ എന്ന് വിളിക്കും. ദിസ് ഈസ് നോൺ ആസ് അസ്കോസ്പോർ. എന്ന് വിളിക്കും. ദിസ് ഈസ് നോൺ ആസ് അസ്കോസ്പോർ. എൻഡോജീനിയസ്ലി പ്രൊഡ്യൂസ്ഡ് അസ്കോസ്പോർസ് ആണ്. ഇങ്ങനെ അസ്കൈകൾ കുറേ അസ്കൈകൾ ഇങ്ങനെ കൂടി ചേർന്നിരിക്കുന്ന ഈ സ്ട്രക്ചർ, കുറേ സാക്കുകൾ ഇങ്ങനെ കൂടി ചേർന്നിരിക്കുന്ന ഈ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് അസ്കോ കാർപ്പ് എന്ന് വിളിക്കും. അസ്കോ കാർപ്പ്. സോ കാർപ്പ് എന്ന് പറയുന്ന വാക്കുകൾ നിങ്ങൾ എവിടെ പഠിച്ചിട്ടുള്ളത്? നമ്മൾ ഈ ഫ്രൂട്ടിൻ്റെ പാട്ടായിട്ട് മീസോ കാർപ്പ്, എൻഡോ കാർപ്പ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? എപ്പി കാർപ്പ്, മീസോ കാർപ്പ്, എൻഡോ കാർപ്പ് പഠിച്ചിട്ടില്ലേ? സോ അതുപോലത്തെ കാർപ്പ് എന്ന് പറഞ്ഞ ബോഡിയാണ്. സോ അസ്കൈകളുള്ള കാർപ്പിനെ നമ്മൾ അസ്കോ കാർപ്പ് എന്ന് വിളിക്കും. സോ നിങ്ങൾ ബേസിക്കലി ഇങ്ങനെ ആലോചിച്ച് നോക്കിക്കോ, അസ്കോ കാർപ്പ് ഉണ്ടാവും, ഇവർക്ക് അസ്കോ കാർപ്പിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും? അസ്കോ കാർപ്പിൻ്റെ ഉള്ളിൽ അസ്കൈകൾ ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും? അസ്കോസ്പോർ ഉണ്ടാവും. അസ്കോസ്പോർ ഫോം ചെയ്യും. സോ ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി നിങ്ങൾ നോക്കിക്കോട്ടോ, ഇങ്ങോട്ട് നോക്കിക്കോ, ഇതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞു തരാം. സോ ഈ ഒരു സാധനത്തിനകത്ത് നിങ്ങൾ നോക്കുക, ഈ കൊനിഡിയോസ്പോർ എങ്ങനെയായിരുന്നു പ്രൊഡ്യൂസ് ചെയ്യുന്നത്? കൊനിഡിയോസ്പോർ വാസ് പ്രൊഡ്യൂസ്ഡ് എക്സോജീനസ്ലി. ഇത് എക്സോജീനസ്ലി പുറത്ത് പ്രൊഡ്യൂസ് ചെയ്ത സാധനമാണ്. പക്ഷേ ഇവിടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന അസ്കോസ്പോർ എന്ന് പറയുന്ന സാധനം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ് ആട്ടോ. അസ്കോസ്പോർ എന്ന് പറഞ്ഞ സാധനം ദാറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് എൻഡോജീനസ്ലി ആണ്, ഉള്ളിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എൻഡോജീനസ്ലി ആണ് ഇതിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സോ ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഇതുകൊണ്ട് ഈ അസ്കോമൈസൈറ്റ്സ് എന്ന് പറഞ്ഞ ക്ലാസ്സിൽ നിന്നാണ് സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് കാണാറുള്ളത്. കാരണം ഇവിടെ ഒരുപാട് മിസ്റ്റേക്കുകളല്ല, പഠിക്കാൻ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. കാരണം ഇവിടെ നമുക്ക് കൊനിഡിയോസ്പോർസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എക്സോജീനസ്ലി പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനമാണ് കൊനിഡിയോഫോറിൻ്റെ മേളിൽ. ആൻഡ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അസ്കോസ്പോർ ദാറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് എൻഡോജീനസ്ലി ആണ്. എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് നോൺ ആസ് അസ്കൈ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അസ്കസ് എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ പുറത്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂട്ടത്തിന് വിളിക്കുന്ന പേരാണ് അസ്കോ കാർപ്പ് എന്ന് വിളിക്കും. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ ഐ ഹോപ്പ് യു ആർ അണ്ടർസ്റ്റാൻഡിങ്. സോ എന്താണ് വിളിക്കുക? സോ ഐ തിങ്ക് ലൈക്ക് ഇത് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റും തോന്നുന്നതാണ്. ആൻഡ് അടുത്തത് ബസിഡിയോമൈസൈറ്റ്സിൻ്റെ സെക്ഷൽ റീപ്രൊഡക്ഷനും ഏകദേശം ഒരുപോലെ തന്നെയാണ്. ഇവിടെ എന്തില്ല? സ്പെഷ്യൽ സെക്സ് ഓർഗൻസ് ഇല്ല. ആൻഡ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എടുത്തു തരാൻ പറ്റും കേട്ടോ. സോ ഇവിടെ ബസിഡിയോസ്പോർസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എക്സോജീനസ്ലി തന്നെയാണ്. പ്രൊഡ്യൂസ്ഡ് ഓൺ ബസിഡിയത്തിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂട്ടത്തിന് നമ്മൾ ബസിഡിയോ കാർപ്പ് എന്ന് വിളിക്കും. അതേപോലെ തന്നെ നമ്മളിപ്പോൾ അസ്കോമൈസൈറ്റ്സിൽ പഠിച്ചിട്ടുള്ള അതേ കാര്യം തന്നെയാണ് ഇവിടെ പഠിക്കാനുള്ളത്. നോക്ക്, അസ്കോമൈസൈറ്റ്സിൽ അസ്കോസ്പോർസ് ആയിരുന്നു, ബസിഡിയോമൈസൈറ്റ്സിൽ ബസിഡിയോസ്പോർ ആണ്. അവിടെ എക്സോജീനസിലാണ്, ഇവിടെയും എക്സോജീനസിലാണ്, സെയിം ആണ്. ആൻഡ് അവിടെ അസ്കസിലായിരുന്നു, ഇവിടെ ബസിഡിയത്തിലാണ്. അസ്കോമൈസൈറ്റ്സ്. സോ അതിനകത്ത് അസ്കസിലായിരുന്നു, ബസിഡിയോമൈസൈറ്റ്സിലാണ്, ഇത് ബസിഡിയത്തിലാണ്. ആൻഡ് ഇവിടെ എന്തുണ്ടാവും? അതിൻ്റെ കൂട്ടത്തിന് നമ്മൾ ബസിഡിയോ കാർപ്പ് എന്ന് വിളിക്കും. സെയിം സാധനങ്ങൾ തന്നെയാണ് ഇവിടെ നോക്കാനുള്ളത്. ഓക്കെ. സോ ഇത് നോക്ക്. So I hope you can understand that thing. Basidiospore, exogenously, basidium, basidiocarp. Okay. So അത് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഈ ടേബിളിലേക്ക് എഴുതാണ്. ഈ ടേബിളാണ് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും കേട്ടോ. സോ ഇവിടെ ഞാൻ അസ്കോസ്പോറിന് വരെ ഇവിടെ എന്ത് എഴുതും? ബസിഡിയോസ്പോർ എന്ന് എഴുതും. ദിസ് ഈസ് ബസിഡിയോസ്പോർ ആണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? എൻഡോജീനസ്ലി. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒറ്റയ്ക്കൊരു ഡിഫറൻസേ ഉള്ളൂ. സോ ദിസ് ഈസ് പ്രൊഡ്യൂസ്ഡ് എക്സോജീനസ്ലി ആണ്. സോ ഇത് സെപ്പറേറ്റ്ലി നിങ്ങൾ ഓർത്തിരിക്കുക. എക്സോജീനസ്ലി ആണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്തിരുന്ന സ്ട്രക്ചറിൻ്റെ പേരെന്താണ്? ഇവിടെ അസ്കൈ ആയിരുന്നെങ്കിൽ ഇവിടെ ബസിഡിയം ആണ്. ഈ ബസിഡിയത്തിൻ്റെ കൂട്ടത്തിന് ഇവിടെ അസ്കോ കാർപ്പ് എന്നാണെങ്കിൽ ഇവിടെ എന്ത് വിളിക്കും? ബസിഡിയോ കാർപ്പ് എന്ന് വിളിക്കും. ദിസ് ഈസ് നോൺ ആസ് വാട്ട്? ബസിഡിയോ കാർപ്പ് എന്ന് വിളിക്കും. റെഡി? ആർ യു അണ്ടർസ്റ്റാൻഡിങ്?
Are you understanding? This table is very important. Very important. So ഇവിടെ നോക്ക്, ഇതിനകത്ത് നിങ്ങൾക്ക് ആകെ പഠിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഒരു സാധനം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ പഠിക്കാനുള്ള സാധനം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഇതാ എൻഡോജീനസ്ലി ആണ് അസ്കോമൈസൈഡ്സിൽ പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ളതാണ്. സോ ഈ ടേബിൾ ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ, അത് കഴിഞ്ഞിട്ട് എൻ്റെ കമ്പാരിസൺ പറഞ്ഞുതരാം. ആൻഡ് വാട്ട് അബൌട്ട് ഡ്യൂട്ടറോമൈസൈഡ്സിൻ്റെ വേറൊരു പേരെന്താ മക്കളെ? വാട്ട് ഈസ് അതർ നെയിം ഓഫ് ഡ്യൂട്ടറോമൈസൈഡ്സിൻ്റെ അതർ പേരെന്താണ്? സോ നമുക്കറിയാൻ പറ്റും, ദിസ് ഈസ് നോൺ ആസ് ഇംപെർഫെക്റ്റ് ഫംഗൈ എന്ന് വിളിക്കും അല്ലേ? ഇംപെർഫെക്റ്റ് ഫംഗൈ. വൈ ദിസ് ഈസ് നോൺ ആസ് ഇംപെർഫെക്റ്റ് ഫംഗൈ? എന്തുകൊണ്ടാണ് ഈ ഡ്യൂട്ടറോമൈസൈഡ്സിനെ ഇംപെർഫെക്റ്റ് ഫംഗൈ എന്ന് വിളിക്കുക? ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഹൂ ഈസ് നോൺ ആസ് ഇംപെർഫെക്റ്റ് ഫംഗൈ? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ടാണ്? ലാസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കാൻ സമയം തരാം. സോ വൈ ഇറ്റ് ഈസ് നോൺ ആസ് ഇംപെർഫെക്റ്റ് ഫംഗൈ? ഡ്യൂട്ടറോമൈസൈഡ്സിനെ ഇംപെർഫെക്റ്റ് ഫംഗൈ എന്ന് വിളിക്കാൻ കാരണം എന്താണ്? വൈ ഇറ്റ് ഈസ് നോൺ ആസ് ഇംപെർഫെക്റ്റ് ഫംഗൈ? സോ യു നോ ദാറ്റ് തിങ്. ഇതിൻ്റെ ഉള്ളിൽ എന്തില്ല? വാട്ട് ഈസ് ആബ്സെൻറ്റ് ദെയർ? നോ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇല്ല. നോ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതിൻ്റെ തൊട്ട് മുന്നത്തെ ക്ലാസ് നോക്ക്, ബെസിഡിയോമൈസൈഡ്സിനകത്ത് ദർ ഈസ് നോ അസെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇവിടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇല്ല. ഇങ്ങനെ കമ്പയർ ചെയ്ത് പഠിച്ചാൽ കിട്ടും. സോ ദർ ഈസ് ഓൺലി അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഡ്യൂട്ടറോമൈസൈഡ്സ്. ഞാൻ പറഞ്ഞു ഫംഗസുകളിൽ സാധാരണ ഞാൻ പറഞ്ഞു 50% സെക്ഷലും 50% അസെക്ഷൽ റീപ്രൊഡക്ഷനും കാണാറുണ്ട്. പക്ഷേ ഇത് ഇംപെർഫെക്റ്റ് ഫംഗൈ ആവാൻ കാരണം ഇവനെന്തില്ല? സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇല്ല, ഓൺലി അസെക്ഷൽ റീപ്രൊഡക്ഷൻ. സോ അതൊരു പെർഫെക്റ്റ് ഫംഗൈ അല്ല, ദാറ്റ് ഈസ് ആൻ ഇംപെർഫെക്റ്റ് ഫംഗൈ. അതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഡ്യൂട്ടറോമൈസൈഡ്സിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യം. ദാറ്റ് ഈസ് ഇംപെർഫെക്റ്റ് ഫംഗൈ എന്നുള്ള പോയിന്റ് ആണ്. നോക്കിക്കോ, ബാക്കി സാധനങ്ങൾ നോക്കിക്കോ. ഡ്യൂട്ടറോമൈസൈഡ്സിനെ പറ്റി പറയുകയാണെങ്കിൽ കോമൺലി നോൺ ആസ് ഇംപെർഫെക്റ്റ് ഫംഗൈ. സോ NCERT സ്റ്റേറ്റ്മെന്റ് ആണ്. ദിസ് വാസ് എ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കോ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഇംപെർഫെക്റ്റ് ഫംഗൈ. ഓൺലി ദ അസെക്ഷൽ. ഇത് ഞാൻ പറയാം, നിങ്ങൾ നീറ്റ് എക്സാമിന് ഭയങ്കര കൊലകൊമ്പത്തെ ക്വസ്റ്റ്യൻ വരുന്ന ഒരിക്കലും ഇത് ചെയ്യരുത്. ഇതുപോലത്തെ ഡയറക്ട്ലി സിമ്പിൾ സാധനങ്ങളാണ് ചോദിക്കുക. ഒട്ടും ഇൻഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കില്ല. ഓൺലി ദ അസെക്ഷൽ ഓർ വെജിറ്റേറ്റീവ് ഫേസ് ഓഫ് ദ ഫംഗൈ ഇസ് നോൺ ആൻഡ് ഡ്യൂട്ടറോമൈസൈഡ്സ് റീപ്രൊഡ്യൂസ് ഓൺലി ബൈ അസെക്ഷൽ സ്പോർസ് നോൺ ആസ് കൊനിഡിയ. എഗെയിൻ നോക്ക്, അസെക്ഷൽ സ്പോർസിന്റെ പേരെന്താണ്? കൊനിഡിയ. സെയിം അതേപോലെ തന്നെ കൊനിഡിയ വെച്ചിട്ടാണ് ഇവൻ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഇനി നിങ്ങൾ ഇങ്ങോട്ടേക്ക് നോക്ക്. ഇതാണ് ഇതിൻ്റെ സമ്മറി. ടോട്ടൽ ഫംഗസിൻ്റെ റീപ്രൊഡക്ഷൻ്റെ സമ്മറിയാണ്. ഫൈക്കോമൈസൈഡ്സ്, അസ്കോമൈസൈഡ്സ്, ബസിഡിയോമൈസൈഡ്സ് ആൻഡ് ഡ്യൂട്ടറോമൈസൈഡ്സ്. സോ ഈ ടേബിൾ ഓർത്തിരുന്നു കഴിഞ്ഞാൽ ഐ ആം ഗ്യാരണ്ടിങ് യു നിങ്ങൾക്ക് 4 മാർക്ക് എന്തായാലും കിട്ടും. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ 8 മാർക്കും കിട്ടും. കാരണം ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിലെ VIP ടോപ്പിക്കാണ് ഫംഗൈ. ഫംഗസ് എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിനെ പറ്റിയിട്ടാണ് അത്ര ഡീറ്റെയിൽ ആയിട്ട് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ പറയുന്നുള്ളൂ. അതിനകത്ത് ഏറ്റവും കൂടുതൽ ഡീറ്റെയിൽ ചെയ്യുന്ന സാധനം എന്താണ്? ഫംഗസിൻ്റെ റീപ്രൊഡക്ഷനെയാണ് നമ്മളിവിടെ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു സാധനം നിങ്ങൾ എടുത്തു വെച്ചാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സോ ഇതിങ്ങനെ ഈസി ആയിട്ട് മനസ്സിലാക്കാം. സോ ഒന്ന് റിവൈസ് ചെയ്തെടുത്തോ. ഫൈക്കോമൈസൈഡ്സിൽ അസെക്ഷൽ റീപ്രൊഡക്ഷനും ഉണ്ട്, സെക്ഷൽ റീപ്രൊഡക്ഷനും ഉണ്ട് ഫൈക്കോമൈസൈഡ്സിൽ. സോ ഇവിടെ നമുക്ക് സൂ സ്പോർസ്. എന്താ സൂ സ്പോർസ് എന്ന് പറഞ്ഞാൽ? സൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിമൽസ് ആണ്, മൂവ് ചെയ്യും. സോ ദർ വിൽ ബി മൂവ്മെൻ്റ് ഉള്ള സ്പോർസ് ഉണ്ടാവും. രണ്ടാമത്തേത് അപ്ലാനോസ്പോർസ് എന്ന് പറഞ്ഞാൽ അവർ മൂവ് ചെയ്യാത്തതാണ്. സോ അതിനെയാണ് നമ്മൾ വിളിക്കുന്നത്. ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയാണ്? സ്പൊറാഞ്ചിയത്തിൻ്റെ ഉള്ളിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എൻഡോജീനസ്ലി പ്രൊഡ്യൂസ്ഡ് ഇൻ സ്പൊറാഞ്ചിയം, ഉള്ളിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, റെഡി. ഇനി അസെക്ഷൽ റീപ്രൊഡക്ഷൻ അസ്കോമൈസൈഡ്സ് വരാണെങ്കിൽ കൊനിഡിയോസ്പോർസ് ആണ്, എക്സോജീനസ്ലി ആണ് പ്രൊഡ്യൂസ്ഡ്. അടുത്തതിനകത്ത് ഇല്ല, ദർ ഇസ് നോ അസെക്ഷൽ റീപ്രൊഡക്ഷൻ. അടുത്തതിനകത്ത് കൊനിഡിയ ഉണ്ട്. സോ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആകെ നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത് ഒരേ ഒരു സാധനം മാത്രം പഠിച്ചാൽ മതി. ഫൈക്കോമൈസൈഡ്സിൻ്റെ അസെക്ഷൽ മാത്രം പഠിച്ചു വയ്ക്കുക. ബാക്കി എല്ലാവരും കൊനിഡിയ, എക്സോജീനസ്ലി ആണ്. ബസിഡിയോമൈസൈഡ്സിന് ഇത് ഇല്ല എന്ന് ഓർത്ത് വയ്ക്കുക. സോ ഈ ടേബിൾ നിങ്ങളിങ്ങനെ കണ്ട് കയറണം. സോ ഈ ടേബിൾ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതിയെടുത്തോ, ഒരു പേപ്പറിൽ ഒട്ടിച്ചോ, നിങ്ങളുടെ വാളിൽ സ്റ്റിക്ക് ചെയ്ത് വെച്ചോ. യു വിൽ ബി ഗെറ്റിംഗ് 4 മാർക്സ്. ഡെഫിനറ്റ്ലി പറയാണ്, 4 മാർക്ക് എന്തായാലും കിട്ടുന്ന ഏരിയ ആണ് കേട്ടോ. ഡെഫിനറ്റ്ലി എന്താണ് കിട്ടുന്ന സാധനമാണ്. ഓക്കെ ആണോ? മൈസീലത്തിൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞു ടോപ്പിക്കിൻ്റെ പേര് ഓൾ ഇൻ വൺ റീപ്രൊഡക്ഷൻ ആണ്. മൈസീലത്തിനെ പറ്റിയിട്ടും കൂടി എനിക്ക് ആഡ് ചെയ്യാമായിരുന്നു. പക്ഷേ എനിക്ക് റീപ്രൊഡക്ഷൻ്റെ അടുത്ത സ്റ്റെപ്പുകളിലേക്ക്, എസ്പെഷ്യലി പ്ലാന്റിൻ്റെ ലൈഫ് സൈക്കിളെ പറ്റി നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടതുണ്ട്. അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എനിക്ക് സമയം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാനിതോടെ ഒഴിവാക്കിയത്. ഇനി സെക്ഷൽ റീപ്രൊഡക്ഷൻ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഇവിടെ സൂ സ്പോറുകൾ അല്ലെങ്കിൽ സ്പോറുകൾ ഉണ്ടാക്കും. അത് ഐസോഗ്യാമസ് ഉണ്ടാവും, അനൈസോഗ്യാമസ് ഉണ്ടാവും. സോ സൈഗോസ്പോർ ഫോം ചെയ്യും. സൈഗോട്ട് പോലത്തെ സ്പോറിനെയാണ് നമ്മൾ വിളിക്കുക സൈഗോസ്പോർ ഫോം ചെയ്യുക. 2 ഗ്യാമേറ്റുകൾ കൂട്ടിച്ചേർന്നിട്ടുണ്ടാവും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സൈഗോസ്പോർ എന്ന് വിളിക്കുക. അതുണ്ടാവാൻ വേണ്ടിയിട്ട് ഐസോഗ്യാമസ് ആൻഡ് അനൈസോഗ്യാമസ് 2 വഴിയിലുണ്ട്. ഐസോ എന്ന് പറഞ്ഞാൽ 2 ഒരുപോലത്തെ ആൾക്കാരെയാണ് ഐസോ എന്ന് വിളിക്കുക. 2 ഡിസിമിലർ ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ അനൈസോ എന്ന് വിളിക്കും. ഡിസിമിലർ ആയിട്ടുള്ള ആളുകളിൽ
മോട്ടൈൽ ആയിട്ടുള്ള ഒരു കുഞ്ഞൻ ഹ്യൂമനിലെ പോലെ ഒരു ചെറിയൊരു സ്പേമും വലിയൊരു ഓവം ഉണ്ട്. ഓവം നോൺ മോട്ടൈൽ സ്പേമും മൂവ് ചെയ്ത് വന്ന് കയറുന്ന ആ ഒരു ടെപ്പിക്കൽ സാധനത്തിന് നമ്മൾ എന്ത് വിളിക്കും? ഊഗ്യാമസ് ടൈപ്പ് എന്ന് വിളിക്കും. ഊഗ്യാമസ് ടൈപ്പ് എന്ന് വിളിക്കും. ഇനി അസ്കോമൈസൈറ്റ്സിലാണ് ഏറ്റവും ഡിഫിക്കൽട്ടിയുള്ള സാധനങ്ങളുള്ളത്. അസ്കോസ്പോറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എൻഡോജീനസ്ലി ആണ്. അസ്കസിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന് അസ്കോ കാർപ്പ് എന്ന് പറഞ്ഞ ബോഡി ഉണ്ട്. ഓക്കെയാണോ? റെഡിയാണോ? ബസീഡിയോയിലാണെങ്കിൽ നേരെ തിരിയും, പേര് മാത്രമേ പറയുള്ളൂ. ബെസീഡിയോ സ്പോറാണ് ഫോം ചെയ്യുന്നത്. ബെസീഡിയത്തിലാണ്. അതിൻ്റെ ബോഡീനെ വിളിക്കുന്ന പേര് ബെസീഡിയോ കാർപ്പ് എന്നാണ്. ക്ലിയർ ആണോ? സോ ഇങ്ങനെ മാത്രം പഠിക്കുക. ആൻഡ് ഡ്യൂട്ടറോമൈസൈറ്റ്സിൽ ദർ ഈസ് നോ സെക്ഷുവൽ സ്റ്റേജ്. അതിനെ നമ്മൾ ഇംപെർഫെക്റ്റ് ഫംഗി എന്ന് വിളിക്കും. ഓക്കെ. സോ ഡ്യൂട്ടറോമൈസൈറ്റ്സ് ഓൾസോ എക്സോജീനസ്ലിയാണ്. കൊനീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എക്സോജീനസ്ലിയാണ്. ഡെഫിനറ്റ്ലി എക്സോജീനസ്ലിയാണ്. NCERTയിൽ മെൻഷൻ ഇല്ല, ബട്ട് സ്റ്റിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. സോ ഇങ്ങനെ മാത്രം ഓർത്ത് വയ്ക്കുക കേട്ടോ. സോ ദാറ്റ് ഈസ് ഇറ്റ്. ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യണേ. ഈ ഫംഗൈൻ്റെ കാര്യം സ്റ്റോപ്പ് ചെയ്യാണ്. നിങ്ങളിപ്പോൾ ഫംഗൈൻ്റെ റീപ്രൊഡക്ഷൻ്റെ കാര്യം ഈ ടേബിൾ നിങ്ങൾ വിചാരിച്ച പോലെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കോ, നോട്ടിൽ എഴുതി വയ്ക്കോ. ഞാൻ പറയുന്നത് നോട്ടിൽ എഴുതിയിട്ട് സ്റ്റിക്ക് ചെയ്ത് വെച്ചാൽ മതി. അടുത്ത 6-7 ദിവസമുണ്ട്. 6-7 ദിവസം നിങ്ങളിത് കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും പറയുകയാണ് 4 മാർക്ക് എടുത്തോ, നിങ്ങൾ ഫ്രീ ആയിട്ട് എടുത്തോ, ചുമ്മാ എടുത്തോ. അതിനകത്ത് ഈ ചാപ്റ്ററിൽ നിന്ന് കിട്ടും, എന്തായാലും 4 കിട്ടും. ആൻഡ് ഐ ഹാവ് ടു ഗോ ടു കിങ്ഡം പ്ലാന്റേ ഫോർ റീപ്രൊഡക്ഷൻ ഓഫ് പ്ലാന്റേ. റെഡി? ആർ യു റെഡി ഗൈസ്? കിങ്ഡം പ്ലാന്റയിലുള്ള റീപ്രൊഡക്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ കിങ്ഡം പ്ലാന്റയിലെ റീപ്രൊഡക്ഷൻ പറയുന്ന സ്ഥലത്ത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് സാധനങ്ങൾ NCERT പറയുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന സാധനമാണ്, സിമ്പിളായിട്ട് ആലോചിക്കാൻ പറ്റുന്ന സാധനമാണ്. പക്ഷെ നിങ്ങളിത് മനസ്സിലാക്കിയേ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും റെഡി ആവണം. സോ ലാസ്റ്റ് 20 മിനിറ്റ്സ് ഓക്കെ. ഞാൻ എന്തായാലും എക്സാക്ട്ലി 10 o'clock ലൈവ് സ്റ്റോപ്പ് ചെയ്യും. കാരണം അതിൻ്റെ അപ്പുറത്തേക്ക് പോയത് 1.5 മണിക്കൂറൊക്കെ നമുക്ക് മാക്സിമം തിങ്കിങ് കപ്പാസിറ്റി ഉണ്ടാവുള്ളൂ. അതിൻ്റെ അപ്പുറത്ത് തിങ്കിങ് കപ്പാസിറ്റി നമുക്ക് ഉണ്ടാവില്ല. സോ 20 മിനിറ്റ്സിൽ കിങ്ഡം പ്ലാന്റേൻ്റെ റീപ്രൊഡക്ഷനും കൂടി നമുക്ക് പറയാം. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയാനുള്ളത് കേട്ടോ. സോ okay. So can I go kingdom plante? So I'm just moving into kingdom plante there. So നോക്ക്, kingdom plante എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു എവല്യൂഷണറി പാറ്റേൺ ആണ്. പ്ലാന്റ്സിൻ്റെ എവല്യൂഷനെയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഏറ്റവും വൃത്തിയായിട്ടിരുന്നോ. സോ ഇതാണ് ഏറ്റവും ആൻസിസ്റ്ററൽ പ്ലാൻ, ആദ്യം ഉണ്ടായിരുന്ന പ്ലാന്റാണിത്. സോ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇതിന് മുന്നേ എന്തായിരുന്നു? ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ഉണ്ടായിരുന്നു. യൂണിസെല്ലുലാർ ഓർഗാനിസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും കുറച്ചൊരു ക്ലോറോപ്ലാസ്റ്റ് വന്നിട്ട് ഈ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് എന്ത് ചെയ്യാണ്? അതിനെ ഫോട്ടോസിന്തസിസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ പ്ലാന്റ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഫോട്ടോസിന്തസിസ് ചെയ്യാൻ പറ്റും. അതായത് സ്വന്തമായിട്ട് അവർക്ക് വേണ്ട ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് പ്ലാന്റ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സോ ദാറ്റ് നമ്മളതിനെ വിളിക്കുന്നവർ ഓട്ടോട്രോഫുകൾ എന്ന് വിളിക്കും. സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയുന്ന ആളുകളെ നമ്മൾ എന്ത് വിളിക്കും? ഓട്ടോട്രോഫുകൾ എന്ന് വിളിക്കും. സോ ഇങ്ങനെ യൂണിസെല്ലുലാറുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പ്ലാന്റ്സ് ഇതാ ഇങ്ങനെ ഉണ്ടായി വന്നു. സോ അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ആൽഗെ എന്ന് വിളിക്കും. വിൽ ബി കോളിംഗ് ദം ആസ് ആൽഗെ. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പ്ലാന്റ്സ് ആട്ടോ. ഇനി ആൽഗയ്ക്ക് പ്രത്യേകിച്ച് ബോഡി ഒന്നുമില്ല. നമ്മളിപ്പോൾ ആൽഗെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാവും, എന്താ ആൽഗെ എന്ന്. നമ്മുടെ കുളത്തിലും ഫിഷ് ടാങ്കിലൊക്കെ വളരുന്ന പായലില്ല മക്കളെ, നമ്മൾ തെന്നി വീഴുന്ന പായൽ, അതാണ് ആൽഗെ. സിമ്പിൾ അല്ലേ? ആലോചിച്ച് നോക്ക്. ഇനി ഈ ആൽഗെ എക്സ്ക്ലൂസീവ്ലി നല്ല നനഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിൽ, നല്ലോണം വെള്ളമുള്ള സ്ഥലങ്ങളിൽ, അക്വാറ്റിക് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് ആൽഗകൾ കാണുക. അല്ലെങ്കിൽ നോൺ അക്വാറ്റിക് ആയിട്ട് ലാൻഡിൽ എന്തില്ല, ഒരിക്കലും ആൽഗെ കാണില്ല. ഞാൻ പറയുകയാണെങ്കിൽ അനിമൽസിൻ്റെ എവല്യൂഷൻ പാറ്റേൺ ഉണ്ട്. അനിമൽസിൽ ആദ്യം അക്വാറ്റിക് ആയിട്ടുള്ള ഓർഗാനിസംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ലൈക്ക് ഫിഷസ് ഉണ്ടായിരുന്നു ആദ്യം അല്ലേ. ഫിഷ് എന്ത് ചെയ്തു? ഫിഷ് ഇവോൾവ് ചെയ്തിട്ട് ഫ്രോഗ് പോലത്തെ സാധനങ്ങളായി, ആംഫീബിയൻസ് ആയി. അതായത് കരയിലും വെള്ളത്തിലും ജീവിക്കാൻ പറ്റുന്ന ആംഫീബിയൻസ് ആയി മാറി ഫിഷ് ഇവോൾവ് ചെയ്തിട്ട്. ആൻഡ് ഫ്രോഗിൽ നിന്ന് ആരുണ്ടായി? റെപ്റ്റൈൽസ് ഉണ്ടായി. കരയിൽ മാത്രം ജീവിക്കുന്ന ആൾക്കാരുണ്ടായി. റെപ്റ്റൈൽസിൻ്റെ ഉള്ളിൽ നിന്ന് ആരുണ്ടായി? ബേർഡ്സ് ഉണ്ടായി. ആകാശത്തോടി പറക്കുന്ന ബേർഡ്സും കരയിൽ നടക്കുന്ന മാമൽസും ഉണ്ടായി. സോ ദിസ് ഈസ് ഹൗ ദാറ്റ് ലൈക്ക് അനിമൽസ് ഇവോൾവ് ചെയ്തത്. ഫിഷസ് ആദ്യം അക്വാറ്റിക് ഓർഗാനിസംസ്, അവിടെ നിന്ന് ഫിഷസ് ആയി, ഫ്രോഗ്സ് ആയി, റെപ്റ്റൈൽസ് ആയി, ബേർഡ്സ് ആയി, മാമൽസ് ആയി. ഇതേപോലെ തന്നെയാണ് പ്ലാന്റ്സ് ഉണ്ടാവുക. ആദ്യം ഉണ്ടായിരുന്നത് അക്വാറ്റിക് ആയിട്ടുള്ള യൂണിസെല്ലുലാർ പ്ലാന്റ്സ് ആയിരുന്നു. അക്വാറ്റിക് യൂണിസെല്ലുലാർ ആയിട്ടുള്ള ആളുകളായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് പതുക്കെ എന്തുണ്ടായി? ഇങ്ങനെ കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ആൾക്കാർ, ഡാമ്പ് സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന സ്ഥലങ്ങൾ, അവരെ നമ്മൾ എന്താ വിളിക്കുക? കൂടുതലായിട്ട് ഡാമ്പ്, നനഞ്ഞ ചതുപ്പ് നിലങ്ങളിൽ വളരുന്ന സാധനങ്ങൾ, അവരെ നമ്മൾ എന്ത് വിളിച്ചു? ബ്രയോഫൈറ്റുകൾ എന്നാണ് വിളിക്കുക. നമ്മൾ വിളിക്കും ബ്രയോഫൈറ്റ്സ് എന്ന് വിളിക്കും. അവിടെ നിന്നിട്ട് കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന പ്ലാന്റ്സ് ടെറിഡോഫൈറ്റ്സ് എന്ന് വിളിക്കും അല്ലേ. ആരെയാണ് നമ്മൾ ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്ന് വിളിക്കുക? ടെറിഡോഫൈറ്റുകൾ അല്ലേ. സോ ടെറിഡോഫൈറ്റ് കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന വിളിച്ചു. അവിടെ നിന്ന് 2 ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ടായി. ഒരാളുടെ പേര് ജിംനോസ്പേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേക്കഡ് ആയിട്ടുള്ള സീഡ് ഉണ്ടാകുന്ന ആളുകൾ, അതായത് ഫ്രൂട്ട് ഇല്ലാത്ത ആളുകൾ. ആൻഡ് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ നമ്മൾ ആൻജിയോസ്പേംസ് എന്ന് വിളിച്ചു. സോ ദിസ് ഈസ് ഹൗ ദ പ്ലാന്റ്സ് ആർ ഇവോൾവ്, റൈറ്റ്?
നോക്ക് മക്കളെ. സോ ആദ്യം ആരുണ്ടായി? ആദ്യം ആൽഗകൾ ഉണ്ടായി. ആൽഗകൾ, വെള്ളത്തിലുണ്ടാവുന്ന ആൽഗകൾ. പിന്നെ ചതുപ്പ് നിലങ്ങളിൽ വളരുന്ന ബ്രയോഫൈറ്റുകൾ ഉണ്ടായി. പിന്നെ കരയിലും വെള്ളത്തിലും വളരുന്ന ആംഫീബിയൻസ് ആയിട്ടുള്ള ആൾക്കാർ ടെറിഡോഫൈറ്റുകൾ ഉണ്ടായി. ടെറിഡോഫൈറ്റുകളിൽ നിന്ന് ആരുണ്ടായി? ജിംനോസ്പേംസും ആൻജിയോസ്പേംസും ഉണ്ടായി. ആൻഡ് യു നോ ആൻജിയോസ്പേംസ് ആണ് എന്ത്? ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ. സോ ദിസ് ഈസ് ദ എവല്യൂഷൻ പാറ്റേൺ ഇൻ ദിസ് ഈസ് ദ ബ്രയോഫൈറ്റ്സ്. ഓക്കെ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഫിഷസിന് പകരം ആൽഗേ വരും, ഫ്രോക്സിന് പകരം ബ്രയോഫൈറ്റ്സ് വരും, റെപ്റ്റൈൽസിന് പകരം ടെറിഡോഫൈറ്റ് വരും, ബേർഡ്സിന് പകരം ജിംനോസ്പേംസ്, മാമൽസിന് പകരം ആൻജിയോസ്പേംസ്. ദിസ് ഈസ് ദ എവല്യൂഷൻ പാറ്റേൺ. ഇങ്ങനെയാണ് പ്ലാന്റ്സ് ഉണ്ടായി വന്നത് പല പല കാര്യങ്ങളിൽ. റൈറ്റ്? ബ്രയോഫൈറ്റ്സ് ആണ് ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം. ഓക്കെ, സോ ഞാൻ പറഞ്ഞു വന്നപ്പോൾ നാക്കുളിക്കതാന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. സോ ദിസ് ഈസ് ആൽഗേ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ജിംനോസ്പേം ആൻഡ് ആൻജിയോസ്പേം. ദിസ് ഈസ് ഹൗ ദ പ്ലാന്റ്സ് ആർ ഇവോൾവ്ഡ്. ഇങ്ങോട്ട് നോക്ക്, ഇത് നോക്ക്, ഇതാണ് ഫിഗർ വരുന്നത്. സോ നോക്ക്, ഇവിടെയാണ് ജിംനോസ്പേംസ് വരുന്നത്, ഇവിടെയാണ് ആൻജിയോസ്പേംസ് വരുന്നത്, ഫ്ലവറിംഗ് പ്ലാന്റ്സ് വരുന്നത്. സോ ആൽഗേ, സോ ഇത് എഴുതി വെച്ചോ, ആൽഗേ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ജിംനോസ്പേംസ് ആൻഡ് ആൻജിയോസ്പേംസ്. ഈ ഒരു ഓർഡറിലാണ് പ്ലാന്റ്സ് ഉണ്ടായി വന്നത്. സോ പ്ലാന്റിൻ്റെ റീപ്രൊഡക്ഷനും എങ്ങനെയായിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കുക. പ്ലാന്റിൻ്റെ റീപ്രൊഡക്ഷൻ എങ്ങനെയായിരിക്കും? ഇവിടെ ആയിരിക്കും ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള റീപ്രൊഡക്ഷൻ ഉണ്ടാവുക. എവിടെ? ആൽഗകളിലായിരിക്കും ഉണ്ടാവുക. ആൻഡ് ആൻജിയോസ്പേംസിൽ എങ്ങനെ ഉണ്ടാവും? ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള റീപ്രൊഡക്ഷൻ ഉണ്ടാവുക ആൻജിയോസ്പേംസിലായിരിക്കും ഉണ്ടാവുക. കോംപ്ലക്സ് ആയിട്ടുള്ള റീപ്രൊഡക്ഷൻ ഉണ്ടാവുക എവിടെയായിരിക്കും? ആൻജിയോസ്പേംസിലായിരിക്കും ഉണ്ടാവുക. റെഡിയാണോ? ഇസ് ദാറ്റ് റെഡി? സിമ്പിൾ ആയിട്ടുള്ള റീപ്രൊഡക്ഷൻ ആൽഗയിൽ, കോംപ്ലക്സ് ആയിട്ടുള്ളത് ആൻജിയോസ്പേമിലായിരിക്കും ഉണ്ടാവുക. ആൻഡ് നമുക്കറിയാൻ പറ്റും, ഇത് കഴിഞ്ഞിട്ട് പ്ലാന്റ്സ് കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാരാണ് അനിമൽസ് വരും. ഇത് കഴിഞ്ഞിട്ട് ആര് വരും? അനിമൽസ് വരും. സോ ഹിയർ ഇസ് ദ പ്ലേസ് ഓഫ് അനിമൽസ്. ഹ്യൂമനിൻ്റെ സ്ഥലമൊക്കെ എവിടെയാണ് വരിക? സോ ഹ്യൂമനെ പോലെ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ആളായിരിക്കും എവിടെയായിരിക്കും ഉണ്ടാവുക? ഹ്യൂമനെ പോലെ തന്നെ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾ എവിടെയായിരിക്കും ഉണ്ടാവുക? ക്യാൻ യു ടെൽ മീ? ഹ്യൂമനെ പോലെ തന്നെ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാർ എവിടെ ഉണ്ടാവുക? സോ ദാറ്റ് വിൽ ബി ദ ആൻജിയോസ്പേം. ആൻജിയോസ്പേം എങ്ങനെയായിരിക്കും? അനിമൽസിനെ പോലെ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഇതിന് തൊട്ട് മുന്നെയാണ് ഫംഗൈ വന്നത്. അപ്പോൾ ഫംഗസിനെ പോലെ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ആളായിരിക്കും? ഫംഗസിനെ പോലെ തന്നെ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾ, ദാറ്റ് വിൽ ബി ദ ആൽഗെ. ആൽഗെ ആയിരിക്കും ഫംഗസിനെ പോലെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആർ യു അണ്ടർസ്റ്റാൻഡിങ്? മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഒരു മിനിറ്റിലേക്ക് സ്ക്രീനിൽ നിന്ന് മാഞ്ഞു പോയിട്ടുണ്ട്. ഒരു മിനിറ്റിലേക്ക് ഇത് മാഞ്ഞു പോയിട്ടുണ്ട്. സോ ഇവിടെ നോക്ക്, ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഫംഗസിൻ്റെ റീപ്രൊഡക്ഷൻ പഠിച്ചു അല്ലേ? ഫംഗസിനോട് തൊട്ടടുത്ത് വരുന്ന ആളാണ് ആര്? ആൽഗകൾ. അപ്പോൾ ഫംഗസിൻ്റെ റീപ്രൊഡക്ഷനും ആൽഗയുടെ റീപ്രൊഡക്ഷനും സിമിലർ ആയിരിക്കും. ആൽഗയിൽ നിന്ന് പതുക്കെ ബ്രയോഫൈറ്റ് വന്നു, ബ്രയോഫൈറ്റിൽ നിന്ന് ടെറിഡോഫൈറ്റ് വന്നു, ടെറിഡോഫൈറ്റിൽ നിന്ന് ജിംനോസ്പേം വന്നു, ജിംനോസ്പേമിൽ നിന്ന് ആൻജിയോസ്പേം വന്നു, ആൻജിയോസ്പേമിൻ്റെ അപ്പുറം വന്നത് അനിമൽസ് ആണ്. റെഡി? അതിൻ്റെ അപ്പുറം വന്നത് ആരാണ്? അനിമൽസ് ആണ്. സോ ആൻജിയോസ്പേമിൻ്റെതും അനിമൽസിൻ്റെ റീപ്രൊഡക്ഷനും ഏകദേശം സിമിലർ ആയിരിക്കും. ആൻജിയോസ്പേമിൻ്റെതും അനിമൽസിൻ്റെയും റീപ്രൊഡക്ഷൻ ഏകദേശം സെയിം ആയിരിക്കും. റെഡിയല്ലേ ഗൈസ്? റെഡിയല്ലേ? നോക്ക് റെഡിയല്ലേ എന്ന് നോക്ക്. സോ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. സോ ഇനി നോക്ക്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ പോകാൻ പോകുന്ന അടുത്ത ടോപ്പിക് ദാറ്റ് ഈസ് ലൈഫ് സൈക്കിൾ ഓഫ് പ്ലാന്റ്സ് ആണ്. പ്ലാന്റ്സിൻ്റെ ലൈഫ് സൈക്കിളിനെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ അനിമൽസ്, നിങ്ങൾ നോക്കുക, ഹ്യൂമനെ പറ്റിയിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കട്ടോ. നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഓർത്ത് വയ്ക്കാൻ പറ്റിയ ഡെഫിനറ്റ്ലി ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ ആണ്. സാറൊക്കെ അപ്പിയർ ചെയ്തില്ലേ? സാർ അപ്പിയർ ചെയ്തു, സാർ തിരിച്ചു വന്നു. റെഡിയാണോ? നിങ്ങൾ റെഡിയാണെങ്കിൽ മാത്രം മുന്നോട്ട് പോകുന്ന ഒരു ഏരിയ ആണ്. സോ പ്ലാന്റ്സിൻ്റെ ലൈഫ് സൈക്കിൾ, ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ വരുന്ന ഒരു പാർഷനുണ്ട് നമ്മുടെ. ആക്ച്വലി പറയുകയാണെങ്കിൽ പ്ലാന്റ് കിങ്ഡത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് പോർഷൻ, പ്ലാന്റ് കിങ്ഡം എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ ഏറ്റവും ലാസ്റ്റ് പോർഷൻ റീപ്രൊഡക്ഷൻ ഓഫ് പ്ലാന്റ്സിനെ വെച്ചിട്ടാണ്. ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ആൻഡ് ലൈഫ് സൈക്കിൾ ഓഫ് പ്ലാന്റ് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു സാധനം ഓർത്തിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റും. സോ അനിമൽസിനെ പോലെ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാരാണ്? ആൻജിയോസ്പേംസ് ആണ്. ഫംഗസിനെ പോലെ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാരാണ്? ഫംഗസ് ആണ്. ദിസ് ഈസ് എവല്യൂഷൻ. ബേസിക്കലി ഇറ്റ് ഇസ് പ്യുവർ എവല്യൂഷൻ. ഞാൻ എടുക്കുന്ന ക്ലാസ് എവല്യൂഷൻ്റെ ക്ലാസ് ആണ് കേട്ടോ. സോ അനിമൽസ് ആണ്. സോ നമുക്ക് ആലോചിച്ച് നോക്കുക, അനിമൽസിൻ്റെ ബോഡി, ഹ്യൂമൻ ബോഡി ഡിപ്ലോയിഡ് ആണോ ഹാപ്ലോയിഡ് ആണോ? ഹ്യൂമൻ ബോഡി, അനിമൽസിൻ്റെ ബോഡി ഡിപ്ലോയിഡ് ആണോ ഹാപ്ലോയിഡ് ആണോ? ഈ ബോഡി, അനിമലിൻ്റെ ബോഡി, നമ്മുടെയൊക്കെ ബോഡി ഡിപ്ലോയിഡ് ബോഡിയാണോ ഹാപ്ലോയിഡ് ബോഡിയാണോ? പറയും. നമ്മുടെ ബോഡി ഡെഫിനറ്റ് ആണല്ലോ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ദിസ് ഈസ് ഡിപ്ലോയിഡ് ബോഡിയാണ് ആർക്കുള്ളത്? അനിമൽസിനുള്ള ബോഡി. നമ്മുടെയൊക്കെ ബോഡി, എൻ്റെ ശരീരം ഈസ് ഡിപ്ലോയിഡ്. ആൻഡ് ഞാൻ ഹാപ്ലോയിഡ് ആയിരുന്നു. എവിടെയായിരുന്നു ഞാൻ ഹാപ്ലോയിഡ് ആയിരുന്നത്? ഒരു ചെറിയ പോയിന്റ് ഓഫ് ടൈമിൽ മാത്രമായിരുന്നു ഞാൻ ഹാപ്ലോയിഡ് ആയിരുന്നത്. അതായത് എൻ്റെ ഫാദറിൻ്റെ സ്പേമും എൻ്റെ മദറിൻ്റെ ഓവോ ഉണ്ടായിരുന്ന സമയത്ത് ഒരൊറ്റ സെല്ലിൽ മാത്രം, ആ ഗ്യാമേറ്റ് മാത്രമായിരുന്നു ഹാപ്ലോയിഡ്. ഗ്യാമേറ്റ് ഫ്യൂസ് ചെയ്ത് തൊട്ടുടനെ തന്നെ ഞാൻ ആരായിട്ടുണ്ട്? ഡിപ്ലോയിഡ് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ വളരുന്നത് ഡിപ്ലോയിഡ് ആയിട്ടാണ്. ഇനി എനിക്ക് ഗ്യാമേറ്റ് ഉണ്ടാകുന്ന സമയത്ത് മാത്രം അത് ഹാപ്ലോയിഡായി മാറും. അനിമൽസിന് റെഡിയല്ലേ? മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് എന്തുണ്ടാവുന്നത്? ഗ്യാമേറ്റ് ഉണ്ടാകുമ്പോൾ ആ ഗ്യാമേറ്റ് മാത്രമായിരിക്കും ആരുണ്ടാവുന്നത്? ഈ ഹാപ്ലോയിഡായി മാറുന്നത്. ഇതേപോലെ തന്നെയാണ് ആർക്ക്? ആൻജിയോസ്പേമിന്. നിങ്ങൾ മനസ്സിലാക്കുക, ആൻജിയോസ്പേമിന് മാത്രമല്ല, ആൻജിയോസ്പേമിനും ജിംനോസ്പേമിനും ഇതേപോലെ തന്നെയാണ് കാര്യങ്ങൾ ഉണ്ടാവുക. ആൻജിയോസ്പേമിനും ജിംനോസ്പേമിനും ഇതേപോലെ തന്നെയാണ് കാര്യങ്ങൾ ഉണ്ടാവുക. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്ക്, മെയിൻ ബോഡി ഈസ് പറഞ്ഞ മക്കളെ, മെയിൻ ബോഡി ഈസ് ഡിപ്ലോയിഡ് ആയിരിക്കും. അവരുടെ മേജർ ബോഡി എന്തായിരിക്കും? ഡിപ്ലോയിഡ് ബോഡി ആയിരിക്കും.
ഓക്കെ. ആൻഡ് ഹാപ്ലോയിഡ് എവിടെ ഉണ്ടായിരിക്കുക? ഗ്യാമേറ്റ്സിൽ മാത്രം. ഗ്യാമേറ്റ്സ് ആർ ഹാപ്ലോയിഡ് ആയിരിക്കും. ഗ്യാമേറ്റ്സ് വിൽ ബി ഹാപ്ലോയിഡ് ആയിരിക്കും. അപ്പോൾ ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്റ്റേജ് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ആൻഡ് മെയിൻ ബോഡി ഈസ് ഡിപ്ലോയിഡ് ആയിരിക്കും. മെയിൻ ബോഡി ഡിപ്ലോയിഡ് ആയതുകൊണ്ട് ഈ രണ്ട് പേരുടെ ലൈഫ് സൈക്കിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്. എന്താണ് എങ്ങനെയാണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. വിളിക്കുന്ന പേരാണ് ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എന്ന് വിളിക്കും. ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എന്ന് വിളിക്കും. ഓക്കെ, ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന കാര്യം കേട്ടോ. നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്, പക്ഷേ കൺഫ്യൂഷനുള്ള കാര്യമായതുകൊണ്ടാണ് ഞാനിവിടെ പറയുന്നത്. സോ ദിസ് ഈസ് നോൺ ആസ് വാട്ട്? ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ. ദിസ് ഈസ് നോൺ ആസ് വാട്ട്? ഡിപ്ലോണ്ടിക്. ഓക്കെ ആണോ? റെഡി ആണോ ഗൈസ്? മെയിൻ ബോഡി ഡിപ്ലോയിഡ് ആയതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് വിളിക്കും? ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എന്ന് വിളിക്കും. ദിസ് ഈസ് നോൺ ആസ് ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ. ക്ലിയർ ആണോ ഗൈസ്? ഈസ് ദാറ്റ് ഗൈസ്? ദിസ് ഈസ് ക്ലിയർ? ഇത് ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ മെയിൻ ബോഡി ഡിപ്ലോയിഡ് ആണ്. അത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഓർത്താൽ മതി. ജിംനോസ്പേം, ആൻജിയോസ്പേം, അനിമൽസ്. സോ അനിമൽസിനെ പോലെയാണ് ജിംനോസ്പേം ആൻഡ് ആൻജിയോസ്പേംസ്. റെഡിയാണോ? ഓക്കെ. ഇനി നേരെ അതർ എൻഡിൽ, എക്സ്ട്രീം എൻഡിലേക്ക് വരികയാണ് കേട്ടോ. എക്സ്ട്രീം എൻഡിൽ ഇവർ ഡിപ്ലോയിഡ് ആണെങ്കിൽ, ഞാൻ പറയാണ്, ഇവർ രണ്ടുപേരും ഡിപ്ലോയിഡ് ആണെങ്കിൽ ഇങ്ങേറ്റത്തുള്ള ഈ ആൽഗെ, ഇങ്ങേറ്റത്തുള്ള നമ്മുടെ ആൽഗ, കുഞ്ഞൻ ആൽഗ, ചെറിയ പ്ലാന്റ്, ഏറ്റവും സിമ്പിൾ ആൽഗ, ഏറ്റവും സിമ്പിൾ പ്ലാന്റ്, അവർ ഡിപ്ലോയിഡ് ആണെങ്കിൽ ഇവൻ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇവൻ്റെ മെയിൻ ബോഡി will be haploid ആണ്. His main body will be, പറഞ്ഞു നോക്കിയോ, മെയിൻ ബോഡി ഹാപ്ലോയിഡ് ആണ്. ആൻഡ് ഇവർ ഒരു കുറഞ്ഞ സമയത്ത് മാത്രം, വളരെ കുറഞ്ഞ സമയത്ത് മാത്രമാണ് ഇവർക്കൊരു ഡിപ്ലോയിഡ് സ്റ്റേജ് ഉള്ളൂ. അത് ഞാൻ എപ്പോഴാണ് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. കുറഞ്ഞ സമയത്ത്, വെരി ലെസ് ടൈമിൽ മാത്രമേ ഇവർ ഡിപ്ലോയിഡ് ആയിട്ട് നിൽക്കുള്ളൂ. ബാക്കി സമയം മൊത്തം ഇവർ ഹാപ്ലോയിഡ് ആയിരിക്കും ഉണ്ടാവുക. സോ അതുകൊണ്ട് നമ്മൾ ഈ ലൈഫ് സൈക്കിളിനെ, ആൽഗയുടെ ലൈഫ് സൈക്കിളിനെ വിൽ കോൾ ഇറ്റ് ആസ് ഹാപ്ലോണ്ടിക് എന്ന് വിളിക്കും. വിൽ കോൾ ഇറ്റ് ആസ് വാട്ട്? ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എന്ന് വിളിക്കും. വിൽ ബി കോളിംഗ് ഇറ്റ് ആസ് ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എന്ന് വിളിക്കും. ക്ലിയർ ആണോ മക്കളെ? ഈസ് ദാറ്റ് ക്ലിയർ ഗൈസ്? ഈസ് ദാറ്റ് ക്ലിയർ? മനസ്സിലാവുന്നുണ്ടോ? മറന്നു പോരുത്. ആർക്കാണ് ഹാപ്ലോണ്ടിക്, ആർക്കാണ് ഡിപ്ലോണ്ടിക് എന്ന് നിങ്ങൾ ഒരിക്കലും മറന്നു പോരുത്. സോ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇങ്ങനെ ആലോചിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. ഇനി അപ്പോൾ ഇവർ രണ്ടുപേരും ആരായിരിക്കും? അങ്ങനെയാണെങ്കിൽ ആലോചിച്ച് നോക്ക്. ഇവിടെ ഒരു ബ്രയോഫൈറ്റ് ഉണ്ട്, ഇവിടെ ഒരു ടെറിഡോഫൈറ്റ് ഉണ്ട്. ബ്രയോഫൈറ്റും ടെറിഡോഫൈറ്റും. അങ്ങനെയാണെങ്കിൽ ഇവർ ആരായിരിക്കും? ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രഷനാണ്. ഹാപ്ലോണ്ടിക്കിൽ നിന്ന് ഡിപ്ലോണ്ടിക്കിലേക്കുള്ള പ്രോഗ്രഷൻ. ആദ്യം ഹാപ്ലോയിഡ് ആയിരുന്നു, പിന്നെ ഡിപ്ലോണ്ട് ആക്കുന്ന പ്രോഗ്രഷൻ നടക്കുക. സോ ബ്രയോഫൈറ്റിന് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ ഇവൻ്റെ മേജർ സ്ഥലം ഹാപ്ലോയിഡ് ആയിരിക്കും. കുറച്ചൊരു സ്ഥലം ഡിപ്ലോയിഡ് ആയിരിക്കും. ഓക്കെ, മനസ്സിലായോ? ഇവൻ്റെ പേര് അങ്ങനെ ആയിരിക്കും. ഇവന് കുറേ മേജർ സ്ഥലം ഹാപ്ലോയിഡ്, കുറഞ്ഞൊരു സ്ഥലം ഡിപ്ലോയിഡ്. ഇനി ടെറിഡോഫൈറ്റിലേക്ക് എത്തുമ്പോൾ എങ്ങനെയായിരിക്കും? മേജർ സ്ഥലം ഡിപ്ലോയിഡ് ആവും, കാരണം അവൻ കുറച്ചും കൂടി ജിംനോസ്പേമിനെ എടുത്തല്ലേ. കുറഞ്ഞൊരു സ്ഥലം ഹാപ്ലോയിഡ് ആവും. പക്ഷേ വാട്ട് എവർ, ഇവരുടെ രണ്ടുപേരുടെയും ബോഡിയിൽ ഹാപ്ലോയിഡ് ഫേസും ഡിപ്ലോയിഡ് ഫേസും മോർ ഓർ ലെസ് ഈക്വലി ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇവരെ രണ്ടുപേരെയും നമ്മൾ വിളിക്കുന്ന ഫേസ്, രണ്ടുപേരും കൂടി കൂടിയതിനാണ് ഹാപ്ലോ ഡിപ്ലോണ്ടിക് എന്ന് വിളിക്കും. ഹാപ്ലോ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എന്ന് വിളിക്കും. ഓക്കെ. സോ ഇത് എന്താണെന്നൊന്നും പറയാതെ ഞാൻ നിങ്ങൾക്കൊരു ടിപ്പ് വെച്ച് പറഞ്ഞതെന്നാണ്. അനിമൽസിനായിട്ട് കണക്ട് ചെയ്തിട്ട് ആലോചിക്കാം എന്നുള്ള നിലയിൽ ഒരു ടിപ്പ് വെച്ച് മാത്രം പറഞ്ഞതെന്നാണ്. വലിയ സാധനമൊന്നുമില്ല. സോ ഇതിനകത്ത് ബ്രയോഫൈറ്റ്സിൽ കൂടുതൽ എന്തായിരിക്കും? നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇങ്ങോട്ട് നോക്കുക. ബ്രയോഫൈറ്റ്സിൽ കൂടുതൽ എന്തായിരിക്കും? ഹാപ്ലോയിഡ് ആയിരിക്കുമോ, ഡിപ്ലോയിഡ് ആയിരിക്കുമോ? ബ്രയോഫൈറ്റ്സ് ആർ നിയർ ടു ദ ആൽഗെ. സോ ബ്രയോഫൈറ്റ്സിൽ കൂടുതൽ ഹാപ്ലോയിഡ് ആയിരിക്കും. H വിൽ ബി മോർ ആൻഡ് D വിൽ ബി ലോ. നമ്മൾ ആലോചിച്ച് നോക്കുക. ആൽഗയുടെ അടുത്തായതുകൊണ്ട് ഹാപ്ലോണ്ടിക് ഫേസ് ആയിരിക്കും ബ്രയോഫൈറ്റ്സിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ ടെറിഡോഫൈറ്റ്സിലേക്ക് എത്തുമ്പോഴത്തേക്ക് അത് പ്രോഗ്രസ് ചെയ്യണം. ദാറ്റ് ഷുഡ് ബി ഇവോൾഡ്. എവല്യൂഷൻ സംഭവിക്കണം. സോ ടെറിഡോഫൈറ്റ്സിലേക്ക് എത്തുമ്പോഴത്തേക്കും ഡിപ്ലോണ്ടിക് ഫേസ് വിൽ ബി മോർ ആൻഡ് ഹാപ്ലോണ്ടിക് ഫേസ് വിൽ ബി ലെസ്. മനസ്സിലാവുന്നുണ്ടോ? സോ നമ്മളിപ്പോൾ വേണമെങ്കിൽ ബ്രയോഫൈറ്റ്സിനെ എനിക്ക് ഹാപ്ലോ ഡിപ്ലോണ്ടിക് എന്ന് വിളിക്കാൻ പറ്റും. കാരണം ബ്രയോഫൈറ്റ്സിൽ ഹാപ്ലോയിഡ് ഫേസ് ആണ് കൂടുതലുണ്ട്. ഹാപ്ലോ ഡിപ്ലോണ്ടിക് എന്ന് വിളിക്കാൻ പറ്റും. ടെറിഡോഫൈറ്റ് എത്തുമ്പോഴത്തേക്കും ഞാൻ വേണമെങ്കിൽ മനസ്സിലാവാൻ വേണ്ടി നമുക്ക് ഡിപ്ലോ ഹാപ്ലോണ്ടിക് എന്ന് വിളിക്കാൻ പറ്റും. മനസ്സിലായോ? ഡിപ്ലോയിഡ് ആണ് കൂടുതൽ, അതുകൊണ്ട് ഡിപ്ലോ ഹാപ്ലോണ്ടിക് എന്ന് വിളിക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? ഗെറ്റിംഗ് മറന്നു പോവോ? ആരൊക്കെയാണ് ഡിപ്ലോയിഡ്, ആരൊക്കെയാണ് ഹാപ്ലോയിഡ്, ആരൊക്കെയാണ് ഹാപ്ലോണ്ടിക്, ആരൊക്കെയാണ് ഡിപ്ലോണ്ടിക്, ആരൊക്കെയാണ് ഹാപ്ലോ ഡിപ്ലോണ്ടിക് എന്നുള്ള കാര്യം മറന്നു പോകരുത്. സിമ്പിളായിട്ട് ആലോചിച്ച് വെക്കുക. യു വിൽ ബി ഗെറ്റിംഗ് ദിസ് തിങ്. നിങ്ങൾ എക്സാം ഹാളിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും ഇത് ഓർത്തിരിക്കാൻ പറ്റും. സോ ദിസ് ഈസ് ഇറ്റ്. ക്ലിയർ അല്ലേ? ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ. സോ ഇനി ഇത് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം കൂടി പറഞ്ഞു തന്നിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. സോ പ്ലാന്റ് സൈക്കിൾസ് ഞാനിപ്പോൾ പറഞ്ഞ സാധനമാണ്. സോ പ്ലാന്റ് സൈക്കിൾസ് ആണ്. സോ പ്ലാന്റ് സെൽസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? സോ NCERT ക്ലിയർ ആയിട്ട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട് ഇവിടെ. സോ ഇതാണ് പ്ലാന്റ് സെൽസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് പ്ലാന്റ്സിൻ്റെത്. ഇൻ പ്ലാന്റ്സ് ബോത്ത് ഹാപ്ലോയിഡ് സെൽസ് ആൻഡ് ഡിപ്ലോയിഡ് സെൽസ് ക്യാൻ ഡിവൈഡ് ബൈ മൈറ്റോസിസ്. രണ്ടിനും മൈറ്റോസിസ് പോസിബിൾ ആണ്. ഹാപ്ലോയിഡ് സെല്ലിനും ഡിപ്ലോയിഡ് സെല്ലിനും മൈറ്റോസിസ് പോസിബിൾ ആണ്. പക്ഷേ ഹ്യൂമൻസിൽ അല്ലെങ്കിൽ അനിമൽസിലെത്തുമ്പം ഹാപ്ലോയിഡ് സെൽസിന് മൈറ്റോസിസ് പറ്റില്ല.
നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഹാപ്ലോയിഡ് സെൽസിന് മൈറ്റോസിസ് പറ്റില്ല. അതായത് ഒരു ഹ്യൂമൻ സ്പേം ഉണ്ടായി, സ്പേമിന് പിന്നെ ഡിവൈഡ് ചെയ്തിട്ട് സ്പേമിൻ്റെ എണ്ണം അങ്ങനെ കൂട്ടി കൊണ്ടുവരാൻ പറ്റുമോ? പറ്റില്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. ഹാപ്ലോയിഡ് സെൽസിന് പിന്നെ മിയോസിസ് അല്ലാതെ വേറെ, അല്ലെങ്കിൽ മിയോസിസ് കണ്ടിന്യൂ ചെയ്യാതെ അല്ലാതെ അത് പിന്നെ ഡിവൈഡ് ചെയ്തില്ല. ഇനി അനിമൽസിൽ ഹാപ്ലോയിഡ് സെൽ വിൽ നോട്ട് ഡിവൈഡ് ഫർദർ. ഇത് ഒരിക്കലും ഡിവൈഡ് ചെയ്യില്ല, അത് അങ്ങനെ തന്നെ നിൽക്കും. പക്ഷേ പ്ലാന്റ്സിൽ എന്ത് ചെയ്യാൻ പറ്റും? പ്ലാന്റ്സിൽ ഹാപ്ലോയിഡ് സെല്ലിന് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് എണ്ണം കൂട്ടാൻ പറ്റും. ഹാപ്ലോയിഡ് സെല്ലിന് എന്ത് ചെയ്യാൻ പറ്റും? ഡിവൈഡ് ചെയ്ത് എണ്ണം കൂട്ടാൻ പറ്റും. അതുപോലെ ഡിപ്ലോയിഡ് സെല്ലിന് ഡിപ്ലോയിഡ് സെല്ല് നമുക്കറിയാം, ഡിപ്ലോയിഡ് സെൽ എന്തായാലും മൈറ്റോസിസും മിയോസിസും പോസിബിൾ ആണ്. പക്ഷേ പ്ലാന്റ്സിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റിയാണ്, പ്ലാന്റ് ബോഡിയുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റിയാണ് ഹാപ്ലോയിഡ് സെൽസ് ആൻഡ് ഡിപ്ലോയിഡ് സെൽസ് ക്യാൻ ഡിവൈഡ് ബൈ മൈറ്റോസിസ്. ഈ ലൈഫ് സൈക്കിൾ എന്നുള്ള NCERT-യിലുള്ള ആ ഒരു ഹെഡിങ്ങിൽ ഏറ്റവും ആദ്യത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ്, നിങ്ങൾ ഏറ്റവും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ട സ്റ്റേറ്റ്മെൻ്റ് ആണ്. NCERT-യിലുള്ള അതേ സാധനമാണ് ഈ സാധനം. ക്ലിയർ. സോ മറന്നുപോലെ, സോ ദിസ് ഈസ് ഇറ്റ് ഹിയർ. ഓക്കെ, സോ ഞാൻ ഒരു ആൽഗയുടെ കാര്യം പറയാം, വളരെ സിമ്പിളായിട്ട്. ഐ എം ഗോയിങ് ടു ടോക്ക് അബൌട്ട് ആൻ ആൽഗയുടെ കാര്യം പറയാം. ആൽഗയുടെ ഞാൻ പറഞ്ഞു, ആൽഗയുടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, അല്ലെങ്കിൽ നമുക്ക് ഓർത്ത് വയ്ക്കാൻ, നമ്മുടെ ടിപ്പ് വെച്ചിട്ട് ഓർത്തിരിക്കാൻ പറ്റുന്ന സാധനം, ആൽഗയുടെ പ്ലാൻ ബോഡി ഈസ് ഹാപ്ലോയിഡ് ആണ്. ആൽഗയുടെ പ്ലാൻ ബോഡി എന്താണ്? ഹാപ്ലോയിഡ് ആണ്. കാരണം തുടക്കത്തിലല്ലേ ഫംഗൈൻ്റെ അടുത്തേക്ക് വരുന്നതല്ലേ, ഇവരൊക്കെ ഹാപ്ലോയിഡ് പ്ലാൻ ബോഡി ഉള്ള ആൾക്കാരാണ്. ആൽഗയുടെ പ്ലാൻ ബോഡി ഈസ് ഹാപ്ലോയിഡ്. സോ എന്താ ചെയ്യാന്ന് വെച്ചാൽ, അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു ആൽഗെ. ഓക്കെ, സോ ഞാൻ നമ്മുടെ ആരെ വരയ്ക്കാം? ക്ലാമിഡോമോണസിനെ വരയ്ക്കാം. സോ ദിസ് ഈസ് ക്ലാമിഡോമോണസ്. ജസ്റ്റ് വിചാരിക്കുക, ഇത് ക്ലാമിഡോമോണസ് ആണ്, ഒരു ആൽഗയാണ്, യൂണിസെല്ലുലാർ ആയിട്ടുള്ള ആൽഗയാണെന്ന് വിചാരിക്കുക. ഇവൻ്റെ ഉള്ളിൽ n നമ്പർ ഓഫ് ക്രോമസോംസ് ഉണ്ട്, അതായത് ഹാപ്ലോയിഡ് ആണ്, n നമ്പർ ഓഫ് ക്രോമസോംസ് ആണുള്ളത്. ഇവൻ ഇങ്ങനെ വലുതായി കുറേ കാലം ഇങ്ങനെ വലുതായി വന്നിട്ട് ഹി വിൽ ബി അണ്ടർഗോയിങ് മൈറ്റോസിസ് നടക്കും. ഇവൻ്റെ ഉള്ളിൽ എന്ത് നടക്കും? മൈറ്റോസിസ് നടക്കും. ഞാൻ പറഞ്ഞില്ല, ഹാപ്ലോയിഡ് സെൽസിന് മൈറ്റോസിസ് നടക്കും. ആൻഡ് ഹി വിൽ ബി ഫോമിങ് സ്പോർ ഫോം ചെയ്യും. മൈറ്റോസിസ് നടന്നിട്ട് ഫോം ചെയ്യുന്ന സാധനത്തിൻ്റെ പേര് സ്പോർ എന്നാണ് ഫോം ചെയ്യുക. ഗാമേറ്റ് ഫോം ചെയ്യണമെങ്കിൽ മിയോസിസ് ഈസ് മാൻഡേറ്ററി. മിയോസിസ് നടന്നാൽ മാത്രമേ നമുക്ക് ഇതിനെ ഗാമേറ്റ് എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. മൈറ്റോസിസ് നടന്നിട്ട് ഫോം ചെയ്യുന്നതിൻ്റെ ആൾ പേര് എന്താണ്? സ്പോർ എന്നുള്ള സാധനമാണ് ഫോം ചെയ്യുക. അപ്പോൾ സ്പോർ എന്തായിരിക്കും? സ്പോർ വിൽ ബി ഓൾസോ ഹാപ്ലോയിഡ് ആയിരിക്കും. ക്ലിയർ ആണോ? സോ ഇവൻ സ്പോർ ഫോം ചെയ്യുന്നത് കൊണ്ട്, ക്ലിയർ, നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവൻ സ്പോറാണ് ഫോം ചെയ്യുന്നത് കൊണ്ട് ഇവനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പോറോഫൈറ്റ് എന്ന് വിളിക്കും. ഇതിൻ്റെ മെയിൻ പ്ലാൻ ബോഡീനെ വിളിക്കുന്ന പേരെന്താണ്? സ്പോറോഫൈറ്റ് എന്ന് വിളിക്കും. വി വിൽ ബി കോളിംഗ് ഇറ്റ് ആ സ്പോറോഫൈറ്റ്. ഇവൻ സ്പോറാണ് ഫോം ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് ഇവൻ്റെ മെയിൻ പ്ലാൻ ബോഡീനെ നമ്മൾ എന്ത് വിളിക്കും? സ്പോറോഫൈറ്റ് എന്ന് വിളിക്കും. മറന്നു പോകത്തില്ലല്ലോ, ഒരിക്കലും മറന്നു പോകില്ലല്ലോ. ഇനി സ്പോർ ഫോം ചെയ്യും. അതുപോലെ വേറൊരു ക്ലാമിഡോമോണസ് വരും കേട്ടോ, ഒരു സെക്കൻഡ് ക്ലാമിഡോമോണസ്. ഞാനൊരു സെക്കൻഡ് ക്ലാമിഡോമോണസിനെ വരയ്ക്കാം. സോ ഇതൊരു സെക്കൻഡ് ക്ലാമിഡോമോണസ് ആയിരുന്നു, വേറെ ക്ലാമിഡോമോണസ് നമ്പർ 2. ഇവനും ഹാപ്ലോയിഡ് ആയിരുന്നു. ഇവനും ഇതുപോലെ എന്ത് നടന്നു? മൈറ്റോസിസ് നടന്നിട്ട് ഹി വിൽ ബി ഫോമിങ് അനദർ സ്പോർ. രണ്ടാമത്തെ ഒരു സ്പോർ ഫോം ചെയ്തു, സെക്കൻഡ് സ്പോർ ഫോം ചെയ്തു. ദിസ് ഈസ് ഓൾസോ എൻ. രണ്ട് സ്പോർ ഫോം ചെയ്തു. ആൻഡ് വാട്ട് വിൽ ഹാപ്പൻ ഈസ് ദാറ്റ് ഈ രണ്ട് സ്പോറും കൂടി ചേരും. ദാറ്റ് വിൽ ബി ഗാമേറ്റ്. ഒരു ഫ്യൂഷൻ നടക്കും, രണ്ട് സ്പോറിൻ്റെ ഫ്യൂഷൻ നടക്കും. സോ ദിസ് ഈസ് ഒരു ആക്ച്വലി സൈഗോട്ട് പോലത്തെ സാധനം ഫോം ചെയ്യും, ഒരു സൈഗോട്ട് ഫോം ചെയ്യും. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, ഒരു സൈഗോട്ട് ഫോം ചെയ്യും. സൈഗോട്ട് വിൽ ബി ഡിപ്ലോയിഡ് ആയിരിക്കും. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ട് സ്പോർസ് കൂടി ചേർന്നിട്ട് ഇതാവും. അപ്പോൾ ഈ ഓറഞ്ച് നിറത്തിൽ ഞാൻ വരച്ച ക്ലാമിഡോമോണസ് ആരാ? ഇത് നോക്ക്, ഇതിനകത്ത് മൈറ്റോസിസ് നടന്നിട്ട് സ്പോർ ഫോം ചെയ്തില്ലേ? സോ ഹീസ് ഓൾസോ സ്പോറോഫൈറ്റ് ആയിരിക്കും ഉണ്ടാവുക. ഇവൻ സ്പോറോഫൈറ്റ് ആയിട്ട് ഇങ്ങനെ വലുതായി വന്ന് അവിടെ നിന്ന് ഒരു സ്പോർ ഫോം ചെയ്തു. രണ്ടുപേരുടെ സ്പോർസ് നമ്മൾ കൂട്ടിച്ചേർന്നു. ക്ലിയർ അല്ലേ നോക്ക്, സൈഗോട്ട് ഫോം ചെയ്തു. ഇനി സൈഗോട്ടിന് ഇവിടെ എക്സിസ്റ്റൻസ് ഇല്ല. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, ഇവിടെ സൈഗോട്ടിന് എക്സിസ്റ്റൻസ് ഇല്ല. സൈഗോട്ട് ഇമ്മീഡിയറ്റ്ലി അണ്ടർഗോസ് മിയോസിസ്. നടക്കും. അപ്പം തന്നെ ഒറ്റയടിക്ക് മിയോസിസ് നടക്കും. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, ഒറ്റയടിക്ക് മിയോസിസ് നടക്കും. സൈഗോട്ട് പിന്നെ എംബ്രിയോ ആവാനൊന്നും പോയില്ല. ഹ്യൂമൻ്റെ കേസിൽ എങ്ങനെയായിരുന്നു? സൈഗോട്ട് വളർന്ന് എംബ്രിയോ ആയി അഡൾട്ടിൻ്റെ ഉള്ളിലായിരുന്നു മിയോസിസ് നടക്കുന്നത്. ഇതങ്ങനെയല്ല, സൈഗോട്ട് തന്നെ മിയോസിസ് നടക്കും. മിയോസിസ് നടന്നു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, രണ്ട് സെല്ല് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യും. ഒരു N ഒരു സൈഡിലേക്കും ഒരു N അടുത്ത സൈഡിലേക്കും പോകും. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് തിങ്. ഓക്കെ, സോ ദിസ് ഈസ് ഒരു ഗാമേറ്റ് അല്ലേ? ദിസ് ഈസ് ഫോമിങ് എ ഗാമേറ്റ്. ഇതൊരു ഗാമേറ്റ് ഫോം ചെയ്യും. ദിസ് ഈസ് ഫോമിങ് അനദർ ഗാമേറ്റ് ഫോം ചെയ്യും. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് അല്ലേ? മിയോസിസ് നടന്നു കഴിഞ്ഞാൽ ഫോം ചെയ്യുന്നതിൻ്റെ പേരെന്താ? വാട്ട് ഈസ് ഫോംഡ് ആഫ്റ്റർ മിയോസിസ്? ഗാമേറ്റ് ഫോം ചെയ്യും. സോ നമ്മൾ ഈ സൈഗോട്ടിനെയാണ് നമ്മൾ ഇതിനെന്ത് വിളിക്കുന്നത്? ഗാമേറ്റ് ഫോം ചെയ്യുന്ന ആൾ എന്ന് വിളിക്കുന്നത്. ഗാമേറ്റ് ഫോം ചെയ്യുന്ന ആൾ എന്ന വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ വാക്ക്? സോ ദാറ്റ് വേർഡ് ഈസ് നോൺ ആസ് വാട്ട്? ഗാമറ്റോഫൈറ്റ് എന്ന് വിളിക്കും. ഗാമറ്റോഫൈറ്റ് ഫോം ചെയ്യുന്ന ആള് ഗാമറ്റോഫൈറ്റ്. സോ ആരാണ് ആൽഗകളിലെ ഗാമറ്റോഫൈറ്റ്? സൈഗോട്ടാണ് ആൽഗകളിലെ ഗാമറ്റോഫൈറ്റ്. മനസ്സിലാവുന്നുണ്ടോ? സൈഗോട്ടാണ് ആൽഗകളിലെ ഗാമറ്റോഫൈറ്റ്. സോ ഗാമറ്റോഫൈറ്റ് എത്ര നേരം ജീവിക്കും? കുറച്ച് നേരം. നോക്ക്, രണ്ട് സ്പോറുകൾ കൂടി ചേർന്ന് സൈഗോട്ട് ഉണ്ടായി. സൈഗോട്ട് മിയോസിസ് നടന്ന് രണ്ട് ഗാമേറ്റ് ഉണ്ടായി. ഗെറ്റിംഗ്?
Are you understanding? രണ്ട് ഗാമേറ്റ് അല്ല, മിയോസിസ് നടന്നാൽ 4 ഗാമേറ്റ് ഫോം ചെയ്യും. യു നോ ദാറ്റ് തിങ്. സോ ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊഡ്യൂസിങ് ഇൻ ടു ഗാമേറ്റ്. ഈ ഗാമേറ്റ് ഫോം ചെയ്തു. അപ്പോൾ കുറഞ്ഞൊരു സമയം മാത്രമേ ഗാമറ്റോഫൈറ്റ് ഉണ്ടായിരുന്നുള്ളൂ. വാട്ട് വിൽ ഹാപ്പൻ ടു ദ ഗാമേറ്റ്? ഈ ഗാമേറ്റ് വിൽ ഡയറക്ട്ലി ജെർമിനേറ്റ്. ഇത് ജെർമിനേറ്റ് ചെയ്യും. Gamete will directly germinate. This will be directly germinate, and this is forming another sporophyte in ഉണ്ടാക്കും. This will be forming another sporophyte. നിങ്ങൾ ഇവിടെ നോക്ക്, ഇതാണ് ഇതിൻ്റെ ലൈഫ് സൈക്കിൾ. യു ഹാവ് ടു സീ ദാറ്റ് തിങ്. ഇതാണ് ഇതിൻ്റെ ലൈഫ് സൈക്കിൾ ഉണ്ടാവുക. സോ ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന ലൈഫ് സൈക്കിളാണ് നിങ്ങളിവിടെ കാണുന്നത്. നിങ്ങളിവിടെ കണ്ടു നോക്ക്. സോ ഇനീഷ്യലി എന്തുണ്ടായി? മിയോസിസ് നടന്നു. ഇവിടെ സ്പോർസ് ഉണ്ടായിരുന്നു. ഓക്കെ. സോ മിയോസിസ് നടന്നു. ഇവിടെ സ്പോർസ് ഉണ്ടായിരുന്നു. പറഞ്ഞതിൽ തിരിഞ്ഞു പോയിട്ടുണ്ടോ? am I getting wrong here? Any wrong here? ഓക്കെ ചെറിയ ഒരു മിസ്റ്റേക്ക് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ സാധനം തന്നെയാണ് ഉണ്ടാവുക. ഇവിടെ എന്തായാലും മിയോസിസ് നടന്നിട്ട് സ്പോർസ് ഫോം ചെയ്തു. അതിൽ നിന്ന് ഗാമേറ്റ്സ് ഫോം ചെയ്തു. ഹാപ്ലോയിഡ്സ് ഫേസ് ആണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. ഇവിടെ നിന്ന് എന്തായി? ഹാപ്ലോയിഡ് ഫേസിൽ നിന്ന് ഗാമറ്റോജെനസിസ് നടന്നു. ഗാമറ്റോജെനസിസ് നടക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എന്താ നടന്നത്? മൈറ്റോസിസ് വഴിയിട്ടാണ് ഗാമറ്റോജെനസിസ് നടന്നത്. ഞാൻ പറഞ്ഞതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, തിരിഞ്ഞിട്ടുണ്ട്. ഗാമറ്റോജെനസിസ് നടന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് രണ്ട് കൂടി ചേർന്നിട്ട് സൈഗോട്ട് ഫോം ചെയ്തു. സൈഗോട്ട് ഇസ് ദ ആരാണ്? സ്പോറോഫൈറ്റ് ആണ്. സൈഗോട്ടാണ് സ്പോറോഫൈറ്റ് കേട്ടോ. സൈഗോട്ട് ഇസ് ദ സ്പോറോഫൈറ്റ്. സോ ദാറ്റ് വിൽ ബി ഫോമിംഗ് ഹാർട്ടിങ് ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്? ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ. ദാറ്റ് ഈസ് നോട്ട് ആസ് വാട്ട്? ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എന്ന് വിളിക്കുന്ന സാധനം ഇതാണ്. സോ ദിസ് ഈസ് സീൻ ഇൻ വേറെ എവിടെയാണ് കാണുന്നത്? നമ്മുടെ പ്ലാന്റ്സിലാണ് നടക്കുന്നത്. സോ ഞാൻ പറഞ്ഞതിനകത്ത് ഒരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. സോ ഒന്നുകൂടി പറഞ്ഞോ, നിങ്ങൾ കേട്ടോ. ആൽഗേനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ആൽഗേനെ പറ്റി ആലോചിക്കുമ്പോൾ ആൽഗയുടെ മെയിൻ പ്ലാന്റ് ബോഡി, വാട്ട് വിൽ ബി ദ മെയിൻ പ്ലാന്റ് ബോഡി? നിങ്ങൾ ആലോചിച്ച് നോക്ക്. മെയിൻ പ്ലാന്റ് ബോഡി ഡിപ്ലോയിഡ് ആയിരിക്കും, ഹാപ്ലോയിഡ് ആയിരിക്കും? നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ആൽഗയുടെ മെയിൻ പ്ലാന്റ് ബോഡി വിൽ ബി ഹാപ്ലോയിഡ്. ആൽഗയുടെ മെയിൻ പ്ലാന്റ് ബോഡി വിൽ ബി, വാട്ട് ഈസ് ദ മെയിൻ പ്ലാന്റ് ബോഡി? ആൽഗയുടെ മെയിൻ പ്ലാന്റ് ബോഡി എന്തായിരിക്കണം? ഹാപ്ലോയിഡ് ആയിരിക്കണം. ആൻഡ് വാട്ട് വിൽ ഹാപ്പൻ ടു ദ ഹാപ്ലോയിഡ് തിങ് വിൽ ബി അണ്ടർഗോയിങ് മൈറ്റോസിസ്. മൈറ്റോസിസ് വഴി ഇവർക്ക് ഫോം ചെയ്യുന്നത്, ഞാൻ സ്പോർ എന്നാണ് അവിടെ പറഞ്ഞിരുന്നത്, പക്ഷേ ദാറ്റ് ഈസ് റോങ്. ദാറ്റ് ഈസ് ഫോമിങ് വാട്ട്? ദാറ്റ് ഈസ് ഫോമിങ് ഗാമേറ്റ്സ് ഫോം ചെയ്യും. മൈറ്റോസിസ് വഴി ദാറ്റ് ഈസ് പ്രൊഡ്യൂസിങ് ദ ഗാമേറ്റ്സ്. സോ ഈ ഹാപ്ലോയിഡ് പ്ലാന്റ് ബോഡീനെ നമ്മൾ വിളിക്കുന്നത്, ഗാമേറ്റുകൾ ഫോം ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഇതിനെ വിളിക്കുന്നത് ഗാമറ്റോഫൈറ്റ് എന്നാണ് വിളിക്കുന്നത്. ദിസ് ഈസ് നോൺ ആസ് വാട്ട്? ഗാമറ്റോഫൈറ്റ് എന്നാണ് വിളിക്കുക. ദാറ്റ് ഈസ് നോൺ ആസ് ഗാമറ്റോഫൈറ്റ്. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. തെറ്റിപ്പോരുതേ, തിരിഞ്ഞു പോരുതേ. ഇവിടെ ഹാപ്ലോയിഡ് ആണ് ഇവരുടെ പ്ലാന്റ് ബോഡി. ഹാപ്ലോയിഡ് പ്ലാന്റ് ബോഡിയിൽ മൈറ്റോസിസ് വഴി എന്ത് ഫോം ചെയ്യും? ഗാമേറ്റുകൾ ഫോം ചെയ്യും. അതിനെ ഗാമറ്റോഫൈറ്റ് എന്ന് വിളിക്കും. സോ ഇവരുടെ മെയിൻ ഫേസിസ് എൻ ആയിരിക്കും. ആൻഡ് ഈ ഗാമേറ്റ്സ് ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ there will be 2 gametes will be fusing, that is producing a zygote produce ചെയ്യും. Zygote എന്ത് ചെയ്യും? Zygote will immediately undergo. What will happen to the zygote? Zygote will be undergoing meiosis. Zygote will be immediately undergoing what? Meiosis. Meiosis will be forming what? Spores form ചെയ്യും. So ഈ zygote എന്ന് പറഞ്ഞാൽ 2n ഉള്ള ഫേസ് നോക്ക്. Zygote എന്ന് പറഞ്ഞാൽ 2n ഉള്ള ഫേസിന് ഷോർട്ട് ലിവ്ഡ് ആണ്, വെരി ഷോർട്ട് ലിവ്ഡ് ആണ്. ആൻഡ് zygote is known as, ഞാൻ തെറ്റി പറഞ്ഞത് അവിടെ ഗാമറ്റോഫൈറ്റ് എന്നായിരുന്നു പറഞ്ഞത്. Zygote is after meiosis it is forming spores. So zygote is known as what? Sporophyte എന്നാണ്. Zygote is what? Sporophyte ആണ്. You have to understand. Sporophyte ആണ് ഉണ്ടാവുക. That is forming spores ഉണ്ടാവും. And this spores will be further developing into the algae. There. So major phase is haploid ആണ്. So this life cycle is known as what? Haplontic life cycle. This is known as what? Haplontic life cycle. Clear ആണോ? Is that okay? നാളെ കണ്ടിന്യൂഷൻ ഉണ്ടാവുമെന്നോ? നാളെ കണ്ടിന്യൂഷൻ ഉണ്ടാവില്ല, ഇന്നത് തീർക്കും. ഇന്ന് നമ്മൾ ഈ ഒരു ലൈഫ് സൈക്കിളും കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. എനിക്ക് ഐ ഹാവ് ടു കണ്ടിന്യൂ. ആക്ച്വലി റീപ്രൊഡക്ഷൻ മാത്രം എടുക്കുകയാണെങ്കിൽ ഐ തിങ്ക് ലൈക്ക് എനിക്ക് എൻറ്റയർ ബയോളജി കവർ ചെയ്യാൻ പറ്റും, ഫുൾ സാധനങ്ങൾ കവർ ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് ദ ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ സീൻ ഇൻ ആൽഗെ. ഓക്കെ, റെഡി ആണോ നോക്കേ. ഇനി വേറൊരു കാര്യം, ആൽഗേൻ്റെ ഉള്ളിൽ ഒരുപാട് എക്സെപ്ഷൻസ് ഉണ്ട്. യു നോ വാട്ട് ഈസ് ദ എക്സെപ്ഷൻസ് ഇൻ ആൽഗെ? ആൽഗെ ക്യാൻ ബി, അതായത് ആൽഗെ ഗ്രൂപ്പിൽ വരുന്ന ഓർഗാനിസത്തിൽ ഹാപ്ലോണ്ടിക്കും ഹാപ്ലോഡിപ്ലോണ്ടിക്കും ഡിപ്ലോണ്ടിക്കും ആയിട്ടുള്ള ആൽഗകളുണ്ട്. സോ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഇൻ NCERT ടെക്സ്റ്റ് ബുക്ക്. വളരെ ക്ലിയർ ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് ആരൊക്കെയാണ് അതെന്നുള്ള കാര്യങ്ങൾ. അതായത് പ്ലാന്റ് കിങ്ഡം എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ ഏറ്റവും ലാസ്റ്റിലെ പാരഗ്രാഫ്, യു ഹാവ് ടു ഗോ ടു ദ ഏറ്റവും ലാസ്റ്റിലെയും അതിൻ്റെ തൊട്ട് മേലത്തെയും പാരഗ്രാഫ്. ആ ഒരു പാരഗ്രാഫിൽ നോക്കുകയാണെങ്കിൽ എക്സെപ്ഷൻസ് ഉണ്ട്. യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ എക്സെപ്ഷൻസ് ദെയർ. ഓക്കെ, സോ ദിസ് ഈസ് ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ. ഇനി നോക്ക്, ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിളിനെ പറ്റി പറയാം. ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എവിടെയായിരുന്നു കാണുന്നത്? ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എന്ന് കേൾക്കുമ്പോൾ നോക്ക്, നിങ്ങൾ എക്സാം ഹാളിൽ നിങ്ങൾക്ക് കിട്ടുന്ന വാക്ക്, ക്വസ്റ്റ്യൻ പേപ്പറിൽ കിട്ടുന്ന വാക്ക് ഡിപ്ലോണ്ടിക് എന്നാണ്. ഡിപ്ലോണ്ടിക് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം കാണേണ്ടത് മെയിൻ ബോഡി ഈസ്
മെയിൻ ബോഡി ഈസ് എന്തായിരിക്കണം, മെയിൻ ബോഡി ഡിപ്ലോയിഡ് ആയിരിക്കണം. മെയിൻ ബോഡി ഷുഡ് ബി ഡിപ്ലോയിഡ് എന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരണം. മെയിൻ ബോഡി ഡിപ്ലോയിഡ് ആയിട്ടുള്ളത് ആർക്കാണ് ഏറ്റവും കൂടുതൽ? നമുക്കറിയാം അനിമൽസിന്, ഹ്യൂമൻസിന് അങ്ങനെയാണ്. അനിമൽസിന് മെയിൻ ബോഡി ഡിപ്ലോയിഡ് ആണ്. സോ അനിമൽസിനോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ്? അനിമൽസിനോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന ആൾക്കാർ നമുക്കറിയാം ആൻജിയോസ്പേംസ്. ആൻജിയോസ്പേംസ് അനിമൽസിനോട് തൊട്ട് വരുന്നതാണ്. തൊട്ട് ബാക്കിലുള്ള ആൾ ജിംനോസ്പേം. ഇവർ രണ്ടുപേരാണ് എന്ത്? ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിളിൻ്റെ ആൾക്കാർ. ഇവർ രണ്ടുപേരാണ് എന്ത്? ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിളിൻ്റെ ആൾക്കാർ. ക്ലിയർ ദാറ്റ്? ഈസ് ദാറ്റ് ക്ലിയർ? ഇവർ രണ്ടുപേരാണ് എന്ത്? ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിളിൻ്റെ ആൾക്കാർ. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇവരിൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ഇവരിൽ നമ്മൾ ഈ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജിംനോസ്പെർമിൻ്റെയോ ആൻജിയോസ്പെർമിൻ്റെയോ സ്ട്രക്ചറോ കാര്യങ്ങളോ ഓർക്കണ്ട. നിങ്ങൾ ഓർക്കേണ്ട സാധനം അനിമൽസിനെ പോലെ എന്ന് ഓർത്താൽ മതി, അല്ലെങ്കിൽ ഹ്യൂമൻസിനെ പോലെ എന്ന് ഓർത്താൽ മതി. ഹ്യൂമൻസ് എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും ഈ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ മുന്നോട്ട് പോവുക. സോ സിമ്പിളായിട്ട് ചിന്തിക്കുക, ഹ്യൂമൻസിൽ എങ്ങനെയാണ് നടക്കുക? പറ, ഹ്യൂമൻസിൽ എങ്ങനെ നടക്കുക? ഹ്യൂമൻസിൽ രണ്ട് ഇൻഡിവിജ്വൽ ഉണ്ടാവും. ബേസിക്കലി രണ്ട് ഇൻഡിവിജ്വൽ ഉണ്ടാവും. ഇപ്പോൾ ജിംനോസ്പെർമിലും ആൻജിയോസ്പെർമിലും അതെ രണ്ട് ഇൻഡിവിജ്വൽ ഉണ്ടാവും. സോ ദർ വിൽ ബി എ മെയിൽ ഉണ്ടാവും. ജിംനോസ്പെർമിൽ മെയിൽ ഉണ്ട്, ആൻജിയോസ്പെർമിൽ മെയിൽ ഉണ്ട്. അല്ലെങ്കിൽ മെയിൽ ഓർഗൻ ഉണ്ടാവും കേട്ടോ. ഒരു മെയിൽ ഫീമെയിൽ രണ്ടാളുണ്ടാവണമെന്നില്ല. മെയിൽ ഓർഗൻ ആൻഡ് ഫീമെയിൽ ഓർഗൻ ഉണ്ടാവും. മെയിൽ ഓർഗൻ ആൻഡ് ഫീമെയിൽ ഓർഗൻ ഉണ്ടാവും. സോ ഇവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യും? ദാറ്റ് വിൽ ബി പ്രൊഡ്യൂസിങ് ഗ്യാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ദാറ്റ് വിൽ ബി പ്രൊഡ്യൂസിങ് ഗ്യാമേറ്റ്. Okay, you have to understand that will be producing gamete. And ഇവിടുന്ന് ഗ്യാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്തു, മെയിൽ ഗ്യാമേറ്റ് ആൻഡ് ഫീമെയിൽ ഗ്യാമേറ്റ്. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവരിൽ അതായത് ജിംനോസ്പെർമിലും ആൻജിയോസ്പെർമിലും ഗ്യാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മിയോസിസ് വഴിയാണോ മൈറ്റോസിസ് വഴിയാണോ? ക്യാൻ യു ടെൽ മീ ദിസ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ മിയോസിസ് ഓർ മൈറ്റോസിസ്? എങ്ങനെ പറയാം? Can you tell me that is producing by meiosis or mitosis? Definitely നമുക്കറിയാം അല്ലേ, ഇവരെങ്ങനെയാണ്? their main plant body is diploid. ജിംനോസ്പെർം ആൻഡ് ആൻജിയോസ്പെർമിൽ ഡിപ്ലോയിഡ് ആണ്. സോ ദിസ് മെയിൽ ഓർഗൻ ഈസ് ഡിപ്ലോയിഡ് ആൻഡ് ഫീമെയിൽ ഓർഗൻ ഈസ് ഡിപ്ലോയിഡ്. സോ ഇവരിൽ ഗ്യാമേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മിയോസിസ് വഴിയിട്ടാണ്. മിയോസിസ് വഴിയിട്ടാണ് ഗ്യാമേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. യെസ് ഓർ നോ ഗൈസ്? യെസ് ഓർ നോ? മനസ്സിലാവുന്നുണ്ടോ? ആൻഡ് ഈ രണ്ട് ഗ്യാമേറ്റ്സിനെ എന്ത് ചെയ്യും? രണ്ട് ഗ്യാമേറ്റ്സിനെ കൂടെ കൂടി ചേർന്നിട്ട് ദാറ്റ് വിൽ പ്രൊഡ്യൂസ് എ സൈഗോട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് സൈഗോട്ടിന് എന്ത് പറ്റും? സൈഗോട്ട് വിൽ ബി ഡെവലപ്പിംഗ് ഇൻ ടു ആൻ embryo ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് ദ embryo will be developing into a main plant ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വിൽ ബി പ്രൊഡ്യൂസിങ് into a മെയിൻ പ്ലാന്റ് ബോഡി ആയിട്ട് ഇത് ചെയ്യും. അതിനകത്ത് മെയിൽ ബോഡീസ് ഉണ്ടാവും, ഫീമെയിൽ ബോഡീസ് ഉണ്ടാവും. ദാറ്റ് വിൽ ബി കണ്ടിന്യൂയിങ് ലൈക്ക് ദാറ്റ്. സോ യു ഹാവ് ടു സിംപ്ലി തിങ്ക് ലൈക്ക് എങ്ങനെ തിങ്ക് ചെയ്യണം? ദാറ്റ് ഈസ് നമ്മുടെ സാധാരണ ഹ്യൂമൻസിലൊക്കെ റീപ്രൊഡക്ഷൻ നടക്കുന്നത് പോലെ തന്നെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിളിനെ പറ്റിയിട്ട് ആലോചിക്കാനുള്ളത്. സോ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിളിൻ്റെ പടം കണ്ടോ നിങ്ങൾ? സോ ഇവിടെ നോക്ക് എങ്ങനെ നടക്കുന്നത്? മെയിൻ പ്ലാൻ ബോഡി ഉണ്ടായിരുന്നു. മെയിൻ പ്ലാൻ ബോഡി എന്താണ്? 2N ആണ്. 2N കഴിഞ്ഞിട്ട് മിയോസിസ് നടന്നു. മിയോസിസ് നടന്നു കഴിഞ്ഞിട്ട് ഇവിടെ എന്ത് ഫോം ചെയ്തു? ഗ്യാമേറ്റ്സ്. ലൈക്ക് ഇവിടെ അവർ ഫോം ചെയ്യുന്ന സാധനം എന്താണ്? ലൈക്ക് സ്പോർസ് ആണ് ഫോം ചെയ്യുന്നത്. സ്പോർസ് ഫോം ചെയ്യുന്നുണ്ട്. ആൻഡ് അവിടെ നിന്ന് അവരെന്ത് ഫോം ചെയ്യുന്നുണ്ട്? ഇവർ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ അവർ സൈഗോട്ട് ഫോം ചെയ്യുന്നുണ്ട്. സൈഗോട്ട് ഫോം ചെയ്യുന്നുണ്ട്. ആൻഡ് സൈഗോട്ട് വിൽ ബി ഡെവലപ്പിംഗ് ഇൻ ടു അനദർ സ്പോറോഫൈറ്റ്. സോ ഇവരുടെ മെയിൻ പാർട്ട് വിൽ ബി ദാറ്റ് ഈസ് 2N. ആൻഡ് വെരി ഷോർട്ട്ലി ഇവിടെ ആയിട്ട് ആ ഗ്യാമേറ്റിൻ്റെ സ്റ്റേജിൽ, ഈ ഒരു സ്റ്റേജിൽ മാത്രമായിരിക്കും ഇവരെന്തായിട്ട് നിൽക്കുന്നത്? ഹാപ്ലോയിഡ് ആയിട്ട് നിൽക്കുന്നത്. നോക്കുക, ഇവരും ഈ ഒരു സ്റ്റേജിൽ മാത്രം, ഗ്യാമേറ്റിൻ്റെ സ്റ്റേജിൽ മാത്രമായിരിക്കും ഹാപ്ലോയിഡ് ആയിട്ട് നിൽക്കുന്നത്. മെയിൻ സ്റ്റേജിൽ എല്ലാവർക്കും ഇവിടെ 2N അല്ലേ? നോക്കുക, സൈഗോട്ട് ഈസ് 2N, എംബ്രിയോ ഈസ് 2N, മെയിൻ പ്ലാന്റ് ബോഡി ഈസ് 2N, ആൻഡ് ദിസ് മെയിൽ ഓർഗൻ ആൻഡ് ഫീമെയിൽ ഓർഗൻ ദിസ് ഈസ് 2N. സോ ഇവരെ നമ്മൾ എന്ത് വിളിക്കും? ഡിപ്ലോണ്ടിക് എന്ന് വിളിക്കും. ദിസ് ഈസ് നോൺ ആസ് വാട്ട്? ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എന്ന് വിളിക്കും. ആൻഡ് ഇൻ ബിറ്റ്വീൻ വരുന്ന രണ്ടാൾക്കാർ, സോ ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്? ഹാപ്ലോഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എന്ന് വിളിക്കും. ഹാപ്ലോഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിളിൻ്റെ എക്സാമ്പിൾസ് ആരൊക്കെയാണ് മക്കളെ? രണ്ടാൾക്കാർ, ഒന്ന് ബ്രയോഫൈറ്റ്, അടുത്ത ആളുടെ പേരെന്താണ്? ടെറിഡോഫൈറ്റ് എന്നാണ്. ബ്രയോഫൈറ്റിൽ കൂടുതൽ വരുന്നത് ഹാപ്ലോയിഡ് ആയിരിക്കും. ഹാപ്ലോ ഡിപ്ലോയിഡ് ആയിരിക്കും കൂടുതൽ വരുന്നത്. ആരിൽ? ബ്രയോഫൈറ്റ്സിൽ വരുന്നത്. പക്ഷേ ടെറിഡോഫൈറ്റ്സിൽ വരുമ്പോൾ കൂടുതൽ വരുന്നത് ആരായിരിക്കും? ഡിപ്ലോ ഹാപ്ലോയിഡ് ആയിരിക്കും. തിരിച്ചിട്ടാണ് വരിക. കൂടുതൽ പോർഷനും ഡിപ്ലോയിഡ് ആയിരിക്കും, കുറഞ്ഞ പോർഷൻ മാത്രമേ ഹാപ്ലോയിഡ് വരുന്നുണ്ടാവുള്ളൂ ടെറിഡോഫൈറ്റ്സിൽ വരുമ്പോൾ. സോ ദാറ്റ് ഈസ് ലൈക്ക് ദിസ് തിങ് ഓൺലി. ഓക്കെ, സോ ഇത് നിങ്ങൾ ഓർത്തിരിക്കണം. ആൻഡ് ദിസ് ഈസ് അനദർ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. VIP പോയിന്റ്സ് ആണ്. സോ ഇതിനകത്ത് ഇന്നത്തെ സെഷനിൽ നമ്മൾ പഠിച്ചിട്ടുള്ള രണ്ട് ഇമ്പോർട്ടൻറ്റ് സാധനങ്ങളാണ്, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാധനങ്ങളാണ്. ഇത് നോക്ക്, ഈ 4 മാർക്കിൻ്റെ ഈ ഒരു ടേബിൾ, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഈ ഒരു ലൈഫ് സൈക്കിളിൻ്റെ ഈ ഒരു സാധനം. സോ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ 3 തരത്തിലുള്ള ലൈഫ് സൈക്കിളാണ് ഉള്ളത്. ഏതൊക്കെയാണ് ലൈഫ് സൈക്കിൾ? നിങ്ങൾ നോക്കിയാൽ ആദ്യം നമ്മൾ പഠിക്കേണ്ട സാധനം ഏതായിരുന്നു? ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിളാണ് ആദ്യം പഠിക്കേണ്ടത്. പിന്നെ പഠിക്കേണ്ടത് ഹാപ്ലോ ഡിപ്ലോണ്ടിക് ആണ്. ഹാപ്ലോയിഡിൽ നിന്ന് ഡിപ്ലോയിഡിലേക്ക് വരുന്ന ഒരു സാധനം ഹാപ്ലോ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിളാണ് പിന്നെ പഠിക്കാനുള്ളത്. ആൻഡ് അടുത്തത് പഠിക്കാനുള്ളത് എന്താണ്? ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിളാണ് പഠിക്കാനുള്ളത്. ആൻഡ് ഇതിൻ്റെ ഓർഡർ എങ്ങനെയാണ് നമ്മൾ പഠിക്കും? ഓർഡർ പഠിക്കാനുള്ളത് ആൽഗെ, ബ്രയോഫൈറ്റ് ആൻഡ് ടെറിഡോഫൈറ്റ്. ആൻഡ് അടുത്തതിൽ പറയാനുള്ളത് ആരാണ്?
ജിംനോസ്പേംസ് ആൻഡ് ആൻജിയോസ്പേംസ് ഇത്ര സാധനങ്ങളാണ് എന്ത് ചെയ്യാനുള്ളത് നമ്മളിവിടെ പഠിക്കാനുള്ളത്. സോ ഇതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഐ തിങ്ക് ലൈക്ക് ദിസ് ഈസ് അനദർ 4 മാർക്സ്. പ്ലാൻ കിങ്ഡത്തിൽ നിന്നുള്ള 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു സാധനം. സോ ഇത് ഓർത്തിരിക്കുക. ആൻഡ് ഐ തിങ്ക് ലൈക്ക് നമുക്ക് ഇനിയൊരു സെഷൻ ഓൺ ഡിമാൻഡ് ഉണ്ട്. അതിനകത്ത് എനിക്ക് തോന്നുന്നത് അനിമൽ കിങ്ഡത്തിലുള്ള റീപ്രൊഡക്ഷൻ്റെ ട്രെൻഡ്സും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യാം. ആൻഡ് അപ്പോൾ അതിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം നമുക്ക് ഈ സാധനങ്ങൾ മുഴുവൻ കവർ ചെയ്യാൻ പറ്റും. ആൻഡ് ഇനിയും ഞാൻ അങ്ങോട്ട് നീട്ടി പോകാൻ ഉദ്ദേശിക്കുന്നില്ല ഈ സെഷൻ, കാരണം എനിക്ക് കുറേ കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. ഇതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങളുടെ ഓരോ സാധനത്തിൽ ആൽഗയിലുള്ള റീപ്രൊഡക്ഷൻ, ക്ലോറോഫൈസിയ, ഫിയോഫൈസിയെ, ആൻഡ് റോഡോഫൈസിയ, ബ്രയോഫൈറ്റ്സിൻ്റെ റീപ്രൊഡക്ഷനും ലിവർ വേർഡ്സിൻ്റെ റീപ്രൊഡക്ഷൻ, മോസിൻ്റെ റീപ്രൊഡക്ഷനൊക്കെ സെപ്പറേറ്റ് പറയാനുണ്ട്. സോ ഇതെല്ലാം കണക്ട് ചെയ്ത് പഠിക്കാം. സോ സിമ്പിൾ ലോജിക്കാണ്, ഇപ്പോൾ പറ്റില്ല. അതായത് നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ട കാര്യം മാത്രം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഈ ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ വളരെ ക്വിക്കായിട്ട് NCERT വായിക്കുക. ഭയങ്കര ക്വിക്ക് റിവിഷൻസ് ഓഫ് NCERT ആണ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. ക്വിക്ക് റിവിഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ ഈ ഒരു സ്റ്റേജ് ഓഫ് സ്റ്റഡിയിൽ. NCERT വളരെ സ്പീഡിൽ വായിക്കുക. ആൻഡ് NCERT അല്ലാത്ത വേറെ എന്തെങ്കിലും നോട്ട്സോ വേറെ എന്തെങ്കിലും സാധനങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ നമുക്ക് വേറെ NCERT അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഷോർട്ട് നോട്ട്സ് NCERTയുടെ മേഖലയിൽ എഴുതി വെച്ചിട്ടുള്ള ഷോർട്ട് നോട്ട്സ് ഉണ്ടെങ്കിൽ മാത്രം വായിക്കുക. വേറെ ഏതെങ്കിലും നോട്ട്ബുക്കിൽ നിങ്ങൾ നോട്ടുകളോ കാര്യങ്ങളോ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് എറിഞ്ഞ് കളഞ്ഞേക്കുക, കത്തിച്ചേക്കുക. ഞാനങ്ങനെ പറയുന്നു, നോട്ട് കത്തിച്ചോ, ഒരു കുഴപ്പമില്ല, നോട്ട് കത്തിച്ച് കളയണം. അല്ലാതെ ഈ സമയത്ത് ഇരുന്നിട്ട് നിങ്ങൾ ആരും എന്ത് ചെയ്യരുത്, നോട്ട്ബുക്കുകൾ വായിച്ചുകൊണ്ടിരിക്കരുത്. എസ്പെഷ്യലി ബയോളജിയുടെ കാര്യത്തിൽ. ബയോളജിക്ക് മാത്രമല്ല 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ബയോളജി ആൻഡ് ഇനോർഗാനിക് കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രി, ഈ 3 സാധനങ്ങളുടെ എന്ത് ചെയ്യണം, നിങ്ങൾ നോട്ട് കത്തിച്ച് കളയണം. പച്ചയ്ക്ക് തീ കൊളുത്തണം എന്ന് പറയും. ബയോളജിക്കും ഇനോർഗാനിക്കിനും ഓർഗാനിക്കിനും ഈ ഒരു ലാസ്റ്റ് സ്റ്റേജിൽ നോട്ട് വായിക്കുകയേ ചെയ്യരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഷോർട്ട് നോട്ട്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പണ്ട് പഠിക്കാൻ നേരത്തെ നിങ്ങളുടെ പറഞ്ഞിട്ട് സ്റ്റിക്ക് നോട്ട്സ് യൂസ് ചെയ്യുക, ചെറിയ ഷോർട്ട് നോട്ട്സ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാത്രം വായിക്കുക. അല്ലാതെ ഫുൾ ടൈം ഇരുന്ന് നോട്ട് വായിക്കരുത്. പരമാവധി NCERT റിവൈസ് ചെയ്തിരിക്കുക. NCERT അല്ലാതെ വേറൊരു സാധനങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈ ഒരു സമയത്ത് പഠിക്കരുത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു, ഭയങ്കര ഹാർഡ് സബ്ജക്റ്റുകൾ ഉണ്ടാവും, ഭയങ്കര ഹാർഡ് ടോപ്പിക്സ് പഠിക്കണ്ട. സിമ്പിളായിട്ട് പറയുകയാണ്, ഇപ്പോൾ നിങ്ങൾ പഠിക്കണ്ട. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ ടോപ്പേഴ്സ്. ഭയങ്കര ടോപ്പേഴ്സിൽ, അതായത് നിങ്ങളൊരു 650 എബോവ് മാർക്ക് വാങ്ങുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 650 ആണ്, കുറച്ചും കൂടി ഞാൻ ലിബറലൈസ് ചെയ്യാം. നിങ്ങളുടെ ഇപ്പോൾ നിങ്ങൾ വാങ്ങുന്ന മാർക്ക് 600+ മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററും ഇമ്പോർട്ടൻ്റ് ആണ്. യു ഹൗ ടു സ്റ്റഡി ദാറ്റ് തിങ്. 600-ന് മുകളിൽ മാർക്ക് മേടിക്കുന്ന എല്ലാവർക്കും എല്ലാ ചാപ്റ്ററും ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനത് വിട്ടു. ഇനി 600-ന് താഴെയാണ് നിങ്ങൾ സ്കോർ ചെയ്യുന്ന മാർക്കെങ്കിൽ ഞാൻ പറയുകയാണ്, ഇഫ് എനിത്തിങ് ലെസ് ദാൻ 600 അല്ലെങ്കിൽ എനിത്തിങ് ലെസ് ദാൻ 550-ന് താഴെയാണ് നിങ്ങളിപ്പോൾ സ്കോർ ചെയ്യുന്നതെങ്കിൽ യു ക്യാൻ സ്കിപ്പ് ഓൾ ദ ഹാർഡ് ചാപ്റ്റേഴ്സ്. ഐ എം ടെല്ലിങ് ലൈക്ക് ഓൾ ദ ഹാർഡ് ചാപ്റ്റേഴ്സ് സ്കിപ്പ് ചെയ്യാം. കാരണം എന്താ വെച്ചാൽ ഏറ്റവും എളുപ്പം, നിങ്ങൾ പറയാം ഏറ്റവും എളുപ്പമുള്ള സബ്ജക്റ്റ് ഏതാ, വിച്ച് ഇസ് ദ മോസ്റ്റ് ഈസിയസ്റ്റ് സബ്ജക്റ്റ്. ഡെഫിനറ്റ്ലി എല്ലാവരും പറയുന്ന വാക്കാണ് ബയോളജി. എല്ലാവർക്കും അല്ല, ഞാൻ പറയുന്നത് 90% ആൾക്കാർക്കും ബയോളജിയാണ് ഏറ്റവും ഈസിയസ്റ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് ഈസിയസ്റ്റ് ഏതാ, കെമിസ്ട്രിയാണ്. റൈറ്റ്, യു നോ ദാറ്റ് തിങ്. എനിക്കറിയാം മിക്കവാറും ആൾക്കാരൊക്കെ എന്നോട് ഇങ്ങനെ പറയാം കെമിസ്ട്രി കുഴപ്പമില്ല, ഫിസിക്സ് ആയിരിക്കും ഏറ്റവും പാടെന്നൊക്കെ പറയും. ബയോളജിയുടെ ഉള്ളിൽ നിന്ന് നമുക്ക് 360 മാർക്ക് കിട്ടാനുണ്ട് മൊത്തം. കെമിസ്ട്രിയുടെ ഉള്ളിൽ നിന്ന് മൊത്തം നമുക്ക് കിട്ടാനുള്ളത് 180 മാർക്കുണ്ട്. ഇത് രണ്ടും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് 540 മാർക്ക് കിട്ടാനുണ്ട്. സോ ഈ 540 മാർക്കായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ആൻഡ് ഫിസിക്സിനെ പാടെ ഒഴിവാക്കുക എന്നല്ല, ഫിസിക്സിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് എളുപ്പത്തിൽ കിട്ടാവുന്ന 90 മാർക്ക് ഉണ്ടാവും, 90 മാർക്സ്. പകുതി ക്വസ്റ്റ്യൻസ് ഇൻ ഫിസിക്സ് വിൽ ബി ഈസി, പകുതി ക്വസ്റ്റ്യൻസ് ഇൻ ഫിസിക്സ് വിൽ ബി പാട്. ഡെഫിനറ്റ് ആണ്, അങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാവും. ഫിസിക്സിൻ്റെ ഉള്ളിൽ നിന്ന് 180 ഞാൻ പറയുന്നില്ല, 90 മാർക്ക് കിട്ടും. സോ ഞാൻ വളരെ സിമ്പിളായിട്ടൊരു കാൽക്കുലേഷൻ പറയാം. ബയോളജിയിൽ ടോട്ടൽ 300-ൻ്റെ ഉള്ളിൽ നിന്ന് ഒരു 250 മാർക്ക് എല്ലാവർക്കും, 250 മാർക്ക് എല്ലാവർക്കും മേടിക്കാൻ പറ്റുന്ന, നിങ്ങൾ NCERT വായിച്ചാൽ മാത്രം മതി 250 മാർക്ക് ബയോളജിയിൽ നിന്ന് കിട്ടും. ഈ 180-ൻ്റെ ഉള്ളിൽ നിന്ന് ഒരു 90 മാർക്ക് എല്ലാവർക്കും കിട്ടുന്നതാണ്, വായിച്ചാൽ മാത്രം മതി. ഈ 90-ൻ്റെ ഉള്ളിൽ നിന്ന് ഒരു 50 മാർക്ക് എല്ലാവർക്കും കിട്ടുന്ന, ഒന്ന് കണക്ക് കൂട്ടിയിട്ട് പറഞ്ഞേ, നിങ്ങൾ നോക്ക്, ഇത് മാത്രം നിങ്ങൾക്ക് 400-ന് മുകളിൽ സ്കോർ എത്തിക്കാൻ വേണ്ടി തരാവുന്ന ഒരു സാധനമാണ്. സോ നിങ്ങൾ ഇപ്പോൾ 500-ന് മുകളിൽ അല്ലെങ്കിൽ 400-ന് താഴെ സ്കോർ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും ഈ കാര്യം നോക്കുക. 400-ന് താഴെയാണ് നിങ്ങൾ സ്കോർ ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റായിട്ടും ഈ ഒരു പാറ്റേൺ നിങ്ങൾ കീപ്പ് ചെയ്യുക. ബയോളജി ഫുൾ NCERT, കെമിസ്ട്രി ഫുൾ NCERT. ഞാൻ പറഞ്ഞു ഇതിനെ നോട്ടുണ്ടെങ്കിൽ കത്തിച്ച് കളഞ്ഞോ, വേണ്ട. ബയോളജിയിൽ ഫുൾ NCERT ആൻഡ് കെമിസ്ട്രിയിൽ ഫുൾ NCERT ആൻഡ് ഫിസിക്സിൽ നിങ്ങൾ അറിയുന്ന ഇക്വേഷൻസ്, അറിയുന്ന ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുക. വളരെ അറിയില്ലാത്ത ചാപ്റ്റേഴ്സ്, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സ് പാടാണ്, AC പാടാണ്, അങ്ങനെയാണെങ്കിൽ വിട്ടേക്ക്, അത് പോകണ്ട. നമുക്ക് ഫിസിക്സിൻ്റെ ഉള്ളിൽ നിന്ന് ടോട്ടൽ ഒരു 50 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്തായാലും ചെയ്തെടുക്കും, ഡെഫിനറ്റാണ്. സോ ഇത്രയും കാര്യങ്ങൾ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 400 മാർക്ക് എന്തായാലും കിട്ടും. ഡെഫിനറ്റായിട്ട് നിങ്ങളുടെ സ്കോറിങ്ങിന് മാക്സിമം കൂട്ടണം. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് 600-ന് മുകളിൽ മാർക്ക് കിട്ടുന്ന ടോപ്പേഴ്സിൻ്റെ അടുത്തല്ല പറയുന്നത്, നിങ്ങളെപ്പോലുള്ള സിമ്പിളായിട്ട് പഠിക്കുന്ന ആൾക്കാരോടാണ്. സോ ആ ഒരു നിലയിൽ എന്ത് ചെയ്യുക, ഡെഫിനറ്റായിട്ട് നിങ്ങൾ പഠിച്ച് കയറ്റാൻ നോക്കുക. ആൻഡ് ഞാൻ ഈ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സെഷൻ യൂസ്ഫുൾ ആയിരുന്നു എന്ന് തോന്നുന്നുണ്ട്. എൻ്റെ എനർജി ഏകദേശം ഡൗൺ ആയി. 10 മണിയായി, ഞാൻ ഉറങ്ങാനുള്ള സമയമായി. ഞാൻ യൂഷ്വലി
മെഡിക്കൽ കോളേജിലായിരുന്നപ്പോഴേ ഞാൻ എന്താ പറയുക ഹൗസ് റെൻസി ഒക്കെ ചെയ്തുകൊണ്ട് സമയത്ത് കണ്ടിന്യൂസ് ഉറങ്ങാണ്ടിരിക്കുമായിരുന്നു. ഞാനൊരു 84 hours ഒക്കെ കണ്ടിന്യൂസ് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ വർക്ക് ചെയ്യുന്നത് ഭയങ്കര ക്രെഡിറ്റ് ആയിട്ട് പറയല്ല, കൂടെ വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ കോമ്പൻസേറ്റ് ചെയ്യാനോ ആളില്ലാത്തതിൻ്റെ പേരിലാണ് അത്രയും നേരം വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. 84 hours 3.5 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങാണ്ട്, ഒരു തുള്ളി ഉറങ്ങാണ്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഭയങ്കര ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നു. പക്ഷേ ഇപ്പോൾ നമ്മളിങ്ങനെ വന്ന് ഇതൊക്കെ ആയിരിക്കുന്ന സമയത്ത് നമുക്കൊരു 10 o'clock 11 o'clock ഒക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ സ്ഥിരമായിട്ട് കിടന്നുറങ്ങാറുണ്ട്. ആൻഡ് ഒരു 11 to 7 o'clock 11 to 6:30 ഒക്കെ അല്ലെങ്കിൽ 6 o'clock വരെയൊക്കെ ഉറങ്ങും. മോർണിംഗ് എണീറ്റ് ഒരു വാക്കിനൊക്കെ പോയി ഡോപ്പയിൽ വർക്കൊക്കെ ചെയ്ത് ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ വർക്കൊക്കെ ചെയ്തിട്ട് അങ്ങനെയാണ് പോവുക. സോ ഐ തിങ്ക് ലൈക്ക് ഇറ്റ്സ് എ ഗുഡ് നൈറ്റ് ഫോർ യു. ആൻഡ് ഞാൻ പറയുകയാണ് ലാസ്റ്റ് എത്ര ദിവസമുണ്ട്, ലാസ്റ്റ് 7 days ആർ ഹിയർ. ആൻഡ് ലാസ്റ്റ് 7 days യു ഹാവ് ടു ഫോക്കസ് ഓൺ NCERT ടെക്സ്റ്റ് ബുക്ക് ഓൺലി. NCERT മാത്രം പഠിക്കുക, അടിച്ച് പൊളിച്ച് പഠിക്കുക. സോ എന്താ പറയുക, ഇങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് ലിങ്ക് ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക. താങ്ക് യു സോ മച്ച് ആൻഡ് വിൽ മീറ്റ് യു ഓൺ ദ നെക്സ്റ്റ് ലൈവ് സെഷൻ. ഓക്കെ, അടുത്ത ലൈവ് സെഷനിലേക്ക് നമ്മൾ കാണാം. അതുവരെ നോക്കാം. പിന്നെ എന്താ പറയുക, നീറ്റ് എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾ എങ്ങോട്ടും പോകുന്നില്ല. ഡോപ്പയുടെ സ്റ്റുഡൻസ് അതും കൂടി പറഞ്ഞിട്ട് വരാം. ഡോപ്പയുടെ സ്റ്റുഡൻസ് നീറ്റ് കഴിഞ്ഞിട്ട് എങ്ങോട്ടും പോകുന്നില്ല. ഡോപ്പയുടെ സ്റ്റുഡൻസ് നീറ്റ് കഴിഞ്ഞിട്ട് ഡോപ്പയുടെ കൂടെ തന്നെ ഉണ്ടാവും. നീറ്റ് കഴിഞ്ഞിട്ടുള്ള ഒരു മാസം സമയമുണ്ട്. നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. നമുക്ക് കരിയർ ഓറിയൻറ്റേഷൻസ് തരണം. നിങ്ങൾക്ക് കരിയർ ഓറിയൻറ്റേഷൻ തരണ്ടേ, എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്, എന്തൊക്കെയാണ് പോസിബിലിറ്റീസ് ഉള്ളത്, ആ ഒരു കാര്യങ്ങൾ തരണം. സ്ട്രെസ് ഉള്ള ആൾക്കാരുണ്ടാവും പലതരത്തിൽ. എക്സാം കിട്ടൂല എന്താവും സ്ട്രെസ് ഉണ്ടാവും. ആ സ്ട്രെസ്സിനെ മൊത്തം അഡ്രസ്സ് ചെയ്യണം. പിന്നെ എന്താ പറയുക, നമുക്ക് കുറച്ചൊന്ന് റിലാക്സ് ചെയ്യാനുള്ള കുറച്ച് ജോലി പരിപാടികൾ, കുറച്ച് ഫൺ ഗെയിംസും സാധനങ്ങളൊക്കെ വെക്കണ്ടേ, ഇതൊക്കെ വെക്കണം. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണം. പഴയ പോലെ നമ്മുടെ ക്ലാസ് റൂംസൊക്കെ ഒന്ന് അടിച്ച് പൊളിക്കണം, എല്ലാവരെയും പരിചയപ്പെടണം. അങ്ങനെ നമ്മളൊരു ഡോപ്പ കമ്മ്യൂണിറ്റി വളരെ സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്യേണ്ട ടൈമാണ്. എക്സാം കഴിഞ്ഞാലും നിങ്ങൾ എവിടെയും പോകുന്നില്ല, ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവുമെന്ന് ഉറപ്പ് തരാണ്. ആൻഡ് വിൽ സീ യു അഗൈൻ. ബൈ.